വെൽക്കം ടു ടോസ് അക്കാഡമി. ടോസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി വരാൻ പോകുന്ന സെറ്റ് എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയ സെറ്റ് ഹിസ്റ്ററിയുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടോപ്പിക്സുകളും യൂണിറ്റുകളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ യൂണിറ്റ് 4 മൊഡ്യൂൾ 7 ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കേണ്ടിയിട്ടുള്ള ടോപ്പിക്ക് മിഡീവൽ ഇന്ത്യൻ റൈസ് ഓഫ് രജപുട്ട് സ്റ്റേറ്റ്സ്, society and culture, establishment of Delhi Sultanate and nobility of the ulama, Bhakti movement, Sufi art and architecture. ഇവിടെ നമ്മൾ മിഡീവൽ ഇന്ത്യൻ റൈസ് ഓഫ് രജപുട്ട് സ്റ്റേറ്റ്സ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നില്ല, അത് നെക്സ്റ്റ് മൊഡ്യൂളിൽ ഞാൻ പറഞ്ഞു പോവാം. ഇവിടെ ഞാൻ പ്രധാനമായിട്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ് മുതലാണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗമുണ്ട് രജപുട്ട് സ്റ്റേറ്റ്സ്, അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ചാലല്ല, അപ്പോൾ അതുകൊണ്ട് അതിനെ അധികം പറഞ്ഞു പോയിട്ടില്ല, എങ്കിലും അത് നെക്സ്റ്റ് ഒരു പാർട്ടി പറഞ്ഞു പോകും. ഇവിടെ നമ്മൾ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ് ആൻഡ് നോബിലിറ്റി, എസ്പെഷ്യലി നമ്മൾ ഭക്തി മൂവ്മെന്റും സൂഫിസവും എടുത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത് സ്ലേവ് ഡൈനാസ്റ്റി ഓർ മംലുക് ഡൈനാസ്റ്റി ആണ്. 1206 to 1219 വരെ ആ ഒരു പീരീഡ് ആണ്. 1206 മുതൽ 1290 വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഡൽഹി സുൽത്താനേറ്റിന്റെ പീരീഡ് ആണ് അല്ലെ. അപ്പൊ ഇതിനു മുമ്പ് നമുക്കൊരു ചെറിയ 1-2 പോയിന്റുകൾ പറഞ്ഞു പോവേണ്ടതായിട്ടുണ്ട്. അറബ്സ് അറ്റാക്സ് ഇൻ ഇന്ത്യ, അറബികളുടെ ഇന്ത്യൻ ആക്രമണം എന്ന് പറയുന്നത് 712 ആണ്. 712 മുഹമ്മദ് കാസിം അറ്റാക്കഡ് ഇൻ ഇന്ത്യ. മേ ബി ചിലപ്പോൾ ചോദിക്കാം, അപ്പൊ അതും കൂടെ നമുക്ക് നെക്സ്റ്റ് കുറിച്ച് പോകുന്നത് നല്ലതായിരിക്കും. മുഹമ്മദ് കാസിമിന്റെ ഇന്ത്യൻ ആക്രമണത്തോടു കൂടിയായിരുന്നു അറബ്സ് അറ്റാക്ക് ഇൻ ഇന്ത്യ. അതിനുശേഷമാണ് മുഹമ്മദ് ഗസ്നിയുടെയും മുഹമ്മദ് ഗോറിയുടെ ഒക്കെ തന്നെ ആക്രമണങ്ങൾ നടക്കുന്നത്. അങ്ങനെ അവസാനം മുഹമ്മദ് ഗോറിയുടെ ഒരു അടിമയായിരുന്നു കുത്തബുദ്ദീൻ ഐബക്ക്. അദ്ദേഹത്തിലൂടെയായിരുന്നു സ്ലേവ് ഡൈനാസ്റ്റി ഓർ മംലുക് ഡൈനാസ്റ്റിയുടെ തുടക്കം കുറിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് നിന്ന് മേ ബി നിങ്ങൾക്ക് പ്രീവിയസ്ലി ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 712 മുഹമ്മദ് ബിൻ കാസിമിന്റെ ഇന്ത്യൻ ആക്രമണം വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹം ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ദ മുഹമ്മദ് ബിൻ കാസിം അറ്റാക്ക് ഇൻ ഇന്ത്യ, ദാറ്റ് ടൈം ഇന്ത്യയിലെ സിന്ധിലെ ഭരണാധികാരി ദാഹിർ ആയിരുന്നു. ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ദ മുഹമ്മദ് ബിൻ കാസിം അറ്റാക്ക് ഇൻ ഇന്ത്യ, ഡ്യൂറിംഗ് ദ ടൈം ദ ഇന്ത്യൻ റൂളർ ഈസ് ദാഹിർ. അപ്പൊ ദാഹിർ ആയിരുന്നു അന്ന് ഇന്ത്യയിലെ സിന്ധിലെ ഭരണാധികാരി. സിന്ധിലെ ഭരണാധികാരി ആരായിരുന്നു? ദാഹിർ ആയിരുന്നു. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. പിന്നെ അതിനുശേഷം മുഹമ്മദ് ഗസ്നി ഹു അറ്റാക്ക്ഡ് ഇൻ ഇന്ത്യ ഇൻ 70 ടൈംസ്. അപ്പൊ ഏകദേശം 17 തവണ മുഹമ്മദ് ഗസ്നി ഇന്ത്യയിൽ, അതായത് 1000-നും 1000-നും 1027-നും ഇടയിൽ, 1200-നും 1027-നും ഇടയിൽ, 1000-നും 1027-നും ഇടയ്ക്ക് 17 തവണ മുഹമ്മദ് ഗസ്നി ഇന്ത്യൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. അറിയായിട്ടുണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതകളാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഒന്ന് പഠിക്കണം. അതിനുശേഷമാണ് പിന്നെ നമ്മൾ പിന്നെ നോക്കാൻ പോകുന്ന മുഹമ്മദ് ഗോറിയുടെ അറ്റാക്ക്. അപ്പൊ നമ്മള് പിന്നെ ഞാനിവിടെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു രജപുട്ട് ഡൈനാസ്റ്റി. ഈ ഒരു കാലഘട്ടത്തിൽ രജപുട്ട് ഭരണാധികാരിയായിരുന്ന പൃഥ്വിരാജ് ചൗഹാനുമായിട്ടായിരുന്നു മുഹമ്മദ് ഗോറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണ പരമ്പരകൾ നടന്നിട്ടുള്ളത്. ഓർമ്മയുണ്ടല്ലോ. അപ്പോ അതൊക്കെ നമ്മൾ ഓൾറെഡി യൂണിറ്റ് 2ന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിലെ പൃഥ്വിരാജ് റാസോ അടക്കമുള്ള ചാന്ദ് ബർദായുടെ പിന്നെ ചരിത്ര കഥകളൊക്കെ നമ്മൾ അവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്ന് നോക്കേണ്ടിയിട്ടുള്ള കാലഘട്ടം മുഹമ്മദ് ഗോറി ഒന്ന് നോക്കണം. മുഹമ്മദ് ഗോറിയുടെ ഒരു പീരീഡ് എന്ന് പറയുന്നത് 1127 to 1173 മുതൽ 1206 വരെയുള്ള ഒരു കാലഘട്ടമാണ് മുഹമ്മദ് ഓഫ് ഗോറി. മനസ്സിലായിട്ടുള്ള മുഹമ്മദ് ഓഫ് ഗോറി. അപ്പൊ മുഹമ്മദ് ഗോറിയുടെ ആക്രമണം എന്ന് പറയുമ്പോൾ അതിൽ ഒന്ന് നമ്മൾ 1191-ലും 1191-ലും 1192-ലും നടന്നിട്ടുള്ള തറയിൻ യുദ്ധങ്ങളെ കുറിച്ചാണ്. 1191 to 1192-ലാണ് തറയിൻ യുദ്ധങ്ങൾ മുഹമ്മദ് ഗോറിയുടെ കാലഘട്ടത്തിൽ. അപ്പൊ ഇവിടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തു പഠിക്കണം. ഒന്ന്, മുഹമ്മദ് കാസിമിന്റെ 712 ഇന്ത്യ ആക്രമിക്കുന്ന സമയത്ത് സിന്ധിലെ റൂളർ ആരായിരുന്നു? ദാഹിർ ആയിരുന്നു. ദെൻ കഴിഞ്ഞിട്ട് 1000-ലും 1027-നും ഇടയിലാണ് മുഹമ്മദ് ഓഫ് ഗസ്നിയുടെ 17 ടൈംസ് ഈ അറ്റാക്ക് ഇൻ ഇന്ത്യ. ദെൻ വരുന്നത് മുഹമ്മദ് ഗോറി. 1173-നും 1206-നും ഇടയിലായിരുന്നു മുഹമ്മദ് ഗോറിയുടെ ആക്രമണം. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ 1191-92-ലാണ് തറയിൻ യുദ്ധങ്ങൾ പൃഥ്വിരാജ് ചൗഹാനുമായിട്ട് നടന്നിട്ടുള്ളത്. അദ്ദേഹം ഒരു രജപുട്ട് ഭരണാധികാരിയായിരുന്നു. പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്നത് ഈസ് ബിലോങ്സ് ടു ദി രജപുട്ട് ഡൈനാസ്റ്റിയുടെ ഭാഗമാണ് ചൗഹാൻ ഡൈനാസ്റ്റി. അപ്പൊ അങ്ങനെയൊക്കെ പറയണമെങ്കിൽ നമുക്ക് ഒരുപാടുണ്ട് പറയാന്. ഇത് ഞാൻ രജപുട്ട് ഡൈനാസ്റ്റി നെക്സ്റ്റ് നമ്മുടെ മൊഡ്യൂൾ നമ്മൾ പറഞ്ഞു പോകും.
അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അങ്ങനെ ഏകദേശം 1206 1206 1206 ധാമിക് എന്ന സ്ഥലത്ത് വെച്ച് മുഹമ്മദ് ഗോറി വധിക്കപ്പെടുകയാണ്. എവിടാണ്? ധാമിക് എന്ന സ്ഥലത്ത് വെച്ച് ഗോറി അദ്ദേഹം മരണപ്പെടുകയുണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്നിട്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആക്രമണ പരമ്പരകൾ 1191 തറൈൻ യുദ്ധങ്ങളും 1192 സെക്കൻഡ് തറൈൻ വാറും, ഇത് രണ്ടും ഒന്ന് നിങ്ങൾ നോക്കി വെക്കേണ്ടത് അത്യാവശ്യ ഘടകമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ തന്നെ ഒരു അടിമയായിട്ടുള്ള കുത്തബുദ്ദീൻ ഐബക്ക് ആയിരുന്നു മംലുക് ഡൈനാസ്റ്റി, അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റി, അല്ലെങ്കിൽ ഗുലാം ഡൈനാസ്റ്റി. വേറെ പേരിൽ എന്താ അറിയപ്പെടുന്ന? ഗുലാം ഡൈനാസ്റ്റി എന്നൊക്കെ അറിയപ്പെടുന്ന ഏത് ഡൈനാസ്റ്റി ആയിരുന്നു? നമ്മുടെ ഈ പറയുന്ന സ്ലേവ് ഡൈനാസ്റ്റി ആയിരുന്നു. അടിമ രാജവംശം, മംലുക് ഡൈനാസ്റ്റി, ഗുലാം ഡൈനാസ്റ്റി എന്നൊക്കെ അറിയപ്പെടുന്നത് അടിമ രാജവംശത്തെ തന്നെയായിരുന്നു. ഈ രാജവംശത്തിന്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? കുത്തബുദ്ദീൻ ഐബക്ക് ആയിരുന്നു. കുത്തബുദ്ദീൻ ഐബക്ക് അറിയാലോ, മുഹമ്മദ് ഗോറിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ഒരു സ്ലേവും അദ്ദേഹത്തിന്റെ ഒരു സോൾജിയറും ഒക്കെ അഡ്മിനിസ്ട്രേറ്ററും ഒക്കെ ആയിരുന്ന ലാഹോറിലെ ഒരു വൈസ്രോയി ആയിരുന്നു കുത്തബുദ്ദീൻ ഐബക്ക്. ലാഹോറിലെ he became a viceroy of the Lahore after the death of the Muhammad Ghori. He became the ഫൗണ്ടർ ഓഫ് ദി സ്ലേവ് ഡൈനാസ്റ്റി. അങ്ങനെ അദ്ദേഹം ഈ അടിമ രാജവംശത്തിന്റെ ഭരണാധികാരിയായിട്ട് കുത്തബുദ്ദീൻ ഐബക്ക് മാറുകയാണ്. അദ്ദേഹത്തിന്റെ പീരീഡ് 1206 to 1219. അപ്പൊ ധാമിക് എന്ന സ്ഥലത്ത് വെച്ച് 1206 മുഹമ്മദ് ഗോറി മരണപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഡ്യൂറിങ് ദാറ്റ് ടൈം അദ്ദേഹം ലാഹോറിലെ ഒരു വൈസ്രോയി ആയിരുന്നു. ആരെന്നറിയപ്പെടുന്നത്? മുഹമ്മദ് കുത്തബുദ്ദീൻ ഐബക്ക്. ഇനി നമ്മൾ അദ്ദേഹത്തിന്റെ പീരീഡിലേക്ക് ഒന്ന് കടന്നു പോകണം. അദ്ദേഹത്തിന് ഈ മംലുക് ഡൈനാസ്റ്റിക്ക് ശേഷം വരുന്ന ഖിൽജി ഡൈനാസ്റ്റി, ആ ഒരു ക്രോണോളജിക്കൽ ഓർഡർ ബേസ്, തുഗ്ലക് ഡൈനാസ്റ്റി, സയ്യിദ് ഡൈനാസ്റ്റി ആൻഡ് ലോധി ഡൈനാസ്റ്റി. യു ഗെറ്റ് ഇറ്റ്? ഇത്രയുമാണ് നമ്മൾ പഠിക്കേണ്ടിയിട്ടുള്ളത്. ഇനിയിപ്പോ ഇൽബാരി ഡൈനാസ്റ്റി, ഇല്ലെങ്കിൽ ഗുലാം ഡൈനാസ്റ്റി, മംലുക് ഡൈനാസ്റ്റി, സ്ലേവ് ഡൈനാസ്റ്റി എന്നൊക്കെ അറിയപ്പെടുന്ന ഡൽഹി സുൽത്താനേറ്റിലെ ഫസ്റ്റ് ഡൈനാസ്റ്റി ആയിട്ടുള്ള ഇൽബാരി ഡൈനാസ്റ്റിയിലെ കുത്തബുദ്ദീൻ ഐബക്ക്, ദെൻ അദ്ദേഹത്തിന് ശേഷം ഷംസുദ്ദീൻ ഇൽതുമിഷ്, then റസിയ ബീഗം, റസിയ സുൽത്താന, മുയിസുദ്ദീൻ ബഹ്റാം ഷാ, അദ്ദേഹത്തിന്റെ റസിയ ബീഗത്തിന് ശേഷം വരുന്ന മുയിസുദ്ദീൻ ബഹ്റാം ഷാ. ഇവരെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ ആക്ച്വലി ഇതാണ്. നമ്മൾ ഇങ്ങനെ ആരും പഠിക്കാറില്ല, എങ്കിൽ ഇങ്ങനെയാണ് ആക്ച്വലി പഠിച്ചു പോകേണ്ടിട്ടുള്ളത്. അലാവുദ്ദീൻ മുഹമ്മദ് ഷാ, ചിലപ്പോൾ നിങ്ങൾക്ക് ക്രോണോളജിക്കൽ ഓർഡർ ചോദിക്കാം, ഇങ്ങനെ തന്നെ ചോദിക്കാം. നസറുദ്ദീൻ മുഹമ്മദ്, ഗിയാസുദ്ദീൻ ബാൾബൻ ആൻഡ് കൈക്കുബാദ്. ദ ലാസ്റ്റ് റൂളർ ഓഫ് ദി ഇൽബാരി ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്ന കൈക്കുബാദ് ആണ്. അത് മിക്കവാറും ഒക്കെ ചോദിക്കാറുണ്ട്, കൈക്കുബാദ്. ഒന്നും കൂടി, കുത്തബുദ്ദീൻ ഐബക്ക്, ഷംസുദ്ദീൻ ഇൽതുമിഷ്, ഇവർ രണ്ടും നമ്മൾ പഠിക്കാറുണ്ട്. റസിയ സുൽത്താൻ അദ്ദേഹത്തിന്റെ പുത്രി, മുയിസുദ്ദീൻ ബഹ്റാം ഷായ അധികം ആരും നോക്കി പോവാറില്ല, എങ്കിലും ഒന്ന് നോക്കി പോകണം. അലാവുദ്ദീൻ മുഹമ്മദ് ഷാ, നസറുദ്ദീൻ മുഹമ്മദ്, ഗിയാസുദ്ദീൻ ബാൽബൻ ആൻഡ് ലാസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബാൽബനെ പഠിക്കാറുണ്ട്. അയൺ പോളിസി നടപ്പിലാക്കിയ, ഇരുമ്പ് നയം നടപ്പിലായ അയൺ പോളിസി, ബ്ലഡ് ആൻഡ് അയൺ പോളിസി നയം നടപ്പിലാക്കിയ. എന്താണ് ബ്ലഡ് ആൻഡ്? അദ്ദേഹത്തിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഒരു പോളിസിയാണ് ബ്ലഡ് ആൻഡ് അയൺ പോളിസി. ബ്ലഡ് ആൻഡ് അയൺ പോളിസി നടപ്പിലാക്കിയ ബാൾബൻ. ആക്ച്വലി ഹീ ഈസ് ദ റിയൽ ഫൗണ്ടർ ഓഫ് ദി ഡൽഹി സുൽത്താനേറ്റ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഒരു സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു റൂളർ ആയിരുന്നു ആരെന്നറിയപ്പെടുന്ന ബാൾബൻ. അദ്ദേഹത്തിന് ശേഷമാണ് ലാസ്റ്റ് റൂളർ കൈക്കുബാദ്. അതിനുശേഷം നമുക്ക് ഖിൽജി ഡൈനാസ്റ്റി പഠിക്കുമ്പോൾ ഇവിടെ പറഞ്ഞു പോകാം. അപ്പൊ നമുക്ക് ഇനി ഇൽബാരി ഡൈനാസ്റ്റിയിലേക്ക് ഒന്ന് കടന്നു പോകാനായിട്ടുണ്ട്. ഇനി കുത്തബുദ്ദീൻ ഐബക്കിലേക്ക് ഒന്ന് കടന്നു പോവാണ്. കുത്തബുദ്ദീൻ ഐബക്ക് ഈസ് ദ ഫേമസ് ഓഫ് ദി ഫൗണ്ടർ ഓഫ് ദി ഡൽഹി സുൽത്താനേറ്റ്. ഇനി കുത്തബുദ്ദീൻ ഐബക്കാണ് ഡൽഹി സുൽത്താനേറ്റിന്റെ തുടക്കക്കാരൻ എന്നറിയപ്പെടുന്നത്. ആൻഡ് ദ മംലുക് ഡൈനസ്റ്റി നോൺ ഫോർ ഇനിഷ്യേറ്റിംഗ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദി ഐക്കോണിക് കുത്തബ് മിനാർ. പിന്നെ ഇദ്ദേഹത്തിന്റെ നമ്മൾ ഇദ്ദേഹത്തിന്റെ പ്രശസ്തിയിലേക്ക് കടക്കണം. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ, ഈസ് പാട്രോൺ ഇൻ ദ ലിറ്ററേച്ചർ ഫീൽഡ്, ആർക്കിടെക്ചർ ഫീൽഡ്, ഈ ഒരു ഭാഗമൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. കാര്യം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടുകൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യേണ്ടിട്ടുള്ളത്. അപ്പൊ ഡൽഹി സുൽത്താനിലെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഫൗണ്ടർ എന്നറിയപ്പെടുന്ന ആരാണ്? കുത്തബുദ്ദീൻ ഐബക്ക്. ആൻഡ് ദ മംലുക് ഡൈനാസ്റ്റി നോൺ ഫോർ ഇനീഷ്യേറ്റിംഗ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഐക്കോണിക് കുത്തബ് മിനാർ. കുത്തബ് മിനാറിന്റെ എന്താ പറയുക, കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആരുടെ കാലഘട്ടത്തിലാണ്? കുത്തബുദ്ദീൻ ഐബക്കിന്റെ കാലഘട്ടത്തിലാണ്. പിന്നെ ആൻഡ് ആൾസോ ദ ഖുദൽ ഇസ്ലാം മോസ്ക് ആൻഡ് ദ അദായി ദിൻക ജോൻപുര എസ്റ്റാബ്ലിഷ് ഇൻ ദ ഫസ്റ്റ് ഇസ്ലാമിക് റൂൾ ഇൻ ദ നോർത്ത് ഇന്ത്യൻ ആഫ്റ്റർ സർവിംഗ് ദ trusted general of the Muhammad of Ghori. He is the generous ruler and earning the title Lak Baksha, the giver of lakhs, but also known for consolidating Ghoriate territories and conquering Rajput stronghold. And also ഇവിടെ തന്നെ പറയുന്നുണ്ട്, രജപുത് സ്ട്രോങ് ഹോൾസിനെ ഇദ്ദേഹം അറ്റാക്കിലൂടെ ആക്രമിച്ച് പിടിച്ചടക്കി എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അല്ലെ. അപ്പോ കൂത്തുൽ ഇസ്ലാമോക്ക്, അദായി ദിൻക ജോൻപുര,
എന്നിവയുടെയൊക്കെ തന്നെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് ആരായിരുന്നു? കൂത്തിൽ ഇസ്ലാം മോസ്ക്, അതായത് ദിൻക ചോപ്ര ഒക്കെ തന്നെ ആരംഭിച്ചത് ആരായിരുന്നു? ജോൻപറ ഒക്കെ ആരംഭിച്ചത്, അല്ലെങ്കിൽ അതിന്റെയൊക്കെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചത് കുത്തബുദ്ദീൻ ഐബക്കിന്റെ കാലഘട്ടത്തിലായിരുന്നു. അദ്ദേഹം വളരെ ആഫ്റ്റർ ഹി സെർവ് ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള മുഹമ്മദ് ഗോറിയുടെ വളരെ വിശ്വസിച്ചിരുന്ന ഒരു എന്താ പറയുന്നത് ലാഹോറിലെ ഗവർണർ ആയിരുന്നു. അദ്ദേഹം മരിക്കുന്ന കാലഘട്ടത്തിൽ ആരെന്ന് അറിയപ്പെടുന്നത് കുത്തബുദ്ദീൻ ഐബക്ക്. ഹി വാസ് എ ജനറസ് റൂളർ. അദ്ദേഹം ഒരു വളരെ ഉദാരമനസ്കനായിട്ടുള്ള ഒരു റൂളർ ആയിരുന്നു. earned the title and that is why he earned the title ലാഖ് ബക്ഷ. അതുകൊണ്ട് തന്നെ ലക്ഷങ്ങൾ നൽകുന്നവൻ, ലാഖ് ബക്ഷ എന്നൊരു പേര് അദ്ദേഹത്തിന് ആ ഒരു ടൈറ്റിൽ, അദ്ദേഹം ഗെറ്റ് ദ ടൈറ്റിൽ ദ ജനറസ് റൂളർ ഹി വാസ് നോൺ ആസ് ദ ലാഖ് ബക്ഷ എന്നൊരു ടൈറ്റിൽ അദ്ദേഹത്തിന് ലഭ്യമായിട്ടുണ്ടായിട്ടുണ്ട്. സോ ബട്ട് ആൾസോ ഹി വാസ് കൺസോൾഡേറ്റിംഗ് ദ ഗോറി ടെറിട്ടറി എന്ന് മാത്രമല്ല വളരെ ഉദാരമനസ്കനായിട്ടുള്ള ഒരു ഭരണാധികാരി എന്ന് മാത്രമല്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലാഖ് ബക്ഷ എന്നൊരു പേര് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. കൂടാതെ അത് ആൾസോ കൺസോൾഡേറ്റ് ചെയ്ത്, അതായത് ഏകീകരിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ്, ശ്രദ്ധിക്കുക, മുഹമ്മദ് ഗോറിയുടെ മരണശേഷം നിരവധി രജപുട്ട് രാജാക്കന്മാരുടെ കീഴിൽ നിന്ന് നിരവധി ടെറിട്ടറീസുകൾ അദ്ദേഹം ഡൽഹി സുൽത്താനേറ്റിന്റെ ഭാഗമാക്കുകയും അങ്ങനെ ഹി ആൾസോ കൺസോൾഡേറ്റിംഗ് ദ ഗോറി ടെറിട്ടറി അദ്ദേഹം കൺസോൾഡേറ്റ് ചെയ്തു, ഏകീകരിച്ചു. but also known for consolidating Gori territories and conquering the Rajaput strongholds. കൂടാതെ രജപുട്ട് രാജാക്കന്മാരെ അതിക്രമിച്ചുകൊണ്ട് അവരുടെ നിരവധി ടെറിട്ടറീസുകൾക്ക് അതിന് is the part of the Delhi Sultanate കൊണ്ടുവരികയും ഈ കൺസോൾഡേറ്റ് ദ ഗോറി ടെറിട്ടറി അദ്ദേഹം ഏകീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതകൾ എന്ന് അദ്ദേഹം ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഇനി ഇത് നോക്കി, ഇനി അദ്ദേഹത്തിന്റെ ആർക്കിടെക്ചർ കോൺട്രിബ്യൂഷൻസ് നമ്മൾ പറഞ്ഞു. കുത്തബുദ്ദീൻ ഐബക്കിന്റെ കാലഘട്ടത്തിലാണ് കുത്തബ് മിനാർ ഡൽഹിയിൽ ബിഗിൻ കൺസ്ട്രക്ഷൻ. 1199 അതിന്റെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചത്. കമ്മമറേറ്റ് ദി ഇസ്ലാമിക് വിക്ടറീസ്. ഇറ്റ് വാസ് ലേറ്റർ കംപ്ലീറ്റഡ് ബൈ ദി സക്സസർ ആൻഡ് സണ്ണില്ല അദ്ദേഹത്തിന്റെ സണ്ണിലായും അദ്ദേഹത്തിന്റെ സക്സസറുമായിരുന്ന ഇൽത്തുമിഷ് ആണ് പിൽക്കാലഘട്ടത്തിൽ ഇതിന്റെ പണി എന്ത് ചെയ്തിട്ടുള്ളത്, പൂർത്തിയായി. ഇതൊരു ആക്ച്വലി ഇതിന്റെ ഒരു നിർമ്മാണം തുടങ്ങിയത് 1199 കാലഘട്ടത്തിലാണ്. ഇനി കൂത്തിൽ ഇസ്ലാം മോസ്ക് ഡൽഹിയിൽ, ദ ഫസ്റ്റ് ഇസ്ലാമിക് മോസ്ക് ഇൻ ഡൽഹി ബട്ട് വിത്ത് മെറ്റീരിയൽസ് ഫ്രം ദ ടെമ്പിൾസ് അദായ് ജിൻക ജോൻപുര അല്ലെ. ഇനി അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ കൂത്തിൽ ഇസ്ലാം മോസ്ക് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള അതായത് ഇതിന്റെ ഒരു നിർമ്മാണത്തിന് ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ തിരഞ്ഞെടുത്ത് ഒരുപാട് ടെമ്പിൾസുകളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ആ ഒരു കാലഘട്ടത്തെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന പല മെറ്റീരിയൽസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു കൂത്തിൽ ഇസ്ലാം മോസ്കിന്റെ നിർമ്മാണം എന്ത് ചെയ്തിട്ടുള്ളത്, നടത്തിയിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു. പിന്നെ അദായ് ദിൻക ജോൻപുര ദ ബിൽറ്റ് ഇൻ ജസ്റ്റ് 2.5 days അദായ് ദിൻ ബൈ കൺവെർട്ടിംഗ് എ സാൻസ്ക്രിറ്റ് കോളേജ്. അദായ് ദിൻക ജോൻപുര അജ്മീറിലാണ് കേട്ടോ. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അജ്മീറിലാണ്. ഒരു സംസ്കൃത കോളേജിന്റെ, അതായത് ഇത് ഇന്നിപ്പോ ഈ അദായ് ദിൻക ജോൻപുര എന്ത് ചെയ്തു, ഏകദേശം എത്ര 2.5 days കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ബിൽറ്റ് ഇൻ ജസ്റ്റ് 2.5 days മാത്രമേ എടുത്തോളൂ അതായത് ദിൻക ജോൻപുര നിർമ്മിച്ച് തീർക്കാൻ, കൺസ്ട്രക്ഷൻ ചെയ്യാൻ. അതായത് ദിൻക ജോൻപുര ബൈ കൺവെർട്ടിങ്. ഇന്നിപ്പോ ഇത് കൺവെർട്ട് ചെയ്ത് ഒരു സംസ്കൃത് കോളേജ് ആയിട്ട് ഇതിനെ രൂപമാറ്റം ചെയ്തിട്ടുണ്ട്. ഇനി ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറൽ പ്രോഗ്രസ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ദ കുത്തബുദ്ദീൻ ഐബക്ക്. ഹി ബിക്കം എ പാട്രൺ ഓഫ് ലേണിംഗ് and Aibak patronized the scholars, poets and theologists, fostering the culture of Persian literature in his court. Scholarly supporter Hasan Nizami, Fakhruddin among other intellectuals. അവരെ കൂടാതെ നിരവധി ഇന്റലക്ടേഴ്സ് ആൾസോ they lived in the court of the കുത്തബുദ്ദീൻ ഐബക്ക്. അവരിൽ പ്രമുഖനായിരുന്നു ഹസൻ നിസാമി, ഫഖ്റുദ്ദീൻ. ഒരുപാട് പെയിന്റേഴ്സ് ഒക്കെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഇന്റലക്ച്വൽ ആയിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു ഇന്റലക്ച്വൽ സ്കോളർ ആയിരുന്നു ഡ്യൂറിംഗ് ദ കോർട്ട്. ആരായിരുന്നു? ഹസൻ നിസാമി. അദ്ദേഹമാണ് താജുൽ മസീർ. നമ്മൾ ഓൾറെഡി പാർട്ട് 2 പറഞ്ഞു പോയിട്ടുണ്ട്. താജുൽ മസീർ അതെപ്പോഴും ചോദിക്കും കേട്ടോ. താജുൽ മസീർ രചിച്ച ഹസൻ നിസാമി, അദ്ദേഹത്തിന്റെ ഒരു കമ്പാനിയൻ ആൻഡ് ഹിൽസ് ആൾസോ ഈസ് എ സ്കോളർ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ദി കുത്തബുദ്ദീൻ ഐബക്ക്. കൂടാതെ ഫഖ്റുദ്ദീൻ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ ഒരു സ്കോളർ, എമിനന്റ് ആയിട്ടുള്ള ഒരു ഇന്റലക്ടർ ആയിരുന്നു ഫഖ്റുദ്ദീൻ എന്നറിയപ്പെടുന്ന മറ്റൊരു സ്കോളർ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള നിർമ്മിതികളും ഒക്കെ ആയിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കുത്തബുദ്ദീൻ ഐബക്കുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ ഇൽത്തുമിഷിലേക്ക് കടക്കാണ്. അപ്പൊ യഥാർത്ഥ റിയൽ ഫൗണ്ടർ എന്ന് അറിയപ്പെടുന്ന ആക്ച്വലി ആരായിരുന്നു? ഇൽത്തുമിഷ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഇൽത്തുമിഷിലേക്ക് ഒന്ന് കടന്നു പോകാം.
നോക്കാം. ഇൽത്തുമിഷ് വാസ് എ ക്രൂഷ്യൽ ഇൻ എസ്റ്റാബ്ലിഷിംഗ് ദ ഡൽഹി സുൽത്താനേറ്റ്, കൺസോളിഡേറ്റിംഗ് ദ ടർക്കിഷ് റൂൾ ബൈ മേക്കിംഗ് എ ഡൽഹി ദ ക്യാപിറ്റൽ ആൻഡ് ഇൻട്രൊഡ്യൂസിംഗ് ദ മേജർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എക്കണോമിക്കൽ റിഫോംസ്. He centralized the power, establishing a strong central authority, appointing ministers and governors and maintaining the standing army. He also maintaining a standing army. അദ്ദേഹത്തിന് ഒരു വളരെ ഒരു ശക്തിയായിട്ടുള്ള ഒരു സ്റ്റാൻഡിങ് ആർമിയെ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, അദ്ദേഹം നിയമിച്ചിരുന്നു എന്നുള്ളതായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസുകൾ മിലിറ്ററി രംഗത്തായാലും പിന്നെ അതുപോലെ തന്നെ എക്കണോമിക്കൽ റിഫോംസ് രംഗത്തായാലും ഇക്താ സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നു. അതൊക്കെയായിരുന്നു ഇദ്ദേഹത്തിന്റെ. പിന്നെ അതുപോലെ തന്നെ ഒരു കോയിനേജ് സിസ്റ്റം ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ. ഇദ്ദേഹവും എന്ത് ചെയ്തു, തുർക്കിഷ് എംപയറിനെ ഏകീകരിക്കുകയുണ്ടായിട്ടുണ്ട്. ദി കൺസോൾഡേറ്റിംഗ് തുർക്കിഷ് റൂൾ ബൈ മേക്കിംഗ് എ ഡൽഹി ബിക്കേം എ ക്യാപിറ്റൽ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഡൽഹി ആയിരുന്നു അദ്ദേഹത്തിന്റെ എന്തെന്നറിയപ്പെടുന്നത്, ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പീരീഡ് 1291 നമുക്കൊന്ന് എഴുതാം. 1211 to 1236 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം. 1211 to 1236. അങ്ങനെ 1211 അദ്ദേഹത്തിന്റെ കുത്തബുദ്ദീൻ ഐബക്കിന്റെ മരണശേഷം ആരായിരുന്നു, നമ്മൾ ഓർഡർ പറഞ്ഞു, ആരായിരുന്നു, ആരം ഷാ ആയിരുന്നു കേട്ടോ. കുത്തബുദ്ദീൻ ഐബക്കിന്റെ മരണശേഷം നെക്സ്റ്റ് വന്നത് ആരം ഷാ ആണ്. അപ്പൊ ആരം ഷായ്ക്ക് ശേഷമാണ്, ആരം ഷായുടെ മരണത്തിന് ശേഷം ആരാണ് ചിലപ്പോൾ ചോദിക്കും, ആരം ഷാ. ആരം ഷായുടെ മരണത്തിന് ശേഷം ഡൽഹിയിലെ സുൽത്താനായിട്ട് വന്നിട്ടുള്ളത് ആരായിരുന്നു, അദ്ദേഹത്തിന്റെ സണ്ണിലായിട്ടുള്ള ഇൽത്തുമിഷ് ആയിരുന്നു. മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി ഇദ്ദേഹത്തിന്റെ ഒരു കാര്യത്തെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ, ഈ ബിക്കേം ഓൾസോ നോൺ ആസ് ദ ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ. ഖലീഫയുടെ അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനപ്പേര്, ഈ ഗെറ്റ് അസ്യൂംഡ് ടൈറ്റിൽ, അദ്ദേഹത്തിന് ഒരു ഈ അസ്യൂംഡ് ടൈറ്റിൽ, അദ്ദേഹം ഒരു ടൈറ്റിൽ സ്വീകരിച്ചിരുന്നത് ഏതായിരുന്നു, ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ. ഒന്ന് എഴുതിക്കോണം, ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി അദ്ദേഹം എന്ത് ചെയ്തു, ഈ കൺസോൾഡേറ്റഡ് ദി റൂൾ ബൈ മേക്കിംഗ് ദ ഡൽഹി സുൽത്താൻ. അപ്പൊ ഡൽഹി ബിക്കെയിം ദി ക്യാപിറ്റൽ, മേക്കിംഗ് ദ ഡൽഹി ക്യാപിറ്റൽ. അങ്ങനെ എന്ത് ചെയ്തു, അദ്ദേഹം ഭരണത്തെ ഏകീകരിക്കുകയും അങ്ങനെ ശക്തിപ്പെടുത്തുകയും ഇതിന്റെ ഭാഗമായിട്ട് ഡൽഹിയെ തലസ്ഥാനമായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കുകയും ചെയ്തു. അല്ല, അദ്ദേഹത്തിന്റെ ഭരണത്തെ ഏകീകരിക്കുകയും ശക്തിപ്പെടുത്തുന്നതിന്റെയൊക്കെ ഭാഗമായിട്ട് ഡൽഹി ബിക്കെയിം ഹിസ് ക്യാപിറ്റൽ. ഈ ഇൻട്രൊഡ്യൂസ്ഡ് ദ മേജർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എക്കണോമിക്കൽ റിഫോംസ്. ഇതിന്റെ ഭാഗമായിട്ട് സെൻട്രലൈസ്ഡ് ദ പവർ. അദ്ദേഹം തന്റെ അധികാരത്തെ അധികാര കേന്ദ്രീകരണം, ഒരു സെൻട്രലൈസ്ഡ്, കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണ സമ്പ്രദായം അദ്ദേഹം കൊണ്ടുവന്നു. എസ്റ്റാബ്ലിഷ് സ്ട്രോങ് ആൻഡ് സെൻട്രൽ അതോറിറ്റി. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഭരണ സംവിധാനം അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ട്. അപ്പോയിന്റിംഗ് മിനിസ്റ്റർ. ഇതിനു വേണ്ടിയിട്ട് ഈ ഭരണ സൗഹൃദാർത്ഥം അദ്ദേഹം ഒരുപാട് മിനിസ്റ്റേഴ്സിനെയും ഗവർണേഴ്സിനെയൊക്കെ തന്നെ അദ്ദേഹത്തെ അസിസ്റ്റന്റ് ചെയ്യാനായിട്ട് അദ്ദേഹം അപ്പോയിന്റ്മെന്റ് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. ഈ മെയിൻറ്റെയിനിങ് എ സ്ട്രോങ് മിലിറ്ററി ആർമി. അദ്ദേഹം ഒരു നല്ല ഒരു മിലിറ്ററി ആർമി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മെയിൻറ്റെയിനിങ് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു എക്കണോമിക്കൽ റിഫോംസ് ആയിരുന്നു ഇക്താരി സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ്, ഇക്താ സിസ്റ്റം. ഒരു ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ഡ്യൂറിംഗ് ദ ടൈം ഈസ് നോൺ ആസ് ദ ഇക്താരി സിസ്റ്റം. ഇക്താരി സിസ്റ്റം ആയിരുന്നു ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് എന്നറിയപ്പെടുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, അതായത് കുത്തബുദ്ദീൻ ഐബക്കിന്റെ കാലഘട്ടത്തിൽ ലാഹോർ ആയിരുന്നു ക്യാപിറ്റൽ. ഈ ലാഹോർ എന്ന ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്ത് ഡൽഹിയിലേക്ക് മാറ്റിയതാരെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മൾ ഇൽത്തുമിഷ് ആയിരുന്നു. ഇതൊന്ന് പറയാൻ മനസ്സിലാക്കുക. സുൽത്താനി അസം. അപ്പോ ലാഖ്ബക്ഷ എന്നറിയപ്പെടുന്ന ആരായിരുന്നു, കുത്തബുദ്ദീൻ ഐബക്ക് ആയിരുന്നു. സുൽത്താനി അസം എന്നറിയപ്പെടുന്ന ആരായിരുന്നു, സുൽത്താൻ ഇ അസം. സുൽത്താനി അസം. ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇൽത്തുമിഷ് ആയിരുന്നു. അത് നിങ്ങൾ മറക്കാതിരിക്കുക. അതൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വലിയൊരു പ്രത്യേകത, 1221 1291 ചെങ്കിസ് ഖാൻ അറ്റാക്ക്ഡ് ഇൻ ഇന്ത്യ. ചെങ്കിസ് ഖാന്റെ, അതായത് തെമുജിൻ, വടക്കേ ഇന്ത്യ, നോർത്ത് ഇന്ത്യ ആക്രമിക്കാൻ വരുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിലായിരുന്നു. 1221 ചെങ്കിസ് ഖാൻ, അതായത് പിന്നെ നമ്മുടെ എന്താ പറയുന്നത്, തെമുജിൻ ഈ അറ്റാക്ക്ഡ് നോർത്ത് ഇന്ത്യ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ദി ഇൽത്തുമിഷ്. അത് നമ്മളൊന്ന് എടുത്ത് നോക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഞാൻ പറഞ്ഞു, അദ്ദേഹം ഒരു ഇക്ത സിസ്റ്റം അദ്ദേഹം നടപ്പിലാക്കി. പിന്നെ അദ്ദേഹം ഒരു കോയിനേജ് ഇൻട്രൊഡ്യൂസ് സിൽവർ കോയിൻ ആയിട്ടുള്ള തങ്കയും ഒരു കോപ്പറിലുള്ള നാണയമായിട്ടുള്ള ജിറ്റാളും അദ്ദേഹം എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. കോയിനേജ് ഇൻട്രൊഡ്യൂസ് ദ സിൽവർ തങ്ക ആൻഡ് കോപ്പർ ജിറ്റാൾ, ക്രിയേറ്റിംഗ് എ സ്റ്റേബിൾ കറൻസി സിസ്റ്റം ഓഫ് ദ സുൽത്താനേറ്റിൽ വളരെ സ്ഥിരമായിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കറൻസി സിസ്റ്റം എന്ത് ചെയ്തു, അദ്ദേഹം കൊണ്ടുവന്ന്. തങ്ക എന്ന പേരിൽ ഒരു വെള്ളി നാണയവും ജിറ്റാൾ എന്ന പേരിൽ ഒരു ചെമ്പ് നാണയം അദ്ദേഹം കോയിനേജ് ഇഷ്യൂഡ് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അറബ്സ്, പിന്നെ എന്താ പറയുന്നത്, ലിപികൾ, ഒരുപാട് ലിപികളൊക്കെ തന്നെ അദ്ദേഹം സീൽസുകൾ, കോയിൻസിലേക്ക് കുറച്ച് ലിപികളൊക്കെ അദ്ദേഹം മുദ്രണം ചെയ്തിട്ട് ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിപികൾ അറബ് ലിപികളായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് എടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു മെയിൻ പോയിന്റ് നിങ്ങളൊന്ന് മറക്കാതിരിക്കുക. ബിക്കോസ് അദ്ദേഹം
ഒരു എന്താ പറയുന്നത്, ഈ മെയിൻറ്റെയിനിങ് എ സ്ട്രോങ് സ്റ്റാൻഡിങ് ആർമി അദ്ദേഹം മെയിൻറ്റെയിനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ പേരെന്തായിരുന്നു? ചാലിസ എന്നായിരുന്നു. ചഹൽഗാനി ഒരു 40 അംഗ പ്രഭുസഭയ്ക്ക് ചഹൽഗാനി അതെപ്പോഴും ചോദിക്കും. അല്ലെങ്കിൽ ചാലിസ എന്നറിയപ്പെടുന്ന ഒരു 40 അംഗ പ്രഭുസഭയ്ക്ക് അദ്ദേഹം എന്ത് ചെയ്തു? രൂപകൽപ്പന ചെയ്തു. ചാലിസ ഓർ ചഹൽഗാനി അത് എടുത്തെടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. മനസ്സിലായിട്ടുണ്ടല്ലോ. എന്ന് മാത്രമല്ല, ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ദി ഇൽത്തുമിഷ് ഡൽഹി ബിക്കേം ദ സെക്കൻഡ് ബാഗ്ദാദ്. അപ്പൊ ഡൽഹിയെ നമ്മൾ സെക്കൻഡ് ബാഗ്ദാദ് എന്നാണ്. അപ്പോൾ സുൽത്താനി അസം ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ, പിന്നെ ഡ്യൂറിംഗ് ദ ടൈം ഡൽഹി ബിക്കേം ദ സെക്കൻഡ് ബാഗ്ദാദ്. കാര്യം ബാഗ്ദാദിലാണല്ലോ നമുക്കറിയാം പിന്നെ ഖലീഫമാരുടെ ഭരണത്തിന്റെ ഏറ്റവും കൂടുതൽ പിന്നെ പ്രൗഢിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് ബാഗ്ദാദാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ദി ഇൽത്തുമിഷ് ഡൽഹി ബിക്കേം ദ സെക്കൻഡ് ബാഗ്ദാദ് എന്ന പേരിലായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മകനായിരുന്നു രുക്നുദ്ദീൻ ഫിറോസ്. അത് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടാകും തോന്നുന്നു. അദ്ദേഹത്തിന് ശേഷമാണ് ആയിരുന്നു വരുന്നത്? രുക്നുദ്ദീൻ ഫിറോസ് വരുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ. അപ്പൊ ജഹൽഗാനിയോ ചാലിസ സിസ്റ്റം മറക്കാതിരിക്കുക. അത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ്. സുൽത്താനി അസം, ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ, സെക്കൻഡ് ബാഗ്ദാദ്, ഡൽഹിയെ ക്യാപിറ്റൽ, ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് ക്യാപിറ്റൽ മാറ്റി. 1221 തെമുജിൻ, ചെങ്കിസ് ഖാന്റെ ആക്രമണം നടക്കുന്ന സമയത്ത് ഇദ്ദേഹമാണ് റൂളർ. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഇനി ഇദ്ദേഹത്തിന്റെ മകന്റെ പേരാണ് രുക്നുദ്ദീൻ ഫിറോസ്. ഓർമ്മ ഉണ്ടല്ലോ, രുക്നുദ്ദീൻ ഫിറോസ്. ഇദ്ദേഹം അധികാരത്തിൽ വരുന്നത് ആരുടെ മരണശേഷമാണോ എന്ന് പറഞ്ഞു? ആരം ഷായുടെ മരണശേഷം. ഇനി ഇദ്ദേഹത്തിന്റെ പുത്രനായിരുന്നു രുക്നുദ്ദീൻ ഫിറോസ്. അതെ, അദ്ദേഹം അധികാരത്തിലെത്തിയെങ്കിലും ഏകദേശം ഒരു 7 മന്ത് മാത്രമായിരുന്നു അദ്ദേഹം ഭരണം നടത്തിയത്. അതിനുശേഷം വരുന്നത് ആരായിരുന്നു? നമ്മുടെ അദ്ദേഹത്തിന്റെ പുത്രിയായിരുന്ന റസിയ സുൽത്താനയാണ് വരുന്നത്. ആരാണ്? റസിയ സുൽത്താന. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇനി ഇദ്ദേഹത്തിന്റെ ഇൽത്തുമിഷിന്റെ കുറച്ച് കൾച്ചറൽ ആൻഡ് ആർക്കിടെക്ചറൽ പാറ്റേണേജ് നമുക്ക് നോക്കാം. ആർക്കിടെക്ചർ കംപ്ലീറ്റ് എടുത്ത കുത്തബ് മിനാർ ബിൽറ്റ് ഇൻ ദ സുൽത്താൻ ഗോറി ടോംബ്, ഇന്ത്യൻ ഫസ്റ്റ് ഇസ്ലാമിക് മൊസൂലിയം ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക് മൊസൂലിയം ആയിരുന്നു ഏതെന്നറിയപ്പെടുന്നത്? സുൽത്താൻ ഗോറി ടോംബ്. ഗോറിയുടെ ടോംബ് അദ്ദേഹം പണി കഴിപ്പിച്ചു. പിന്നെ കുത്തബ് മിനാറിന്റെ പണി പൂർത്തീകരിച്ചത് ഇദ്ദേഹമായിരുന്നു. ഹി കമ്മീഷൻഡ് മോസ്ക്, മൊണാസ്ട്രീസ് ആൻഡ് റിസർവെയർ ഓഫ് ഡൽഹി ദ പാറ്റേൺ ഓഫ് ലേണിംഗ്. ലേണിങ്ങിനൊക്കെ അദ്ദേഹം വലിയ പ്രാധാന്യം കൊടുത്തു. ആർക്കിടെക്ചറിനെ പോലെ തന്നെ ഈ സപ്പോർട്ട് ദ സൂഫി സൈന്റുമാരുടെ, സൂഫി വര്യന്മാരെ കുറിച്ച്, സൂഫി സൈന്റ് ആൻഡ് സൂഫി സിൻസിൽ നമ്മളിതിൽ പഠിക്കും. പിന്നെ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹം സൂഫി സൈന്റിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. സ്കോളേഴ്സ് ലൈക്ക് ഡൽഹി സെന്റർ ഫോർ ദ ഇസ്ലാമിക് കൾച്ചർ ആൻഡ് ലേണിംഗ്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അതുകൊണ്ടാണ് സെക്കൻഡ് ബാഗ്ദാദ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഡൽഹി ബിക്കെയിം ദ ഇസ്ലാമിക് കൾച്ചർ ആൻഡ് ലേണിംഗ്. ഇസ്ലാമിക സംസ്കാരവും പിന്നെ ലേണിങ്ങിനെയും വ്യാപിക്കുന്ന ഒരു കൾച്ചറൽ സെന്റർ ബിക്കെയിം ദ ഡൽഹി ആയിത്തീരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ. ആരുടെ? ഇൽത്തുമിഷ്. ഇനി നമ്മൾ റസിയ സുൽത്താനയ്ക്കാണ് ഭരണം നടത്താൻ പോകുന്നത്. അപ്പോൾ ഇൽത്തുമിഷിന്റെ പുത്രിയായിരുന്നു റസിയ സുൽത്താന. അപ്പൊ അദ്ദേഹത്തിന്റെ മരണശേഷം ഭരണം നടത്തിയിരുന്നത് ആരായിരുന്നു? രുക്നുദ്ദീൻ ആയിരുന്നു. പക്ഷെ ഒരു 7 മാസത്തോളം അദ്ദേഹം മരിച്ചുള്ളൂ. അതിനുശേഷമാണ് നമ്മൾ അധികാരത്തിൽ വരുന്നത് ആരായിരുന്നു? റസിയ സുൽത്താനയായിരുന്നു. റസിയ സുൽത്താനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വലിയ കോൺട്രിബ്യൂഷൻസുകളൊന്നും നമുക്ക് അധികം നോക്കാൻ കഴിയത്തില്ല എങ്കിലും എടുത്ത് പറഞ്ഞു പോകണം. ഈസ് ദ ഫസ്റ്റ് വിമൻ റൂളർ ഓഫ് ദ ഡൽഹി സുൽത്താനേറ്റ് എന്നുള്ള നിലയിൽ വലിയ ഇമ്പോർട്ടൻസ് ആണ്. അവരുടെ ഒരു പീരീഡ് 1236 to 1240 വരെയാണ്. റസിയ സുൽത്താന കോൺട്രിബ്യൂഷൻ ആസ് ദ ഫസ്റ്റ് ഫീമെയിൽ റൂളർ ഓഫ് ദി ഡൽഹി സുൽത്താനേറ്റ് ആൻഡ് ഇൻക്ലൂഡിംഗ് ബ്രേക്കിംഗ് ജെൻഡർ ബാരിയസ്. ജെൻഡർ ആയിട്ടുള്ള ബാരിയസ് ഒക്കെ അത് അവരുടെ ഒരു കാലഘട്ടത്തോടു കൂടി മാറ്റിമറിച്ചു എന്നുള്ളതാണ്. ഈ സ്ട്രെങ്തനിങ് ദ കിങ്ഡം ത്രൂ ദ മിലിറ്ററി ലീഡർഷിപ്പ്. അവരുടെ കിങ്ഡത്തെ സ്ട്രെങ്തനിങ് ചെയ്ത് മിലിറ്ററി ലീഡർഷിപ്പോട് കൂടിയിട്ടായിരുന്നു. ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, ഈ പ്രൊമോട്ടിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് സെക്യുലർ ലേണിംഗ് ആൻഡ് ഫോസ്റ്ററിംഗ് കൾച്ചറൽ ഡെവലപ്മെന്റ് ബൈ സപ്പോർട്ടിംഗ് സ്കോളേഴ്സ് ആൻഡ് artisans all while defying patriarchal norms. He proved the capable leadership was not a dependent on gender. അവർ പറഞ്ഞ ഒരു capable ആയിട്ടുള്ള ഒരു ലീഡർ ആകുന്നത് നമ്മുടെ ജെൻഡർ ബേസ്ഡ് ആയിട്ടില്ല. there is not gender bias during the time. It established schools, libraries and promoting tolerance for the diverse subjects. അവരുടെ കാലഘട്ടത്തിൽ ഒരുപാട് നിരവധി സ്കൂളുകളും ലൈബ്രറീസുകളും ഒക്കെ തന്നെ അവർ നിർമ്മിക്കുകയുണ്ട്. അതിന്റെ പ്രൊമോട്ടിംഗ് ടോളറൻസ് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ലൈബ്രറീസും പ്രൊമോട്ട് ദ ടോളറൻസ് ഓഫ് ദ ഡൈവേഴ്സ് സബ്ജക്ട്സ്. ഇപ്പോൾ ഒരുപാട് ഡൈവേഴ്സ് സബ്ജക്ട്സിനൊക്കെ ഇത്തരത്തിലുള്ള നിരവധി സബ്ജക്ട്സുകൾക്കൊക്കെ അവർ എന്ത് ചെയ്തു? ഈ സ്കൂളുകളിൽ വൈവിധ്യമാർന്ന വിഷയങ്ങളുടെ ഒരു സഹിഷ്ണുത, ടോളറൻസ്, ഡൈവേഴ്സ് സബ്ജക്ട് എന്ന് പറയുമ്പോൾ നിരവധി വൈവിധ്യമായിട്ടുള്ള വിഷയങ്ങളുടെ ഒരു സഹിഷ്ണുത പുലർത്തുന്ന വിവിധ തരത്തിലുള്ള സ്കൂളുകളും കോളേജുകളൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വിവിധ പാർട്ട് ഓഫ് ദ കൾച്ചർ ഹാർമണിയുടെ ഭാഗമായിട്ട് അവർ ഓപ്പൺ ചെയ്തു. ഇതൊക്കെയാണ് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.
അതിനെക്കുറിച്ച് വലിയ ലെവലിൽ ചോദിക്കാൻ ചാൻസ് ഇല്ല, എങ്കിലും ഒന്ന് പഠിച്ചു വെക്കണം. ഇനി നമുക്ക് പഠിക്കേണ്ടിയിട്ടുള്ളത് ഗിയാസുദ്ദീൻ ബാൾബൻ, അദ്ദേഹത്തിന്റെ പീരീഡ് 1266 to 1285 ആണ്. ഫണ്ടമെന്റലി സ്ട്രെങ്തൻഡ് ദ ഡൽഹി സുൽത്താനേറ്റിനെ ഒരു ശക്തി ആക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പീരീഡിലായിരുന്നു. ഡൽഹി സുൽത്താനേറ്റ് ബൈ കൺസോളിഡേറ്റിംഗ് ദ സെൻട്രൽ അതോറിറ്റി ത്രൂ ഹിസ് ബ്ലഡ് ആൻഡ്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു പോളിസി ആയിരുന്നു ബ്ലഡ് ആൻഡ് അയൺ പോളിസി. നിണവും ഇരുമ്പ് നയവും. നമുക്കറിയാം തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലും ഈ ബ്ലഡ് ആൻഡ് അയൺ പോളിസി നടപ്പിലാക്കിയിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു തിരുവിതാംകൂർ റൂളർ. അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈസ് ലൈക്ക്. അതുപോലെ നമ്മുടെ ഗിയാസുദ്ദീൻ ബാൾബനും ഫണ്ടമെന്റലി സ്ട്രെങ്തൻ ദ ഡൽഹി സുൽത്താനേറ്റിനെ അദ്ദേഹം എന്ത് ചെയ്തു, ഒന്ന് ശാക്തീകരിച്ചു. അതിന്റെ ഡൽഹി സുൽത്താനേറ്റ് ബൈ കൺസോൾട്ട് അദ്ദേഹം ഏകീകരിച്ചു, ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി ആയിട്ട് ഏകീകരിക്കേണ്ടതായിട്ടുണ്ട്. ദോ ഹിസ് അദ്ദേഹത്തിന്റെ ഒരു പോളിസി ആയിട്ടുള്ള ബ്ലഡ് ആൻഡ് അയൺ പോളിസി ക്രഷിംഗ് ദ പവർ ആൻഡ് നോബിലിറ്റി ചഗൽഗാനി ആൻഡ് റീഓർഗനൈസിംഗ് ദ ആർമി, ദിവാനി അറസ്. അദ്ദേഹം എന്ത് ചെയ്തു, ഇൽത്തുമിഷിന്റെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ 40 അംഗ പ്രഭുത്വ സഭയെ അദ്ദേഹം എന്ത് ചെയ്തു, അബോളിഷ് ചെയ്തു. ക്രഷിംഗ് ദ പവർ ഓഫ് ദ നോബിലിറ്റി, പ്രഭുത്വ സഭയെ അദ്ദേഹം ക്രഷ് ചെയ്തു, അദ്ദേഹം അവസാനിപ്പിക്കുക. അതിന്റെ സ്ഥാനത്ത് ആർമി അദ്ദേഹം റീഓർഗനൈസേഷൻ ചെയ്തു. എന്ത് പേരിലായിരുന്നു, ദിവാനി അറസ് എന്ന പേരിൽ. ഈ സെക്യൂർഡ് ദ എംപയർ അഗെയിൻസ്റ്റ് മംഗോൾ ഇൻവേഷൻ ആൻഡ് ഇന്റേണൽ റെബല്യൻസ് ബൈ എസ്റ്റാബ്ലിഷിംഗ് എഫിഷ്യന്റ് സ്പൈ സിസ്റ്റം. ഒരു സ്പൈ സിസ്റ്റം ഒക്കെ തന്നെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇമ്പോസിംഗ് റിജിഡ് കോർട്ട് ഡിസിപ്ലിൻ, ഒരു റിജിഡ് ആയിട്ടുള്ള കോർട്ട് ഡിസിപ്ലിൻസുകളൊക്കെ അദ്ദേഹം കൊണ്ടുവന്നു. മംഗോളിയൻ അധിനിവേശത്തിൽ നിന്നും ഇന്റേണൽ ആയിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്നും ഒക്കെ തടയുന്നതിന് ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള ഒരു മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം വേണമായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ദിവാനി അറസ് എന്നറിയപ്പെടുന്നത് ചോദിക്കും, ചാൻസ് ഉണ്ട്. ദിവാനി അറസ് സിസ്റ്റം, ബ്ലഡ് ആൻഡ് അയൺ പോളിസി കണ്ടല്ലോ, ഇതൊക്കെ അദ്ദേഹം കൊണ്ടുവന്നു. എന്ന് മാത്രമല്ല ഒരു ചാര സംഘടനയെ അദ്ദേഹം നിയന്ത്രിച്ചു. ഇന്റേണൽ റെബലൻസ് ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, എസ്റ്റാബ്ലിഷ് എഫിഷ്യന്റ് സ്പൈ സിസ്റ്റം, ഇമ്പോസിംഗ് റിജിഡ് കോർട്ട്. പിന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരു റിജിഡ് ആയിട്ടുള്ള കോർട്ട് ഡിസിപ്ലിൻസുകൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇനി തിയറി ഓഫ് കിങ്ഷിപ്പ്. ഈ എലിവേറ്റഡ് നോക്കാം. തിയറി ഓഫ് കിങ്ഷിപ്പ്. ഈ എലിവേറ്റഡ് ദ സുൽത്താൻ സ്റ്റാറ്റസ് ഓഫ് സിൽസാഹി, ദ ഷാഡോ ഓഫ് സിൽസാഹി എന്തെന്നറിയപ്പെടുന്നത് സിലിൽഹായ്. അതൊന്ന് നോക്കണം. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ, അതായത് സില്ലിലാഹി, അത് ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. സിൽ-ഇലാഹി ഞാൻ ഒരുമിച്ചാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ടാണ് വായിക്കാൻ പറ്റാതെ. സിൽ-ഇൽ-ലാഹി ഇങ്ങനെ ആക്കണവേ. സിൽ-ഇലാഹി ഇങ്ങനെയാണ് എഴുതേണ്ടത്. സില്ലിലാഹി എന്ന് പറയുമ്പോൾ ഷാഡോ ഓഫ് ഗോഡ്, അതായത് ദൈവത്തിന്റെ ഒരു എന്താ പറയുന്നത്, നിഴല് പോലെ വർത്തിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ, ദ ഷാഡോ ഓഫ് ഗോഡ് എന്നുള്ള അർത്ഥത്തിൽ അല്ലെ, സിൽ-ഇലാഹി. അങ്ങനെ അദ്ദേഹം ഈ എലിവേറ്റഡ് ദ സ്റ്റാറ്റസ്, അദ്ദേഹം ഒരു എന്താ പറയുന്ന ഒരു ടൈറ്റിൽ അദ്ദേഹം സ്വയം സ്വീകരിച്ചു. ദൈവത്തിന്റെ നിഴൽ പോലെ വർത്തിക്കുന്നവൻ അർത്ഥത്തിൽ ഷാഡോ ഓഫ് ദ ഗോഡ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹം സ്വയം സ്വീകരിച്ചിരുന്ന പേരാണ് ഷാഡോ ഓഫ് ദി ഗോഡ് എന്നറിയാം. പിന്നെ അദ്ദേഹത്തെ വിളിക്കുന്ന മറ്റൊരു പേരായിരുന്നു ഉല്ലുഖാൻ. അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരെന്താണ്, ഉല്ലുഖാൻ എന്ന പേരിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നു. നിങ്ങൾ ദൈവത്തിന്റെ പ്രതിപുരുഷൻ, ഷാഡോ ഓഫ് ദ ഗോഡ് എന്ന അർത്ഥമുള്ള സിൽ-ഇ-ലാഹി എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചിരുന്നു. ബാൾബനെ 2ാം ഇൽബാരി വംശസ്ഥാപൻ, ദ സെക്കൻഡ് ഇൽബാരി ഫൗണ്ടർ എന്നറിയപ്പെടുന്നു. ഇദ്ദേഹത്തെ ഉല്ലുഖാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. സെക്കൻഡ് ഇൽബാരി സ്ഥാപകൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഈ ബിക്കേം ദ അയൺ മാൻ, ഏറ്റവും ക്രൂരനായിട്ട് ക്രൂവൽ റൂളർ ഓഫ് ദി ഇൽബാരി ഡൈനാസ്റ്റി, സെക്കൻഡ് ഇൽബാരി ഫൗണ്ടർ എന്നറിയപ്പെടുന്നു. വളരെ കാര്യം അതുകൊണ്ടാണ് റിജിഡ് ആയിട്ടുള്ള അദ്ദേഹം ഡിസിപ്ലിൻ സിസ്റ്റം ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ കോർട്ടിൽ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇനി നിയമത്തി ഖുദായി, റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ഗോഡ്, അതാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതിനിധി. നിയമത്തി ഖുദായ്, അത് ചോദിക്കും. നിയമത്തി ഖുദായ്, ദൈവത്തിന്റെ പ്രതിനിധി എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നു. ഡിസ്ട്രക്ഷൻ ഓഫ് ദ 40 ചഗൽഗാനി സിസ്റ്റത്തെ അദ്ദേഹം ഇല്ലായ്മ ചെയ്തു. ബ്രോക്ക് ദ പവർ ഓഫ് ദ തുർക്കിഷ് നോബിൾമാരുടെ, തുർക്കിഷ് പ്രഭുക്കന്മാരുടെ പവറിനെ അദ്ദേഹം നശിപ്പിച്ചുകൊണ്ട് ഈ ക്ലിക്ക് ദ പ്രീവിയസ്ലി ഡോമിനന്റഡ് സുൽത്താനേറ്റ് ടു എൻഷുർ ദ ത്രോൺ ഓഫ് സുപ്രമസി, മിലിറ്ററി റീഓർഗനൈസേഷൻ, സ്ട്രെങ്തനിങ് ആൻഡ് ദിവാനിയാറസ് മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ്, ഹിയറിംഗ് എ കാപ്പബിൾ കമാൻഡേഴ്സ് ടു സപ്രസ് ദ റിവോൾട്ട് ഇൻ ദ മേവാത്, ദോബ് ആൻഡ് ബംഗാൾ. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം തന്റെ മിലിറ്ററി അഡ്മിനിസ്ട്രേഷനെ റീഓർഗനൈസ് ചെയ്തു. പണ്ട് ആദ്യകാലത്ത് നിലനിന്നിരുന്ന തുർക്കിഷ് നോബിളിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അതിന്റെ സ്ഥാനത്ത് ദിവാനി അറസ് വരികയും ഇതിലൂടെ മിലിറ്ററി റീഓർഗനൈസേഷൻ, മിലിറ്ററി ഡിപ്പാർട്ട്മെന്റിനെ സ്ട്രെങ്തനിങ് ചെയ്യുകയും ഹിയറിംഗ് എ കാപ്പബിൾ കമാൻഡേഴ്സ്, ഇതിനൊരു കാപ്പബിൾ കമാൻഡേഴ്സിനെ ഒക്കെ വയ്ക്കുകയുണ്ടായിട്ടുണ്ട്. അതിനെ എന്തിനു വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാപ്പബിൾ കമാൻഡേഴ്സിനെ വയ്ക്കുന്ന എന്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഈ സപ്രസ് ദ മിനി റിവോൾട്ട് ഇൻ മേവാറിലെയും, മേവാർ, ദോബ് അല്ലെ, മേവാത്,
ദോബ്, ബംഗാളിലേക്ക് നിരവധി തരത്തിലുള്ള റിവോൾട്ടിനെയൊക്കെ തന്നെ മേവാറ്, ദോബ്, ബംഗാൾ ഇത്തരത്തിലുള്ള ഇന്റേണൽ ആയിട്ടുള്ളതും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരുപാട് മിലിറ്ററി പിന്നെ റിവോൾട്ടുകളെ അദ്ദേഹം സപ്രസ് ചെയ്തു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് കാപ്പബിൾ കമാൻഡേഴ്സ്. ഓക്കെ, അത്രയും നമുക്കൊന്ന് പഠിച്ചു പോകണം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ബാൾബനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പോയിന്റുകൾ. ഉല്ലുഖാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഉല്ലുഖാൻ അദ്ദേഹത്തിന്റെ പേരാണ്. ഇനി ഇദ്ദേഹത്തിന്റെ ചില സിസ്റ്റംസുകൾ, റിജിഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻ സിസ്റ്റം നോക്കാം. ഒരു സ്പൈ സിസ്റ്റം അദ്ദേഹം ഒരു പിന്നെ ചാര സംഘടനയെ അദ്ദേഹം ഏർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ക്രിയേറ്റ് എക്സ്റ്റൻസീവ് ഇൻഡിപെൻഡന്റ് സ്പൈ നെറ്റ്വർക്ക് ബാരിദ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ടു കീപ് ദ സുൽത്താൻ ഇൻഫോംഡ് അബൌട്ട് ദ പ്രൊവിൻഷ്യൽ ആൻഡ് നോബൽ ആക്ടിവിറ്റി. പ്രഭുക്കന്മാരുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ നടപ്പിലാക്കുന്നുണ്ടോ, ഒരു പ്രാദേശിക ഭരണ സംവിധാനം ശരിയായ വിധത്തിലാണോ നടപ്പിലാക്കുന്നത് എന്നൊക്കെ അറിയുന്നതിന് ചാര സംഘടന നിയമിച്ചിരുന്നു. ഈ ചാര സംഘടനയുടെ പേര് എന്തായിരുന്നു? ബാരിദ് എന്നായിരുന്നു. ലോ ആൻഡ് ഓർഡർ ആക്റ്റീവ്ലി സപ്രസ്ഡ് ബാൻഡിറ്റ് ആൻഡ് റോബറീസ് ഇൻ ദ റീജിയൻ സറൗണ്ട്സ് ഇൻ ദ ഡൽഹി എൻഷുറിംഗ് ഒരു സേഫ് ട്രേഡ് റൂട്ട്സ്, ഒരു ശരിയായ നിലത്തിലുള്ള ട്രേഡ് റൂട്ട്സ് സംവിധാനവും അല്ലെങ്കിൽ എന്റെ പ്രാദേശിക സ്വയംഭരണം ഒക്കെ ശരിയായ വിധത്തിൽ നടപ്പിലാക്കുന്നതെന്ന് അദ്ദേഹം അറിയുന്നത് ഈ ചാര സംഘടനയുടെ സഹായത്താണ്. ഹി ഓൾവേസ് മെയിൻറ്റൈനിങ് എ ലാൻഡ് ഓർഡർ. ഒരു ശരിയായിട്ടുള്ള ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ലാൻഡ് ഓർഡർ അദ്ദേഹം നടപ്പിലാക്കണമെങ്കിൽ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ചാര സംഘടനയും ഒരു മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ ഒക്കെ അദ്ദേഹത്തിന് വേണമോ. അപ്പൊ ആക്റ്റീവ്ലി സപ്രസ് ചെയ്ത, അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പുറത്തു നിന്നുള്ള ആക്രമണങ്ങളെയൊക്കെ അദ്ദേഹം ആക്റ്റീവ്ലി സപ്രസ് ചെയ്തിരുന്നു. ദ ബാൻഡിറ്റ് ആൻഡ് റോബറീസ് കള്ളന്മാരിൽ നിന്നും പിടിച്ചുപറിക്കാരന്മാരിൽ നിന്നും ഒക്കെ തന്നെ ട്രേഡ് റൂട്ട്സിനെയൊക്കെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? അദ്ദേഹം സപ്രസ് ചെയ്തിരുന്നു. മോവാത്ത്, ദോബ്, ബംഗാൾ എന്നിവിടങ്ങളിലേക്കുള്ള കലാപങ്ങളെയൊക്കെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? അടിച്ചമർത്തിരുന്നു. മേവാറ്, ദോബ് അവിടെ. അപ്പൊ ഇത്തരത്തിൽ അദ്ദേഹം ഒരു ചാര സംഘടന അദ്ദേഹം അറിയപ്പെടുന്ന പേര് ബാരിഡുകൾ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ചാര സംഘടന വിളിച്ചിരുന്ന പേരെന്താണ്? ബാരിഡുകൾ എന്നറിയപ്പെടുന്ന ഒരു ചാര സംഘടന അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? നിയമിച്ചിരുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ പ്രദേശത്തുള്ള പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള നിരവധി ആക്രമണങ്ങളെ പിടിച്ചുപറിക്കാരന്മാരിൽ നിന്നും കൊള്ളയടിക്കാരന്മാരിൽ നിന്നും ഒക്കെ തന്റെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രാജ്യത്തിന്റെ സുരക്ഷിതമായിട്ടുള്ള ഒരു വ്യാപാര സമുച്ചയം ഉറപ്പാക്കുന്നു എന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു. ഈ ബാൻഡിറ്റ് ആൻഡ് റോബറീസ് ഇൻ ദ റീജിയൻസ്, അദ്ദേഹത്തിന്റെ ബാൻഡിറ്റ് ചെയ്തിരുന്നു. അദ്ദേഹം ക്രമസമാധാനത്തെ അടിച്ചമർത്തുന്നതിൽ നിന്നും റോബറീസുകാരിൽ നിന്നൊക്കെ അല്ലെ ക്രമസമാധാനത്തെ ഇല്ലായ്മ ചെയ്തിരുന്ന ആരായിരുന്നു? ഈ പിടിച്ചുപറിക്കാരന്മാരായിരുന്നു. അപ്പൊ ഇവരെയൊക്കെ ഈ സപ്രസ് ദ ബാൻഡിറ്റ് ആൻഡ് റോബറീസ് ഇൻ ദ റീജിയൻ സറൗണ്ടിങ് ഡൽഹി ടു എൻഷുർ സേഫ് ട്രേഡ് റൂട്ട്സ്. അപ്പോൾ സേഫ് ആയിട്ടുള്ള ഒരു വ്യാപാര വാണിജ്യ ബന്ധം എന്റെ രാജ്യത്ത് നടപ്പിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രാദേശിക സ്വയംഭരണമൊക്കെ നടപ്പിലാക്കുന്നു എന്ന് തനിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ബാരിഡ്സ് ആൻഡ് ഒരു ആൾവേസ് മെയിൻറ്റെയിനിങ് എ ലാൻഡ് ഓർഡർ, ശരിയായ രീതിയിലുള്ള ലാൻഡ് ഓർഡർ അദ്ദേഹം മെയിൻറ്റെയിൻ, അങ്ങനെ സുരക്ഷിതമായിട്ടുള്ള ഒരു വ്യാപാര മാർഗം നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതായിരുന്നു. ഓക്കെ ആണല്ലോ. ഇനി ക്വാർട്ടർ റിഫോംസുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. പരിഷ്കാരങ്ങൾ. ക്വാർട്ടർ റിഫോംസ് ഇൻട്രൊഡ്യൂസ് ദ പേർഷ്യൻ കസ്റ്റംസ് ലൈക്ക് സിജിത. ഒരു പേർഷ്യൻ കസ്റ്റം ആയിട്ടുള്ള സിജിത സിസ്റ്റം എന്താണ്? പ്രോസ്ട്രേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. പ്രോസ്ട്രേഷൻ ആൻഡ് ഫോബീസ്. ഈ സിജിതയെ പ്രോസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. സിജിത മീൻസ് നമസ്കാരം. പ്രോസ്ട്രേഷൻ മീൻസ് നമസ്കാരം. പിന്നെ പൈബോസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? പൈബോസ് കിസിംഗ് ദ മൊണാർക്കിന്റെ രാജാവിന്റെ പാദം ചുംബിക്കുന്ന ഒരു ഏർപ്പാടായിരുന്നു പൈബോസ് എന്ന് പറയപ്പെടുന്നത്. സിജിത എന്ന് പറയുന്നത് ഒരു പ്രോസ്ട്രേഷൻ മീൻസ് നമസ്കാരം. ആൻഡ് സെലിബ്രേറ്റ് ദ നവറോസ് ടു പ്രോജക്ട് ഓഫ് പിന്നെ പവർ ആൻഡ് ഗ്യാരണ്ടീർ. അതായത് നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. അതായത് ഇത്തരത്തിലുള്ള നിജിത, അതായത് ഒരു സാഷ്ടാംഗ പ്രണാമം, അതായത് നമസ്കാരം, പിന്നെ പൈബോസ് തുടങ്ങിയ പേർഷ്യൻ ആചാരങ്ങളൊക്കെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? നടപ്പിലാക്കി ഉണ്ടായിട്ടുണ്ട്. ഈ കസ്റ്റംസ് ലൈക്ക് സിജിത ആൻഡ് പൈബോസ്. പ്രോസ്ട്രേഷൻ മീൻസ് നമസ്കാരം അല്ലെങ്കിൽ സാഷ്ടാംഗ പ്രണാമം. ആരെ? നമ്മുടെ രാജാവിനോടുള്ള സാഷ്ടാംഗമായിട്ടുള്ള പ്രണാമം അർപ്പിക്കുക, അതാണ് സിജിത എന്നറിയപ്പെടുന്നത്. ഇതൊക്കെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എന്നിവ അദ്ദേഹം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയായിരുന്നു. പിന്നെ ദിവാനി അറസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സെലിബ്രേറ്റ് ദ നവറോസ് ആൻഡ് ടു പ്രൊട്ടക്ട് ദ പവർ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമായിരുന്നു നവറോസ് സിസ്റ്റം അല്ലെ. നവറോസ് സിസ്റ്റത്തെ അദ്ദേഹം വിപുലീകരിക്കുകയുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ. അപ്പൊ നവറോസ് എന്ന പേരിൽ ഒരു പുതുവത്സര ആഘോഷം തുടങ്ങിയതും ആരായിരുന്നു? ഈ സെലിബ്രേറ്റ് നവറോസ് ടു പ്രൊജക്ട് പവർ ആൻഡ് ഗ്യാരണ്ടിയർ എന്ന് വെച്ചാൽ വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പുതുവത്സര ആഘോഷത്തിന്റെ പേരാണ് നവറോസ്. ഈ സിസ്റ്റം വളരെ ഗ്രാൻഡിയർ മീൻസ് വളരെ എക്സ്പാൻഷൻ ആയിട്ട് വളരെ വിപുലീകരിച്ചുകൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ളത് ആരായിരുന്നു?
പിന്നെ നമ്മുടെ ബാൾബനായിരുന്നു അല്ലെ. അപ്പൊ അത് പഠിക്കണം. അപ്പൊ ഇത്രയും സിസ്റ്റങ്ങളാണ് സിജിത, പൈബോസ്, പിന്നെ നൗറോ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇനി ആർക്കിടെക്ചർ ലെഗസി ഏതായിരുന്നു? സ്റ്റോം ബിൻ മെഹ്റോൾ ഈ സിഗ്നിഫിക്കന്റ് ഇൻ ദ ഫസ്റ്റ് സിഗ്നിഫിക്കന്റ് ഇൻ ദി അദ്ദേഹത്തിന്റെ ടോംബ് എവിടെ ആയിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്? മെഹ്റോളിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ടോംബ് സ്ഥിതി ചെയ്തിരുന്നത്. മെഹ്റോളി അതെടുത്ത് നോക്കണം, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ശവകുടീരം മെഹ്റോളിയിലാണ് സ്ഥിതി ചെയ്തിരുന്നത്, ഡൽഹിയിലെ മെഹ്റോളിയില്. ഓക്കെ, അത് ഒരു വലിയൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ ടോംബ് ഇൻ ഇന്ത്യ ആൾസോ. ഏറ്റവും വളരെ പ്രധാനമായിട്ടുള്ള ഒരു ടോംബായിരുന്നു. അദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന മെഹ്റോളി ഡൽഹിയിലായിരുന്നു. അപ്പോ ബാൾബന്റെ ശവകുടീരത്തിന് ഒത്തിരി പ്രത്യേകത ഉണ്ട്. വളരെ ഒരു ആർക്കിടെക്ചർ ലെഗസി ആയിരുന്നു. വൺ ഓഫ് ദ സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇതിന്റെ ഒരു വൺ ഓഫ് ദി മെഹ്റോളി ഈസ് ആൻഡ് സിഗ്നിഫിക്കന്റ് ആർക്കിടെക്ചർ ലെഗസി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ഇവിടെ എഴുതി ചേർക്കേണ്ടത് ആർക്കിടെക്ചർ ലെഗസി കേട്ടോ. ഒരു ആർക്കിടെക്ചർ ലെഗസിക്ക് ഉദാഹരണമായിരുന്നു അദ്ദേഹത്തിന്റെ മെഹ്റോളി ഡൽഹിയിലെ ടോംബ്. അതും അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇത്രയും കിട്ടിയിട്ടുണ്ടല്ലോ. ഇത്രയുമാണ് നമ്മൾ ഇൽബാരി ഡൈനാസ്റ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കി പോവേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ അടുത്തൊരു പാർട്ടിലേക്കും കൂടെ ഒന്ന് കടന്നു പോകണം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇൽബാരി ഡൈനാസ്റ്റി. അപ്പൊ നമ്മളെല്ലാം പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ തുഗ്ലക് ഡൈനാസ്റ്റിയിലേക്ക് കടക്കുകയാണ്. അപ്പൊ നമ്മൾ തുഗ്ലക് ഡൈനാസ്റ്റിയിലേക്ക് കടക്കുമ്പോൾ ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ് ഫൗണ്ടർ എന്നറിയപ്പെടുന്നത്. ദെൻ വന്നിട്ട് മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്, ദൗലത്ത് ഖാൻ, അബൂബക്കർ ഷാ, നസറുദ്ദീൻ മുഹമ്മദ് ഷാ തേർഡ്, അലാവുദ്ദീൻ സിക്കന്ദർ ഷാ, മുഹമ്മദ് നസറുദ്ദീൻ നൗസറത് ഷാ തുഗ്ലക്, നസറുദ്ദീൻ മുഹമ്മദ്. ഇവരെല്ലാവരെയും പഠിച്ചു പോകുന്നത് വലിയ പ്രയാസമാണെങ്കിലും ഒന്ന് പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഗിയാസുദ്ദീൻ തുഗ്ലക് ഈസ് ഓൺലി എ ഫൗണ്ടർ. പിന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ പഠിക്കണം. പിന്നെ അതിൻ്റെ അകത്ത് നിങ്ങൾ പഠിച്ചു പോകേണ്ടിയിട്ടുള്ളത് ആരായിരിക്കും? ഫിറോസ് ഷാ തുഗ്ലക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് കേട്ടോ. ഇവരെയാണ് നമ്മൾ ഇത്രയും നോക്കി പോകേണ്ടത്. ഇനി ഫൈനൽ റൂളർ എന്ന് ചോദിക്കുകയാണെങ്കിൽ നസറുദ്ദീൻ മുഹമ്മദാണ്. അപ്പോൾ തുഗ്ലക് ഡൈനാസ്റ്റിയുടെ തുടക്കക്കാരൻ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ് കേട്ടോ. ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെയാണ് നമ്മൾ പഠിച്ചു പോകേണ്ടിയിട്ടുള്ളത്. അപ്പൊ തുഗ്ലക് ഡൈനാസ്റ്റി. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഓർഡർലി പഠിച്ചു പോവാണെങ്കിൽ തുഗ്ലക് ഡൈനാസ്റ്റി അല്ല ഞാനിവിടെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, തെറ്റിദ്ധരിക്കേണ്ട കാര്യം. നിങ്ങൾ ചിന്തിക്കും നമ്മൾ സെക്കൻഡ് വരുന്ന കിൽജി ഡൈനാസ്റ്റി കണ്ടിട്ട് 1290 മുതൽ 30 വരെ. അപ്പൊ ഞാനിത് ആദ്യം തുഗ്ലക് ഇവിടെ കൊണ്ടുവന്നത് തുഗ്ലക് എന്നേ ഉള്ളൂ, പക്ഷെ അടുത്ത നെക്സ്റ്റ് വരുന്നത് കിൽജി ഡൈനാസ്റ്റിയാണ്. അപ്പൊ നമുക്ക് തുഗ്ലക് പഠിച്ചിട്ട് കിൽജിയിലേക്ക് പോകാം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണല്ലോ തുഗ്ലക് ഡൈനാസ്റ്റി, അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇതിന്റെ തുടക്കക്കാരൻ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. പിന്നെ ഒരു മോസ്റ്റ് പ്രോമിനന്റ് മുഹമ്മദ് ബിൻ തുഗ്ലക്. അപ്പൊ തുടക്കക്കാരൻ ഫൗണ്ടർ ആരായിരുന്നു? ഗിയാസുദ്ദീൻ. ഞാനിവിടെ കാണിച്ചല്ലോ ആരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ് ഫൗണ്ടർ എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഗാസി മാലിക് എന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത്. എന്താണ്? ഗാസി മാലിക് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് തുഗ്ലക്കാബാദ് എന്നറിയപ്പെടുന്ന ഒരു നഗരം അദ്ദേഹം പണി കഴിപ്പിച്ചതാണ്. തുഗ്ലക്കാബാദ് എന്നറിയപ്പെടുന്ന ഒരു ടൗൺ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. അദ്ദേഹത്തിലേക്ക് ഒന്ന് പോവാം. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ജുനാ ഖാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ്? ജുനാ ഖാൻ. ഇതൊക്കെ ചോദിക്കും കേട്ടാ. ജുനാ ഖാൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഗാസി മാലിക് എന്നറിയപ്പെടുന്നത് പിന്നെ ഗിയാസുദ്ദീൻ തുഗ്ലക്. പിന്നെ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് ജുനാ ഖാൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പീരീഡ് 1327 ആയിരുന്നു അദ്ദേഹത്തിന്റെ പീരീഡ് ആരംഭിച്ചത്. 1320, ചില ബുക്കിൽ 25 ഒന്നും ഉണ്ട്, തെറ്റിയല്ലേ. 25 to 1351. അതിൽ ചില ബുക്കുകൾ 1327 എന്നും ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് പഠിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, തെറ്റിദ്ധരിക്കാതെ പഠിക്കണം. 1325, 1351 ടെസ്റ്റ് ബേസ് എന്നാണ് ഞാൻ ഇത് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ഈ അദ്ദേഹത്തിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്താ? ബുദ്ധിമാനായ വിഡ്ഢി എന്നാണല്ലോ അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു ആദ്യത്തെ റിഫോംസ് എന്ന് അറിയപ്പെടുന്നത് അദ്ദേഹം തന്റെ ക്യാപിറ്റൽ ഡൽഹിയിൽ നിന്നും ദൗലത്താബാദിലേക്ക് മാറ്റി, ദേവഗിരിയിലേക്ക് മാറ്റി. ഡൽഹി ടു ദേവഗിരി അല്ലെങ്കിൽ ദൗലത്താബാദ്, ഒരു പുതിയ നഗരമൊക്കെ തന്നെ അദ്ദേഹം പണി കഴിപ്പിച്ച അതിന്റെ പേരാണ് ദൗലത്താബാദ്. ദേവഗിരിയാണ് ദൗലത്താബാദ് എന്ന് റീനെയിം ചെയ്തിട്ടുള്ളത്. ഇൻ ദ ഡെക്കാൻ ടു സെൻട്രലൈസ്ഡ് കൺട്രോൾ ഓവർ ഹിസ് എക്സ്പാൻഡിങ് എംപയർ. അദ്ദേഹത്തിന്റെ എംപയറിനെ എക്സ്പാൻഡിങ് ചെയ്യുക, ഒരു സെൻട്രലൈസ്ഡ് ഭരണം കൊണ്ടുവരിക, ഇതിനൊക്കെ ഭാഗമായിട്ടാണ് ഡൽഹിയെ ക്യാപിറ്റൽ ഡൽഹിയിൽ നിന്നും ദൗലത്താബാദിലേക്ക് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? മാറ്റിയിട്ടുള്ളത്. അപ്പൊ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ എന്താ പറയുന്നത്, അദ്ദേഹം സ്ഥാപിച്ചൊരു നഗരമാണ് ജഗൻപാന. എന്താണ്? ജഗൻപാന. അത് നോക്കിക്കോണമേ. ജഗൻപാന.
ജഗൻപാന. ജഗൻപാന ആരായിരുന്നു? ജഗൻപാന, ജഹൻപന. അപ്പൊ ജഹൻപന എന്നറിയപ്പെടുന്ന ഒരു ടൗൺ കൺസ്ട്രക്ട് ചെയ്തത്, അത് ചോദിക്കും മിക്കവാറും സ്റ്റേറ്റ്മെന്റ് ബേസ് ആയിട്ടെങ്കിലും ചോദിക്കും. ജഹൻപന എന്നറിയപ്പെടുന്ന ഒരു ടൗൺ കൺസ്ട്രക്ട് ചെയ്തത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ജഹൻപന അത് ഒന്ന് നോക്കി വെച്ചോണം. ജഹൻപന എന്നറിയപ്പെടുന്ന ഒരു ടൗൺ കൺസ്ട്രക്ട് ചെയ്തത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന്റെ പീരീഡ് 1325 മുതൽ 1351 വരെയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്. ഇനി ഇദ്ദേഹത്തിന്റെ വലിയൊരു പ്രത്യേകത എന്താണ്? അദ്ദേഹം ക്യാപിറ്റലിനെ ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക്, അതായത് ദേവഗിരിക്കാണ് ദൗലത്താബാദ് എന്നൊരു റീനെയിം ചെയ്തു. ഈ ദേവഗിരിയാണ് പിൽക്കാലത്ത് ദൗലത്താബാദ് എന്ന് അദ്ദേഹം റീനെയിം ചെയ്തു. ഇതെല്ലാം പോയിന്റുകളാണ്. ഡെക്കാൻ ടു സെൻട്രലൈസ്ഡ് കൺട്രോൾ ഓവർ ദ എക്സ്പാൻഡിംഗ് എംപയർ. വെൽ സിറ്റി വാസ് വെൽ പ്ലാനഡ് ആൻഡ് ഫോഴ്സ്ഡ് മൈഗ്രേഷൻ കോസ്ഡ് ഇമ്മൻസി സഫറിംഗ് ആൻഡ് ലോജിസ്റ്റിക് ഫെയിലുവർ ലീഡിംഗ് ടു റിവൈസൽ ഓഫ് ദ ഡിസിഷൻ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ, അതായത് ഡൽഹിയിൽ നിന്ന് ക്യാപിറ്റൽ ദേവഗിരിയിലേക്ക് പോകുന്ന സമയത്ത് ആൾക്കാരെല്ലാം ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് എന്ത് ചെയ്തു? അത് വളരെ വലിയൊരു കഷ്ടത്തിലേക്ക് വഴിതെളിച്ചു. കാര്യം ഒരുപാട് ആൾക്കാർ വഴി പോകുന്നതിനിടയിൽ തന്നെ മരണപ്പെട്ടു പോയി. കാര്യം ഒത്തിരി ദൂരം ഉള്ള സ്ഥലത്തേക്ക് തന്നെ നടന്ന് നീങ്ങാണ് ആൾക്കാരെല്ലാം. അങ്ങനെ മൈഗ്രേഷൻ, ഈ ഫോഴ്സ്ഡ് ടു മൈഗ്രേഷൻ ചെയ്തുകൊണ്ടാണ് അങ്ങനെ പോയത്. ഇങ്ങനെ ഇമ്മൻസി സഫറിംഗ് ഒക്കെ ഉണ്ടായി. ഒരു ലോജിസ്റ്റിക് ഫെയിലുവർ ആയിരുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? തിരിച്ച് അദ്ദേഹം ദേവഗിരിയിൽ നിന്നും തിരിച്ച് എങ്ങോട്ട് പോയി? ആ ദേവഗിരിയിൽ നിന്നും തിരിച്ച് ഡൽഹിയിലേക്ക് തന്നെ ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഒന്നാമത്തെ ഒരു ഫെയിലുവർ എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ പീരീഡിനെ എടുത്തു പറയേണ്ടിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു പോയിന്റുകളും കൂടി നിങ്ങളൊന്ന് നോക്കി പോവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ അഗ്രേറിയൻ റിഫോംസ്, അത് നമ്മൾ ആരും നോക്കാതെ പോകുന്നതായിരിക്കും. അഗ്രേറിയൻ റിഫോംസ്, ടോക്കൺ കറൻസി നമ്മൾ പോകും. അതിനു മുമ്പ് അഗ്രേറിയൻ റിഫോംസ് ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ദ റിഫോംസ് ടു ഇംപ്രൂവ് റവന്യൂ, അതായത് വരുമാനത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ള ഭാഗമായിട്ട് ഇൻക്ലൂഡിംഗ് സെറ്റിംഗ് അപ്പ് ദ ദിവാനി കോഹി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്, ഈ ബൂസ്റ്റ് കൾട്ടിവേഷൻ, ഒരു പിന്നെ റവന്യൂ ഇൻകം വർദ്ധിപ്പിക്കുകയാണല്ലോ അദ്ദേഹത്തിന് വലിയ ലക്ഷ്യം. അത് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹം സ്ഥാപിച്ചു. അതിന്റെ പേരാണ് ദിവാനി കോഹി എന്നറിയപ്പെടുന്ന ഒരു ബൂസ്റ്റിംഗ് ഇറിഗേഷൻ, ഒരു കൾട്ടിവേഷനെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കുക. അതിന്റെ ഭാഗമായിട്ട് ദിവാനി കോഹി എന്ന പേരിൽ ഒരു അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് തന്നെ അദ്ദേഹം സ്ഥാപിച്ചു. ഇൻട്രൊഡ്യൂസ്ഡ് ദ സോൺധർ, അത് അഗ്രികൾച്ചർ ലോൺ, ഒരു ആ അഗ്രികൾച്ചർ ലോണിനെ വിളിക്കുന്ന പേരാണ് സോൺധർ എന്നറിയപ്പെടുന്ന ഒരു അഗ്രികൾച്ചർ ലോൺ. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അദ്ദേഹം ഒരു അഗ്രികൾച്ചർ ലോൺ നടപ്പിലാക്കി. ആ ലോണിന്റെ പേരെന്തായിരുന്നു? സോൺധർ അറിയപ്പെടുന്ന ഒരു അഗ്രികൾച്ചർ ലോൺ അദ്ദേഹം എന്ത് ചെയ്തു? നടപ്പിലാക്കിയത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. സോൺധർ, ഓക്കെ, അത് അദ്ദേഹത്തിന്റെ ഒരു പീരീഡിലാണ് സോൺധർ എന്നറിയപ്പെടുന്ന ഒരു അഗ്രികൾച്ചർ ലോണ് അദ്ദേഹം നടപ്പിലാക്കിയത്. സോൺധർ, അതൊന്ന് നോക്കി പോണം. സോൺധർ എന്നറിയപ്പെടുന്ന ഒരു അഗ്രികൾച്ചർ ലോണ് അദ്ദേഹം എന്ത് ചെയ്ത്? നടപ്പിലാക്കിയത്. പിന്നെ അദ്ദേഹം ഒരു പുതിയ നഗരം പണി കഴിപ്പിച്ചു എന്ന് പറഞ്ഞു. എന്താണ്? ജഹൻപാന എന്നറിയപ്പെടുന്ന ഒരു നഗരം പണി കഴിപ്പിച്ചു. സോൺധർ എന്ന പേരിലൊരു അഗ്രികൾച്ചർ ലോൺ അദ്ദേഹം നടപ്പിലാക്കി. കേട്ടോ, അഗ്രികൾച്ചർ ലോൺ ടു ഹെൽപ്പ് ദ പേഴ്സൺസ്, പിന്നെ ആൾദോ ഹിസ് ഷാർപ്പ് ഇൻക്രീസ് ഇൻ ടാക്സേഷൻ ഓഫ് ദോബർ റീജിയൻ 10 to 20 times കോസ് ദ ബ്രിട്ടീഷ് റിവോൾട്ട്. അപ്പോൾ എന്താണ് ഈ ഇങ്ങനെ ഒരു സോൺധർ എന്നറിയപ്പെടുന്ന ഒരു നയം നടപ്പിലാക്കിയതിന്റെ ഫലമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഒരുപാട് തരത്തിലുള്ള ആക്രമണ പരിപാടികൾ അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്ത് ചെയ്തു? ഈ സോൺധർ എന്നറിയപ്പെടുന്ന ഒരു പുതിയ അഗ്രികൾച്ചർ നയം നടപ്പിലാക്കുകയും അഗ്രികൾച്ചറിനെ പരിഷ്കരിക്കുക എന്നതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഈ സോൺധർ എന്നറിയപ്പെടുന്ന ഒരു പുതിയ വായ്പാ സമ്പ്രദായം അദ്ദേഹം ധോബിൽ കൊണ്ടുവന്നു. അപ്പോൾ ധോബില് ഇത്തരത്തിലുള്ള നികുതി അദ്ദേഹം 10 നിന്ന് 20 തവണയായിട്ട് ഉയർത്തി. അങ്ങനെ ഈ കുത്തനെ ഉണ്ടാകുന്ന എന്താ ടാക്സേഷന്റെ വർധനവ് ജനങ്ങളുടെ ഇദ്ദേഹത്തിനെതിരെ റിവോൾട്ടിന് വഴിതെളിപ്പിച്ചു. ഇത് മനസ്സിലായത് അദ്ദേഹത്തിന്റെ ഒരു ഫെയിലുവർ ആയിരുന്നു ആക്ച്വലി. അപ്പോൾ സോൺധർ മീൻസ് അദ്ദേഹം നടപ്പിലാക്കിയ ഒരു എന്താ ചെയ്യുന്ന ഒരു അഗ്രികൾച്ചർ ലോണിന്റെ പേരാണ് ഹെൽപ്പ്. ഇത് അദ്ദേഹം പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടായിരുന്നു. ആൾദോ ഹി ഷാർപ്പിംഗ്, പക്ഷെ അദ്ദേഹം അതിന്റെ ഇടയ്ക്ക് ടാക്സേഷൻ 10 നിന്ന് 20 ടൈംസ് ആയിട്ട് ഉയർത്തി വർദ്ധിപ്പിച്ചു ദോബർ റീജിയൻ. ഇത് ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആക്രമണത്തിന് വഴിതെളിച്ചു. ഇൻഫ്രാസ്ട്രക്ചർ, പബ്ലിക് വെൽഫെയർ, ഒരു പബ്ലിക് വെൽഫെയർ സിസ്റ്റം അദ്ദേഹം കൊണ്ടുവന്നു. ഈ ബിൽഡ് ദ സിറ്റി ഓഫ് ജഹാൻപന, ഞാൻ നേരത്തെ പറഞ്ഞു. പബ്ലിക് വെൽഫെയറിന് വേണ്ടിയിട്ട്, ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പരിപാടികൾ അദ്ദേഹം ആസൂത്രണം ചെയ്തു. അതിലൊന്നാണ് അദ്ദേഹം നടപ്പിലാക്കിയ ഒരു പുതിയ ഒരു ടൗൺ പണി കഴിപ്പിച്ചു, ജഹാൻപന. ദ ഫോർത്ത് സിറ്റി ഓഫ് ദ ഡൽഹി, ഡൽഹിയിലെ ഫോർത്ത് സിറ്റി ആയിരുന്നു ജഹാൻപന. ആൻഡ് ദ ഫോർട്ട് ഓഫ് അലഹബാദ്, ആദിലാബാദ്, ദ ഫോർട്ട് ഓഫ് ആദിലാബാദ്. ഈ ആൾസോ എസ്റ്റാബ്ലിഷ് ദ ഹോസ്പിറ്റൽസ്, ദാറുൽ ഷിഫ ആൻഡ് സപ്പോർട്ടഡ് പബ്ലിക് വർക്ക്സ്. ഇതൊക്കെ ചിലപ്പോൾ അറിഞ്ഞുകൂടാതെ പോകുന്ന കാര്യങ്ങളായിരിക്കും. ഇതൊക്കെ ചോദിക്കുമ്പോൾ മിക്കവാറും നമ്മൾ എഴുതുന്നത് ഏതായിരിക്കും എന്ന് അറിയാമോ? ഇതെല്ലാം ഫിറോസ് ഷാ തുഗ്ലക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. പക്ഷെ അങ്ങനെ പഠിക്കരുത്. ഇതെല്ലാം മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നടപ്പിലാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ സോൺധർ എന്നറിയപ്പെടുന്ന ഒരു അഗ്രികൾച്ചർ ലോൺ നടപ്പിലാക്കിയത്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ജഹാൻപനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡൽഹിയിലെ 4ാമത്തെ നഗരമായിരുന്നു. ആദിലാബാദ് ഫോർട്ട് നിർമ്മിച്ചത് അദ്ദേഹമായിരുന്നു. നിരവധി ആശുപത്രികളൊക്കെ തന്നെ അദ്ദേഹം നിർമ്മിച്ചു. അതിലൊന്നാണ് ദാരുൽ ഷിഫ.
ദാറുൽ ഷിഫ എന്നറിയപ്പെടുന്ന ഒരു എസ്റ്റാബ്ലിഷ് ഹോസ്പിറ്റൽ, ആൾസോ എസ്റ്റാബ്ലിഷ് ഹോസ്പിറ്റൽ ദാറുൽ ഷിഫ ആൻഡ് സപ്പോർട്ട് ദ പബ്ലിക് വർക്ക്സ്. പിന്നെ പബ്ലിക് വർക്കുകൾ, പൊതുപ്രവർത്തനങ്ങളൊക്കെ തന്നെ അദ്ദേഹം പിന്തുണച്ചു. ദാറുൽ ഷിഫ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, അത് നമ്മളൊന്ന് നോക്കി പോവേണ്ടതായിട്ടുണ്ട്. ഇനി ഇദ്ദേഹത്തിന്റെ ടോക്കൺ കറൻസി സിസ്റ്റം കൂടി നമുക്കൊന്ന് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഇതും ഒരു ഫെയിലിയർ ആയിരുന്നു, അദ്ദേഹം നടപ്പിലാക്കിയ ടോക്കൺ കറൻസി സിസ്റ്റം. അപ്പൊ അത് നമുക്കൊന്ന് നോക്കി പോകാം. എന്തായിരുന്നു ഏകദേശം ടോക്കൺ കറൻസി അദ്ദേഹം നടപ്പിലാക്കി 1330 കേട്ടോ. 1330 അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ടോക്കൺ കറൻസി സിസ്റ്റം നടപ്പിലാക്കിയത്. അപ്പൊ അദ്ദേഹം അത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടം 1325 മുതൽ 1351 തെറ്റിപ്പോരുത്, 1300. അപ്പൊ മറ്റൊരു കാലഘട്ടം കൂടെ ഞാനൊന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അത് അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടമാണ്. അലാവുദ്ദീൻ ഖിൽജി തെറ്റിപ്പോരുത്. അലാവുദ്ദീൻ ഖിൽജിക്ക് ശേഷമാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് വരുന്നത്. അപ്പൊ ഞാൻ ആ പീരീഡ് ഒന്നും കൂടെ പറഞ്ഞു പോകാം, പീരീഡ് തെറ്റിപ്പോവാതിരിക്കട്ടെ. അതായത് നമ്മുടെ ലാസ്റ്റ് സുൽത്താനായിട്ടുള്ള ഇൽബാരി ഡൈനാസ്റ്റിയുടെ അവസാനം 1287 നമുക്ക് കൂട്ടാം. അതിനുശേഷം 1290 മുതൽ 1320 വരെ ഭരിച്ച അലാവുദ്ദീൻ ഖിൽജിയാണ്. അപ്പൊ അലാവുദ്ദീൻ ഖിൽജിക്ക് ശേഷമാണ് പിന്നെ ആര് വരുന്നത്, തുഗ്ലക് ഡൈനാസി, നമ്മുടെ ഗിയാസുദ്ദീൻ തുഗ്ലക്ക് വരുന്നത് 1320 മുതൽ 1325 വരെ. അതിന്റെ ഇടയിൽ ഇനി തെറ്റാതിരിക്കട്ടെ, അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടം ആണ് ഇനി നമ്മൾ പഠിക്കേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ ഈ എഴുതിയതിന്റെ പ്രശ്നമാണ് അങ്ങനെ വന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതൊന്ന് മനസ്സിലാക്കി പഠിച്ചോണമേ. അപ്പോൾ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടം 1325 മുതൽ 1351 വരെയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഗിയാസുദ്ദീൻ തുഗ്ലക്ക് 1320 മുതൽ 1325 വരെ, തെറ്റിപ്പോലെ. പിന്നെ നമ്മൾ അതിന്റെ ഇടയിൽ പറഞ്ഞു പോയത് ഖിൽജി ഡൈനാസ്റ്റി 1290 1290 1296 ഇടയിൽ ആരായിരുന്നു, ജലാലുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ 1296 1316 അലാവുദ്ദീൻ ഖിൽജി. ആ ഇയറുകൾ ഞാൻ ഒന്നും കൂടി ഒന്ന് ആലോചിപ്പിച്ച് തരാം, അവിടെ ഒന്നും മറക്കാതെ പോട്ടെ. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് അറിയാലോ. അതായത് ഞാൻ ഇൽബാരി ഡൈനാസ്റ്റി കഴിഞ്ഞിട്ട് മുഹമ്മദ് ബിൻ തുഗ്ലക്കിലേക്കാണ് ഡയറക്ട്ലി കടന്നു പോയത്. അതിപ്പോ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റ് വരരുത്. 1325 മുതൽ 1351 വരെ മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്, തുഗ്ലക് ഡൈനാസ്റ്റി. അതായത് ഖിൽജിക്ക് ശേഷമാണ് തുഗ്ലക് ഡൈനാസ്റ്റി വരുന്നത്. ഞാൻ ഇങ്ങനെ ഒരുമിച്ച് ഇത് പറഞ്ഞതേ ഉള്ളൂ, അപ്പൊ അതൊന്നും കൂടെ ആലോചിപ്പിച്ചതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ഇദ്ദേഹത്തിന്റെ ടോക്കൺ കറൻസി ഒന്ന് നോക്കാം. ഇദ്ദേഹത്തിന്റെ പീരീഡ് 1325 മുതൽ 1351 വരെ. ടോക്കൺ കറൻസി 1330 നടപ്പിലാക്കിയത്. ടു അഡ്രസ് ദ ഷോർട്ടേജ് ഓഫ് സിൽവർ, കാര്യം ഷോർട്ടേജ് ഓഫ് സിൽവർ, തുഗ്ലക്ക് ഇൻട്രൊഡ്യൂസ് ദ ബ്രാസ് ആൻഡ് കോപ്പർ കോയിൻസ് ഓഫ് ലീഗൽ ടെൻഡർ, ഡിസൈൻ ടു ഹാവ് ദ സെയിം വാല്യൂ ആസ് ദ ഗോൾഡ് ആൻഡ് സിൽവർ. ഗോൾഡിനും സിൽവറിനും സെയിം വാല്യൂ ഉള്ള ബ്രാസും കോപ്പർ കോയിൻസും അദ്ദേഹം അടിച്ചിറക്കി. അപ്പൊ ജനങ്ങൾ എല്ലാവരും എന്ത് ചെയ്തു, ഇത് കൂടുതലായിട്ട് അടിച്ചിറക്കാൻ തുടങ്ങി. അപ്പൊ അതിന്റെ വില ഇല്ലാതായി, അല്ലെ, മൂല്യം നഷ്ടപ്പെട്ടു. ഹവർ ദ ഫെയിലിയർ ടു പ്രിവെന്റ് പ്രൈവറ്റ് ഫോർഗറി ലെഡ് ടു എക്കണോമിക് ബീങ് ഇൻഫ്ലട്ടഡ് വിത്ത് ഫേക്ക് കോയിൻസ്. ഫേക്ക് ആയിട്ടുള്ള കോയിൻസ് ജനങ്ങളെല്ലാം ചെന്ന് എന്ത് ചെയ്തു, കൂടുതലായിട്ട് ഇഷ്യൂ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹം ചെമ്പ് നാണയം അല്ലെങ്കിൽ ചെമ്പ്, പിന്നെ അതായത് വെള്ളിയുടെ ക്ഷാമം, ആക്ച്വലി അദ്ദേഹം ഇങ്ങനെ കൊണ്ടാക്കിയതിന്റെ ഉദ്ദേശം എന്താണ്, സിൽവറിന്റെയും ഗോൾഡിന്റെയും ഒക്കെ ക്ഷാമം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അതേ മൂല്യമുള്ള ബ്രാസും കോപ്പർ കോയിൻസും അദ്ദേഹം ഇഷ്യൂ ചെയ്തു. ഇതിന്റെ ഫലമായിട്ട് ജനങ്ങൾ എല്ലാവരും തന്നെ എന്ത് ചെയ്തു, ഈ കോയിൻസ് ഒക്കെ പിന്നെ ഫേക്ക് ആയിട്ടുള്ള കോയിൻസുകളൊക്കെ തന്നെ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങി. ഇത് സാമ്പത്തിക ക്രയവിക്രയത്തിലൊക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, ഇൻസ്റ്റബിലിറ്റി ഓഫ് എക്കണോമിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കുന്നതിന് ഇടയാക്കി. മനസ്സിലായിട്ട്. അപ്പൊ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ ചെമ്പ് നാണയങ്ങളായിട്ടുള്ള ദിനാർ, ആദലി, ശ്രദ്ധിക്കുക, അന്നത്തെ ചെമ്പ് നാണയങ്ങളുടെ പേരെന്താണ്, ദിനാറും അദലി. ദിനാർ ആൻഡ് അദലി, അതൊന്ന് നോക്കിപ്പോണം. ദിനാറും അദലി എന്നറിയപ്പെടുന്ന ചെമ്പ് നാണയങ്ങൾ, ചെമ്പിന്റെ പേരാണ് ദിനാറും അദലി. വളരെ ശ്രദ്ധിക്കുക, ചെമ്പ് നാണയങ്ങളാണ്. അപ്പൊ ഗോൾഡിനും സിൽവറിന്റെ മൂല്യം വളരെ കൂടുതലാണ്. അപ്പൊ പിന്നെ ആ ഒരു ക്ഷാമം എന്താ പറയുക, പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തുള്ള ആണ് അദ്ദേഹം അതേ മൂല്യമുള്ള ബ്രാസിലും കോപ്പറിലുമുള്ള കോയിൻസ് ഇഷ്യൂ ചെയ്തു. പക്ഷെ ജനങ്ങൾ എന്ത് ചെയ്തു, ഇതേ ഉള്ളത് കൊണ്ട് തന്നെ അവരെല്ലാവരും ഫേക്ക് ആയിട്ടുള്ള കോയിൻസ് ഇഷ്യൂ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അത് സാമ്പത്തികപരമായിട്ടുള്ള എക്കണോമിക്കലായിട്ടുള്ള ഇൻസ്റ്റബിലിറ്റി വരുത്തി വെക്കുക. അങ്ങനെ തിരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു, ഒന്നും കൂടി ഗോൾഡും സിൽവർ കോയിനുകൾ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ വെള്ളിയുടെ ദൗർലഭ്യം മൂലം വെള്ളി നാണയങ്ങൾക്ക് പകരം അതേ മൂല്യമുള്ള ചെമ്പ് നാണയങ്ങൾ ഇടയാക്കി. ഇത് മൂല്യശോഷണത്തിന് ഇടയാക്കി. അദ്ദേഹം തിരിച്ച് ഈ പദ്ധതി പരാജയമെന്ന് കണ്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ചെമ്പ് നാണയങ്ങൾക്ക് പകരം വെള്ളി നാണയങ്ങൾ തന്നെ ഒന്നും കൂടി വെള്ളിയും ഗോൾഡ് കോയിനുകളും അദ്ദേഹം റീഓർഗനൈസ് ചെയ്തു, കോയിൻഡ് ചെയ്തു.
ഓക്കെ, ഇതായിരുന്നു 1330 മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നടപ്പിലാക്കിയ ടോക്കൺ കറൻസി. അപ്പം നമ്മൾ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ മിക്കവാറും എല്ലാ ഭരണ പരിഷ്കാരങ്ങളും ഇവിടെ പഠിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ലിറ്ററേച്ചർ വർക്കും ഫിഗറും ഒക്കെ തന്നെ ഞാൻ യൂണിറ്റ് 2 പറഞ്ഞു പോയിട്ടുണ്ട്. അവിടെ നിങ്ങൾ തെറ്റാതെ അവിടെ പഠിച്ചു പോയാൽ മതി. കാര്യം ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇബിൻ ബത്തൂത്ത റൈറ്റ് റഹില. അദ്ദേഹത്തിന്റെ ഒരു കോട്ട് കമ്പാനിയനും ഒരു കോട്ട് പിന്നെ പോയിറ്റും ഒക്കെ ആയിരുന്നു, പിന്നെ ഹിസ്റ്റോറിയൻ ആയിരുന്നു ഇബിൻ ബത്തൂത്ത. ഇബിൻ ബത്തൂത്ത റഹില എന്നറിയപ്പെടുന്ന പുസ്തകം രചിച്ചത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആരായിരുന്നു? മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലായിരുന്നു. അത് അദ്ദേഹത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ്. അത് നിങ്ങളൊന്ന് പഠിച്ചു പോകേണ്ടിട്ടുള്ള നല്ലതായിരിക്കും. പിന്നെ സിയാവുദ്ദീൻ ബറാണി, അല്ല അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട സ്കോളേഴ്സ് ആയിരുന്നു സിയാവുദ്ദീൻ ബറാണി. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെയും ഫിറോസ് ഷാ തുഗ്ലക്കിന്റെയും കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ഹിസ്റ്റോറിയൻ ആയിരുന്നു താരിഖി ഫിറോസ് ഷാഹി. ബറാനിയുടെ പുസ്തകമാണ്, ഞാനിതെല്ലാം അവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. താരിഖി ഫിറോസ് ഷാഹി. അപ്പൊ സിയാവുദ്ദീൻ ബറാനിയുടെ താരിഖി ഫിറോസ് ഷാഹി ആരായിരുന്നു രചിച്ചത്? സിയാവുദ്ദീൻ ബറാനി. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മെയിൻ പോയിന്റുകൾ. ആരുമായിട്ട്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അപ്പൊ ഞാൻ ഒന്നും കൂടി ആലോചിപ്പിച്ചിട്ട് തിരിച്ചൊന്ന് പോകാം, തെറ്റിപ്പോവാതിരിക്കട്ടെ. കാര്യം ഇൽബാരി ഡൈനാസ്റ്റി 1206 മുതൽ 1290 വരെ, തുടക്കക്കാരൻ കുത്തബുദ്ദീൻ ഐബക്ക്, അവസാനത്തെ കൈക്കുബാദ്. അതിനുശേഷം ഖിൽജി ഡൈനാസ്റ്റി 1290 മുതൽ 1320 വരെ. അതിന്റെ തുടക്കം ജലാലുദ്ദീൻ ഖിൽജി, അദ്ദേഹത്തിന്റെ പേര് 1290 1296. പിന്നെ വരുന്നത് ജലാലുദ്ദീന് ശേഷം അലൗദ്ദീൻ ഖിൽജി 1296 1316. നമ്മൾ അലൗദ്ദീൻ ഖിൽജിയാണ് നമ്മൾ എടുത്ത് പഠിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ സമയത്ത് ഇൽബാരി ഡൈനാസ്റ്റിക്ക് ശേഷം ഞാൻ പറഞ്ഞത് ആരെയാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ, അതായത് തുഗ്ലക് ഡൈനാസ്റ്റിയാണ് ഞാൻ പറഞ്ഞു പോയത്. തുഗ്ലക് ഡൈനാസ്റ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഖിൽജി ഡൈനാസ്റ്റിക്ക് ശേഷം, അത് അവരുടെ പീരീഡ് 1320 1414 വരെയാണ്. ഇതിൽ ഗിയാസുദ്ദീൻ തുഗ്ലക് 1320 1325. അതിനുശേഷം 1327, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ 1327 മുതൽ 1351 വരെയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടം. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. അദ്ദേഹത്തിന്റെ കുറച്ച് എന്താ പറയുന്നത്, പിന്നെ കൾച്ചറൽ കോൺട്രിബ്യൂഷൻസുകളും അദ്ദേഹത്തിന്റെ അഗ്രികൾച്ചർ റിഫോംസും ക്യാപിറ്റൽ ഷിഫ്റ്റിങ്ങും ഒക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ തുഗ്ലക് ഡൈനാസ്റ്റി അവിടെ അവസാനിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്കൻഡ് ഇൽബാരി ഡൈനാസ്റ്റിക്ക് ശേഷം, അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റിക്ക് ശേഷം വന്ന ഖിൽജി ഡൈനാസ്റ്റിയാണ്. ഖിൽജി ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തില് ആണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് ചെറിയൊരു പോയിന്റ് നമ്മൾ പറയാതൊന്ന് വിട്ടുപോയി, ചിലപ്പം ചോദിക്കാം. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് തുഗ്ലക് ഡൈനാസ്റ്റിയിലെ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലം. അത് ഞാനൊന്ന് എടുത്ത് പറഞ്ഞു പോവാം. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹമാണ് ഒരു ഓട്ടോബയോഗ്രഫി രചിച്ചത്, ഫത്വ ഇ ഫിറോസ് ഷാഹി എന്നറിയപ്പെടുന്ന ഒരു ഓട്ടോബയോഗ്രഫി ആരാണ് രചിച്ചത്? ഫിറോസ് ഷാ തുഗ്ലക്. അതെ, ഫിറോസ് ഷാ തുഗ്ലക്കാണ്. അദ്ദേഹം രചിച്ച ആത്മകഥയുടെ പേരാണ് ഫത്വ ഇ ഫിറോസ് ഷാഹി. അതൊന്ന് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് നസറുദ്ദീൻ മുഹമ്മദ് ഷാ എന്ത് ചെയ്യുന്നത്? തിമൂർ ഡൽഹി ആക്രമിക്കുന്നത്. നസറുദ്ദീൻ മുഹമ്മദ് ഷാ തുഗ്ലക്കിന്റെ കാലത്തിനാണ് തിമൂർ അറ്റാക്ക് ഇൻ ഇന്ത്യ. തിമൂറിന്റെ അറ്റാക്ക് ഇൻ ഇന്ത്യ അത് ചോദിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ചെങ്കിസ് ഖാന്റെ ആക്രമണ സമയത്ത് 1220 ചെങ്കിസ് ഖാൻ എന്നായിരുന്നു ഇന്ത്യ ആക്രമിച്ചത്? ചെങ്കിസ് ഖാൻ ഇൽത്തുമിഷിന്റെ കാലഘട്ടത്തിൽ 1221 തിമുജിൻ. അതുപോലെ തിമൂർ ഇന്ത്യ ആക്രമിക്കുന്ന കാലഘട്ടത്തിൽ ഫിറോസ് ഷാ തുഗ്ലക്കായിരുന്നു ഭരണാധികാരി. അവിടെ ചോദിക്കാം, നസറുദ്ദീൻ മുഹമ്മദ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ തിമൂർ ആക്രമിക്കും. നസറുദ്ദീൻ മുഹമ്മദ് ഷാ ആരാണ്? നസറുദ്ദീൻ മുഹമ്മദ് ഷാ നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക്കിന് ശേഷം വരുന്ന നസറുദ്ദീൻ മുഹമ്മദ് ഷായുടെ കാലഘട്ടത്തിലായിരുന്നു തിമൂർ ഇന്ത്യ ആക്രമിക്കുന്നത്. നസറുദ്ദീൻ മുഹമ്മദ് ഷാ എന്ന് വെച്ചാൽ ഫിറോസ് ഷാ തുഗ്ലക്കിന് ശേഷം തുഗ്ലക് ഖാന്, അബൂബക്കർ ഷാ, നസറുദ്ദീൻ മുഹമ്മദ് ഷാ. അങ്ങനെ ഈ നസറുദ്ദീൻ മുഹമ്മദ് ഷായുടെ കാലഘട്ടത്തിൽ ഞാൻ ഇവരെ കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞു പോവേണേ. അപ്പൊ ഫിറോസ് ഷാ തുഗ്ലക്കിനെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഫിറോസ് ഷാ തുഗ്ലക്കാണ് ആത്മകഥ രചിച്ച ഫത്വായി ഫിറോസ് ഷാഹി. പിന്നെ ഇദ്ദേഹത്തിന്റെ കാലഘട്ടം, ഇനി ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടം ഒരുപാട് ഇറിഗേഷൻ പ്രോസസ്സും കനാൽ സിസ്റ്റവും ഇറിഗേഷൻ പ്രോസസ് ഒക്കെ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിറോസാബാദ്, ഫത്തോബാദ്, ജോൻപൂർ, ഹിസാർ എന്നീ പറയുന്ന നിരവധി ടൗൺസ് പണി കഴിപ്പിച്ചത് ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 1398 സമർക്കണ്ട് ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ഭരണാധികാരി തിമൂർ ഡൽഹി ആക്രമിച്ചതും കൊള്ളയടിച്ചതും ഒക്കെ തുഗ്ലക് വംശത്തിന്റെ നാശത്തിന് വഴിതെളിച്ചു. അങ്ങനെ അവസാനത്തെ ഭരണാധികാരി അല്ല, അത് നസറുദ്ദീൻ മുഹമ്മദാണ്. നസറുദ്ദീൻ മുഹമ്മദ് ഷായുടെ കാലഘട്ടത്തിൽ നസറുദ്ദീൻ മുഹമ്മദും ഉണ്ട്, നസറുദ്ദീൻ മുഹമ്മദ് ഷായും ഉണ്ട് കേട്ടോ. ഒത്തിരി പേരുണ്ട്. നസറുദ്ദീൻ മുഹമ്മദ് ഷാ തേർഡും ഉണ്ട്, നസറുദ്ദീൻ മുഹമ്മദും ഉണ്ട്.
ഇതിൽ നസറുദ്ദീൻ മുഹമ്മദ് ഷാ തേർഡിന്റെ കാലഘട്ടത്തിലായിരുന്നു ആരാക്രമിക്കുന്നത്? വളരെ ശ്രദ്ധിക്കുക, നസറുദ്ദീൻ മുഹമ്മദ് ഷായുടെ കാലഘട്ടത്തിലായിരുന്നു തിമൂറിന്റെ ഡൽഹി ആക്രമണം. ശ്രദ്ധിക്കുക, നസറുദ്ദീൻ മുഹമ്മദ് ഷാ തേർഡ് ഉണ്ട്, നസറുദ്ദീൻ മുഹമ്മദ് ഉണ്ട്, ഫൈനൽ റൂളർ നസറുദ്ദീൻ മുഹമ്മദും ഉണ്ട്. അങ്ങനെ നസറുദ്ദീൻ മുഹമ്മദ് ഷായുടെ കാലഘട്ടത്തിൽ തിമൂർ ഡൽഹിയെ ആക്രമിക്കുന്നു. അതിപ്പോ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായാലും ഇത്രയുമാണ് നിങ്ങൾ തുഗ്ലക് ഡൈനാസ്റ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെ കുറിച്ച് പറഞ്ഞു, മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് പറഞ്ഞു, ഫിറോസ് ഷാ തുഗ്ലക്കിനെ കുറിച്ച് പറഞ്ഞു. അതിൽ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ ഇറിഗേഷൻ സിസ്റ്റം അല്ലെങ്കിൽ കനാൽ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ അദ്ദേഹം എഴുതിയ ഓട്ടോബയോഗ്രഫി ചോദിക്കും ഫത്വ ഉൽ ഫിറോസ് ഷാഹി. പിന്നെ അവസാനം ഒരു ചെറിയ പോയിന്റ് പറഞ്ഞു, നസറുദ്ദീൻ മുഹമ്മദ് ഷായുടെ കാലഘട്ടത്തിലാണ് തിമൂർ തുഗ്ലക് ഡൈനാസ്റ്റി ആക്രമിക്കുന്നത്. ഇതോടുകൂടി തുഗ്ലക് ഡൈനാസ്റ്റിയുടെ അവസാനം കാണുകയാണ്. തുഗ്ലക് ഡൈനാസ്റ്റി അവസാനിച്ചു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാതെ വിട്ടുപോയത് ഏതായിരുന്നു? ഖിൽജി ഡൈനാസ്റ്റി. അപ്പൊ നമുക്ക് അത് പഠിക്കാൻ പോവാണ്. ഖിൽജി ഡൈനാസ്റ്റി 1290-ലും 1320 വരെയാണ് അവരുടെ ഭരണം. ഇതിന്റെ തുടക്കക്കാരൻ ജലാലുദ്ദീൻ ഖിൽജിയാണ്. ആരാണ് പിന്നെ എന്താ പറയുന്നത്? ആ ഖിൽജി ഡൈനാസ്റ്റിയുടെ തുടക്കക്കാരൻ ജലാലുദ്ദീൻ ഖിൽജി. ഇനി നമ്മൾ ജലാലുദ്ദീൻ ഖിൽജിയിലേക്ക് ഒന്ന് കടക്കാണ്. ജലാലുദ്ദീൻ ഖിൽജിയുടെ അദ്ദേഹത്തിന് വലിയൊരു കോൺട്രിബ്യൂഷൻസുകളൊന്നും ഇല്ല അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ. അദ്ദേഹമാണ് തുടക്കക്കാരൻ. അദ്ദേഹം ഡൽഹി ആസ്ഥാനമാക്കി 1290-ൽ അദ്ദേഹം തന്റെ ഭരണം ആരംഭിച്ചു. അപ്പോൾ 1290-ൽ ഡൽഹി ആസ്ഥാനമാക്കി ആര് ഭരണം നടത്തി? നമ്മുടെ എന്താ പറയുന്നത്, ജലാലുദ്ദീൻ ഖിൽജി ഭരണം നടത്തി. ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തി. ഓക്കെ, 1290-ൽ. പിന്നെ അദ്ദേഹമാണ് മാലിക് ഫിറോസ്. അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേര് മാലിക് ഫിറോസ്. തെറ്റിപ്പോലെ, മാലിക് ഫിറോസ് എന്നറിയപ്പെടുന്ന ആരാണ്? ജലാലുദ്ദീൻ ഖിൽജി. അപ്പൊ മാലിക് ഫിറോസ് എന്നറിയപ്പെടുന്നത് ജലാലുദ്ദീൻ ഖിൽജിയാണ്. മാലിക് ഫിറോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ പോയിന്റ് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്ന അലാവുദ്ദീൻ ഖിൽജിയിലേക്കാണ്. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസുകളാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ അലാവുദ്ദീൻ ഖിൽജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അലി ഗുർഷബ് ഷാ സെക്കൻഡ് അലക്സാണ്ടർ, അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന പേരെന്താണ്? അലി ഗുർഷബ് ഷാ. അതുപോലെ തന്നെ സെക്കൻഡ് അലക്സാണ്ടർ എന്നൊക്കെ അറിയപ്പെടുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇനി നമുക്ക് നോക്കാം. ഹി എക്സ്പാൻഡഡ് ദ എംപയർ. ഹി കോൺകേർഡ് ദ ഗുജറാത്ത്, രാജസ്ഥാൻ, ചിറ്റൂർ, രത്തൻപൂർ, മാൾവ ആൻഡ് ഡെക്കാൻ. വൈ ദ മാലിക് കഫൂർ? മാലിക് കഫൂർ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു മിലിറ്ററി ലീഡറിന്റെ കീഴിൽ വിത്ത് ദ അസിസ്റ്റൻസ് ഓഫ് മാലിക് കഫൂറിന്റെ നേതൃത്വത്തിൽ ഈ ഗുജറാത്ത്, രാജസ്ഥാൻ, ചിറ്റൂർ, രത്തൻപൂർ, മാൾവ, ഡെക്കാൻ ഒക്കെ അദ്ദേഹം ഈസ് ദ പാർട്ട് ഓഫ് ഹിസ് എംപയർ ആൻഡ് ഹി കൺസോളിഡേറ്റഡ് ഹിസ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം. അങ്ങനെ അദ്ദേഹത്തിന്റെ പീരീഡ് എന്ന് മറക്കല് 1296 to 1316 1316 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ 1296 മുതൽ 1316 വരെയായിരുന്നു അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടം. ജലാലുദ്ദീൻ ഖിൽജി 1290 മുതൽ 1296 വരെ. 1296 to 1316 വരെയുള്ള പീരീഡ് ആരുടെ കാലഘട്ടമായിരുന്നു? ഖിൽജി ഡൈനാസ്റ്റിയിലെ അലാവുദ്ദീൻ, ദ മോസ്റ്റ് പ്രോമിനന്റ് റൂളർ ആയിരുന്ന അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടം. ഇനി ഇദ്ദേഹത്തിന്റെ റിഫോംസിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ എക്സ്പാൻഷൻ ഹിസ് എംപയർ, ഈ കൺസോളിഡേറ്റഡ് ഹിസ് എംപയർ, മാർക്കറ്റ് കൺട്രോൾ, ഇംപ്ലിമെന്റഡ് ദ സ്ട്രിക്റ്റ് പ്രൈസ് കൺട്രോൾ, ഒരു വില നിലവാരം അടിസ്ഥാന ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൈസ് കൺട്രോൾ കൊണ്ടുവന്നു. അതാണ് സാബിത എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓൺ എസെൻഷ്യൽ ഗുഡ്സ് ലൈക്ക് ഗ്രെയിൻ, ക്ലോത്ത്, സ്ലേവ്സ്, ബാനിങ്, ഹോർഡിംഗ് ആൻഡ് അപ്പോയിന്റിംഗ് മാർക്കറ്റ് സൂപ്പർവൈസർ ഷഹാന ഇ മാണ്ടി എന്നറിയപ്പെടുന്ന ഒരു മാർക്കറ്റ് സൂപ്പർവൈസറിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഒരു മാർക്കറ്റ് കൺട്രോളിംഗ്, പ്രൈസ് കൺട്രോളിംഗ് ഒക്കെ കൊണ്ടുവരുന്ന ഷഹാന ഇ മാണ്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സൂപ്പർവൈസറിന്റെ സഹായത്താലായിരുന്നു ഷഹാന ഇ മാണ്ടി. അത് നമ്മൾ ഒന്ന് നോക്കണം. ഷഹാന ഇ മാണ്ടി എന്ന് പറയുമ്പോൾ കമ്പോള വില നിയന്ത്രിതാവ്. കമ്പോള വിലയെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം അദ്ദേഹം കൊണ്ടുവന്നു. കമ്പോള വില നിയന്ത്രണത്തിന്റെ ഉപദേഷ്ടാവ് ആരായിരുന്നു? ഷഹാന ഇ മാണ്ടി. അത് ചോദിക്കും. അപ്പൊ ഇത്തരത്തിൽ ഈ പ്രൈസ് കൺട്രോളിനെ വിളിക്കുന്ന പേരെന്താണ്? സാബിത എന്നാണ് അറിയപ്പെടുന്നത്. സാബിത. അദ്ദേഹത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? പ്രൈം മിനിസ്റ്റർ വസീർ. അത് ചോദിക്കും. അദ്ദേഹത്തിന്റെ പ്രൈം മിനിസ്റ്റർ വസീർ എന്ന പേരിൽ അറിയപ്പെടുന്നു. നിയമദാതാവ് അല്ലെങ്കിൽ നീതിന്യായ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഖാസി അൽ ഖ്വാസത്ത് ആയിരുന്നു കേട്ടോ. പിന്നെ ഖാസി. അക്കൗണ്ട് ജനറലിന്റെ പേര് ദിവാനി അഷ്റഫ്. അക്കൗണ്ട് ജനറൽ ദിവാനി അഷ്റഫ്. അപ്പൊ അത് നോക്കുക. പിന്നെ റവന്യൂ സിസ്റ്റം, ഒരു ലാൻഡ് റവന്യൂ സിസ്റ്റം, വളരെ നന്നായിട്ടുള്ള ഒരു ലാൻഡ് റവന്യൂ സിസ്റ്റം. ഇൻക്രീസ് ഡയറക്റ്റ് ടാക്സേഷൻ അദ്ദേഹം വർദ്ധിപ്പിച്ചു. ആൻഡ് അബോളിഷ്ഡ് ഈസ് ലൈക്ക് ഇഖ്ദ സിസ്റ്റം. അദ്ദേഹം എന്ത് ചെയ്തു? ഇഖ്ദ സിസ്റ്റത്തെ അദ്ദേഹം അബോളിഷ് ചെയ്തു.
ലാൻഡ് ഗ്രാന്റ് സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ, നേരത്തെ ഉണ്ടായിരുന്നില്ല. ടു ഫണ്ട് ഹിസ് ലാർജ് ആർമി, അതായത് ഇക്തകൾ പതിച്ചു കൊടുക്കുന്ന സമ്പ്രദായം അദ്ദേഹം നിർത്തലാക്കുകയും ഇനി ഉദ്യോഗസ്ഥന്മാർക്ക് ഡയറക്ടറി പിന്നെ എന്താ പറയുന്നത് പേയ്മെന്റുകൾ ഡയറക്ട്ലി കയ്യിലേക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് അദ്ദേഹം വന്നത്. ടു ഫണ്ട്, ആ ഫണ്ട് ഡയറക്ട്ലി കൈ കൊടുക്കും. ടു ഫണ്ട് ഹിസ് ലാർജ് ആർമി, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഇക്ത സിസ്റ്റം നിർത്തലാക്കിയത്. പിന്നെ അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, എന്ത് ചെയ്യുന്നത്, ഹുലിയ സിസ്റ്റം. അതായത് ഒരു രജിസ്റ്റർ സിസ്റ്റം ആയിരുന്നു കേട്ടോ. ഓരോ പട്ടാളക്കാരന്മാരെ കുറിച്ചും പിന്നെ കുതിരകളെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ട്സുകളൊക്കെ, ഇൻഫർമേഷൻ ഓഫ് ദ ഹോഴ്സ്, കുതിരയെ പറ്റി വ്യക്തമായിട്ടുള്ള വിവരണങ്ങൾക്ക് തന്നെ ലഭിച്ചിരുന്ന ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ഓഫ് ദ ഹോഴ്സ്, അതായിരുന്നു ഒരു ഹുലിയ സിസ്റ്റം. ഏതാണ്? ഹുലിയ സിസ്റ്റം. അപ്പൊ ആലി ഖുർഷപ്പ്, സെക്കൻഡ് അലക്സാണ്ടർ എന്നൊക്കെ അറിയപ്പെടുന്ന ആരായിരുന്നു? അലാവുദ്ദീൻ ഖിൽജി ആയിരുന്നു. അങ്ങനെ ഹുലിയ സിസ്റ്റം കൊണ്ടുവരുന്നു. ജാഗിർ സിസ്റ്റം, നേരത്തെ നമ്മൾ പറഞ്ഞ ജാഗിർ സിസ്റ്റം അദ്ദേഹം എന്ത് ചെയ്തു? നിർത്തലാക്കി. ജാഗീർ സിസ്റ്റം, ഇക്ത സിസ്റ്റത്തെ എന്ത് ചെയ്തു? നിർത്തലാക്കി. അബോളിഷ് ദ സം ഇക്ത സിസ്റ്റം നിർത്തലാക്കി, ജാഗിർ സിസ്റ്റം നിർത്തലാക്കി. ഇതൊക്കെ അദ്ദേഹത്തിന്റെ. പിന്നെ അദ്ദേഹം സൗത്ത് ഇന്ത്യയിൽ അദ്ദേഹം കൊണ്ടുവന്ന നയം എന്തായിരുന്നു? ഡെക്കാൻ പോളിസി. ഡെക്കാൻ പോളിസി സൗത്ത് ഇന്ത്യയെ കൊണ്ടുവന്നു. അതും അദ്ദേഹത്തിന്റെ വലിയൊരു പ്രത്യേകതയായിരുന്നു. മനസ്സിലായിട്ടുണ്ടല്ലോ. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മറ്റൊരു വലിയൊരു പ്രത്യേകതകൾ എന്നറിയപ്പെടുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ആർക്കിടെക്ചർ ഫോമിലേക്ക് നമുക്കൊന്ന് പോകാം. ആർക്കിടെക്ചർ, ദ സിരി ഫോർട്ട്, അദ്ദേഹം സിരി ഫോർട്ട് നിർമ്മിച്ച അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു. സിരി ബിൽറ്റ് എ ന്യൂ ക്യാപിറ്റൽ, സിരി ഫോർട്ടിഫൈഡ് അഗൈൻസ്റ്റ് ദ മംഗോൾസ്, അദ്ദേഹം ഫോർട്ടിഫൈഡ് ചെയ്ത്, അതായത് കോട്ടകൊത്തളങ്ങളാൽ പിന്നെ കോട്ടകൊത്തളങ്ങളുള്ള ഒരു പുതിയ ഒരു ക്യാപിറ്റൽ സിറ്റി അദ്ദേഹം പറഞ്ഞു, ന്യൂ ക്യാപിറ്റൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പണിയുകയുണ്ടായിട്ട്, അതാണ് സിരി ഫോർട്ട് എന്നറിയപ്പെടുന്നത്. സിരി ഫോർട്ട് ആൻഡ് സിറ്റി ബിൽറ്റ് എ ന്യൂ ക്യാപിറ്റൽ, സിരി ഫോർട്ടിഫൈഡ് അഗൈൻസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കോട്ടകൊത്തളങ്ങളാൽ അദ്ദേഹം പണി കഴിപ്പിച്ചത്? മംഗോൾ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഫ്യൂച്ചറിംഗ് ദ പാലസ് വിത്തിൻ ദ തൗസൻഡ്സ് വില്ലേഴ്സ്, തൗസൻഡ് പില്ലേഴ്സുകളുള്ള, അല്ലെങ്കിൽ തൗസൻഡ്സ് പില്ലേഴ്സുകളുള്ള ഒരു പാലസ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അദ്ദേഹം പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു? നമ്മുടെ പിന്നെ അലാവുദ്ദീൻ ഖിൽജി. അതും അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു പ്രത്യേകതയായിരുന്നു അലാവുദ്ദീൻ ഖിൽജിയെ. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നല്ലോ അലാവുദ്ദീൻ ഖിൽജിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രത്യേകതകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ തൗസൻഡ് പില്ലേഴ്സ്, ഈ ഫീച്ചറിംഗ് ദ പാലസ്, ഈ ഒരു പാലസിന് വിത്ത് 1000 പില്ലേഴ്സ് ഉള്ള ഒരു പാലസ് അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? പണി കഴിപ്പിച്ചിരുന്നു. ഇനി അലൈ ദർവാസ, സിരി ഫോർട്ട് പണി കഴിപ്പിച്ച അദ്ദേഹമാണ്. അലൈ ദർവാസ പണി കഴിപ്പിച്ചു. ജമായിത്ത് ഖാൻ പള്ളി, അലൈ ദർവാസ, സിരി ഫോർട്ട്, ജമായിത്ത് ഖാൻ പള്ളി എന്നിവ പണി കഴിപ്പിച്ച അദ്ദേഹമാണ്. അലൈ ദർവാസ കൺസ്ട്രക്ട് ഹിസ് ornate gateway to the ഖുവത്തുൽ ഇസ്ലാം മോസ്ക്, മാസ്റ്റർ പീസ് ഓഫ് ദ ട്രൂ ആർട്ട് ഡിസൈൻ ഇൻ ദി ഇസ്ലാം, ഒരു ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു മാസ്റ്റർ പീസ് എന്ന് തന്നെ നമ്മൾ പറയുന്നത് ഖുവത്തുൽ ഇസ്ലാം മോസ്ക് അദ്ദേഹത്തിന്. അലൈ ദർവാസ കൺസ്ട്രക്ട് ഹിസ് ഓർണേറ്റ് ഗേറ്റ്വേ ടു ദി പിന്നെ ഖുവത്തുൽ ഇസ്ലാം, ഖുവത്തുൽ ഇസ്ലാമിന്റെ ഒരു പ്രവേശന കവാടം എന്നുള്ളതാണ് അലൈ ദർവാസ പണി കഴിപ്പിച്ചത്. അലൈ ദർവാസ ഒരു എന്താ പറയുന്ന ഒരു അലങ്കരിച്ച ഒരു കവാടം പോലെയാണ് അദ്ദേഹം പണി കഴിപ്പിച്ചത്. അലൈ ദർവാസ കൺസ്ട്രക്ട് ദിസ് ഓർണേറ്റ് ഗേറ്റ്വേ ടു ദി ഖുവത്തുൽ ഇസ്ലാമിന്റെ ഒരു പ്രവേശന കവാടമായിരുന്നു അലൈ ദർവാസ. ഒരു പ്രവേശന കവാടം അദ്ദേഹം നിർമ്മിച്ചു. ഇനി ഖുവത്തുൽ ഇസ്ലാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ ഒരു മാസ്റ്റർ പീസ് ആണ് അലൈ ദർവാസ. അപ്പൊ അലൈ ദർവാസ കൺസ്ട്രക്ട് ദിസ് ഓർണറ്റ് ഗേറ്റ്വേ ടു ദി ഖുവത്തുൽ ഇസ്ലാം മോസ്ക്, ഖുവത്തുൽ ഇസ്ലാം മോസ്കിന്റെ ഒരു പ്രവേശന കവാടമാണ് അലൈ ദർവാസ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ആർക്കിടെക്ചർ ഫീൽഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി പറഞ്ഞ അലൈ മിനാർ ഈ സ്റ്റാർട്ടഡ് എ കൺസ്ട്രക്ഷൻ ഓഫ് ദ മാസി വിക്ടറി ടവർ ഇന്റൻഡഡ് ടു ബി ടാളർ ദാൻ കുത്തബ് മിനാർ ബട്ട് ലെഫ്റ്റ് ഇൻകംപ്ലീറ്റ്. പിന്നെ ഹൗസ് ഐ അലായ് ബിൽറ്റ് എ ലാർജ് റിസീവർ ടാങ്ക് ടു സപ്ലൈ ദ വാട്ടർ ടു ന്യൂ സിറ്റി ഓഫ് ദ സിരി. അദ്ദേഹം പണി കഴിപ്പിച്ച സിരി എന്നറിയപ്പെടുന്ന സിറ്റിയിൽ പിന്നെ വാട്ടർ ഫെസിലിറ്റീസ് ലഭ്യമാകുന്നതിന് വേണ്ടി ഹൗസ് ഐ അലായ് എന്നറിയപ്പെടുന്ന ഒരു ലാർജ് ഒരു ടാങ്ക് അദ്ദേഹം പണി കഴിപ്പിക്കുകയുണ്ടായി. പിന്നെ അലൈ മിനാർ എന്നറിയപ്പെടുന്ന ഒരു പുതിയൊരു മാസീവ് വിക്ടറി ടവർ, എന്തിന്റെ വിക്ടറി ടവർ? ഒരു മാസീവ് അലൈ മിനാർ എന്ന് പറയും കുത്തബ് മിനാറിനേക്കാൾ ഉയരമുള്ളൊരു വലിയൊരു ഒരു വിക്ടറി ടവർ അദ്ദേഹം മാസീവ് വിക്ടറി ടവർ അദ്ദേഹം പണി കഴിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിരി ഫോർട്ടിലേക്ക് വെള്ളം എത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പുതിയ സിറ്റി ആയിട്ടുള്ള സിരിയിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലാർജ് റിസീവർ ടാങ്ക് അദ്ദേഹം അതിന്റെ പേരായിരുന്നു ഹൗസി അലായ്. ഇനി സോഷ്യൽ കൺട്രോൾ, ഈ ബാൻഡ് ആൽക്കഹോൾ കൺട്രോൾ, പിന്നെ ഗ്യാംബ്ലിംഗ്, ഈ ചൂതാട്ടം, പിന്നെ ആൽക്കഹോളിന്റെ നിരോധനം, പിന്നെ പ്രോസ്റ്റിറ്റ്യൂഷൻ, ഇപ്പൊ പ്രോസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം നിരോധിക്കും. ഈ ടുക്ക് ദ മെഷേഴ്സ് ഓഫ് ക്രാബ് അഡൽട്ടറി, അതുപോലെ തന്നെ ക്രാബ് അഡൽട്ടറി വ്യഭിചാരം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ തന്നെ, ക്രാബ് അഡൽട്ടറി മീൻസ് വ്യഭിചാരം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് നിയമ നടപടികളൊക്കെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം സ്വീകരിക്കുന്നുണ്ടായിട്ടുണ്ട്. അത്രയുമാണ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കേണ്ടത്. ഇനി നമ്മൾ സയ്യിദ് ഡൈനാസ്റ്റിയിലേക്ക് കടക്കാണ്. സയ്യിദ് ആൻഡ് ലോധി ഡൈനാസ്റ്റി അപ്പോൾ കംപ്ലീറ്റഡ് ആവും. ഇനി നമുക്ക് സയ്യിദ് ഡൈനാസ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 414 സയ്യിദ് ഡൈനാസ്റ്റി എന്ന് മുതലാണ് ഭരണം നടത്തിയെന്ന് നോക്കാം.
തുഗ്ലക് ഡൈനാസ്റ്റി. അതിനുശേഷം നമുക്കറിയാലോ ഖിൽജി ഡൈനാസ്റ്റിക്ക് ശേഷം ആക്ച്വലി നിങ്ങൾ പഠിക്കേണ്ടത് തുഗ്ലക് ഡൈനാസ്റ്റിയാണ്. തുഗ്ലക് ഡൈനാസ്റ്റി നമ്മൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത്. ഇനി നമ്മൾ പഠിക്കേണ്ട ഏതാണ്? സെയ്ദ് ഡൈനാസ്റ്റിയാണ്. 440 to 451 ആണ് അവരുടെ. വാസ് ദ ഫോർത്ത് റൂളിംഗ് ഡൈനാസ്റ്റി ഓഫ് ദ ഡൽഹി സുൽത്താൻ എസ്റ്റാബ്ലിഷ്. ഖിസർ ഖാൻ ആണ് ആരംഭിച്ചത്. ദ ഡൈനാസ്റ്റി കൺസിസ്റ്റ് ഓഫ് 4 റൂളേഴ്സ്: ഖിസർ ഖാൻ, മുബാറക് ഷാ, മുഹമ്മദ് ഷാ, ആലം ഷാ. മറക്കല്ലേ, ഖിസർ ഖാൻ, മുബാറക് ഷാ, മുഹമ്മദ് ഷാ, ആലം ഷാ. ഇനി അതിനുശേഷം ഇനി ലോധി ഡൈനാസ്റ്റിയാണ് വരുന്നത്. വാസ് ദ ലാസ്റ്റ് പുഷ്താൻ അഫ്ഗാൻ ഡൈനാസ്റ്റി. ഡൽഹി സുൽത്താനേറ്റിലെ അവസാനത്തെ അഫ്ഗാൻ ഡൈനാസ്റ്റിയാണ് ലോധി ഡൈനാസ്റ്റി. എസ്റ്റാബ്ലിഷ് ബൈ ബഹാലുൽ ലോധി ആഫ്റ്റർ ദ സെയ്ദ് ഡൈനാസ്റ്റിക്ക് ശേഷം. ഈ കൺവേർഡ് പാർട്ട് ഓഫ് ദ നോർത്തേൺ ഇന്ത്യ വിത്ത് മേജർ റൂളേഴ്സ് ബഹാലുൽ സിക്കന്ദർ, ബഹാലുൽ ലോധി, സിക്കന്ദർ ലോധി. ഹു ഫൗണ്ട് ആഗ്ര നഗരം പണികഴിപ്പിച്ചത് ആരാണ്? സിക്കന്ദർ ലോധി. ബഹാലുൽ ലോധിയാണ് ഫൗണ്ടർ എന്നറിയപ്പെടുന്നത്. ആൻഡ് ഇബ്രാഹിം ലോധി ലാസ്റ്റ് റൂളർ. ദ ഡൈനാസ്റ്റി എൻഡഡ് വിത്ത് ദ ബാബർ defeated Ibrahim Lodi in the 526 was the first battle of Panipatil. ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയതോടുകൂടി ലോധി ഡൈനാസ്റ്റി എന്നേക്കുമായിട്ട് അവിടെ അവസാനിക്കുകയാണ്. ആക്ച്വലി കുട്ടികളെ ഇത്രയുമാണ് നമ്മൾ ഈ ലോധി ഡൽഹി സുൽത്താനേറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കേണ്ടിയിട്ടുള്ളത്. ഇനി ഞാൻ ഇതിന്റെ അകത്ത് പറഞ്ഞു പോകാത്ത ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ 2 പാർട്ടിൽ നമ്മൾ ആർട്ടും പിന്നെ എന്താ പറയുന്നത് ലിറ്ററേച്ചർ ഫിഗറിന്റെ വർക്കിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഓരോ കാലഘട്ടത്തിന്റെയും പെയിന്റേഴ്സിനെയും ലിറ്റററി ഫിഗേഴ്സിനെയും പഠിക്കണം ബുക്സ്. Okay, ഇനി ബഹാലുൽ ലോധി known for expanding kingdom and for his policy treating the Afghan nobles as the peers. അഫ്ഗാൻ പിന്നെ ബഹാലുൽ ലോധിയാണ് ഇവരുടെ പഠനത്തിന്റെ തുടക്കം കുറിച്ചത്. അതിനുശേഷം സിക്കന്ദർ ലോധി ഈ കൺസിഡേർഡ് ദ സ്ട്രോങ്ങർ ഓഫ് ദ റൂളർ ആയിരുന്നു. അദ്ദേഹമാണ് അഗ്ര നഗരമൊക്കെ പണി ഷിഫ്റ്റഡ് ദ ക്യാപിറ്റൽ ടു ആഗ്ര ആൻഡ് എക്സ്പാൻഡ് ടു ബീഹാർ. ഇബ്രാഹിം ലോധി ദ ഫൈനൽ അൺപോപ്പുലർ ആയിട്ടുള്ള റൂളർ ഹൂ കോൺഫ്ലിക്റ്റ് വിത്ത് അഫ്ഗാൻ നോബിൾസുമായിട്ട് നിരന്തരം യുദ്ധങ്ങൾ ഏർപ്പെടുകയും അതായിരുന്നു സത്യത്തിൽ പിന്നെ അദ്ദേഹത്തിന്റെ പരാജയത്തിന് കാരണം. ഇനി പിന്നെ ബഹാലുൽ ലോധിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സ്പാൻഡ് ദ കിങ്ഡം എക്സ്പാൻഡിങ് ചെയ്യുകയും ഫോർ ഹിസ് പോളിസി ടു ട്രീറ്റിംഗ് അഫ്ഗാൻ നോബിൾസ് ആസ് പിയേഴ്സ്. ഈ അഫ്ഗാൻ നോബിൾസിനെ തന്റെ പിയേഴ്സുകളായിട്ടാണ് അദ്ദേഹം പരിഗണിച്ചിരുന്നത്. ആരാ? ബഹാലുൽ ലോധി. പക്ഷേ ഇബ്രാഹിം ലോധിയുടെ സമയത്ത് അഫ്ഗാൻ ഭരണാധികാരിയുമായിട്ട് നിരന്തരമായിട്ട് കോൺഫ്ലിക്റ്റുകൾ ഏർപ്പെടുകയും ദിസ് ഈസ് വൺ ഓഫ് ദ റീസൺ ഫോർ ഹിസ് ഡൗൺഫാൾ, അതിലേക്ക് വഴിതെളിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിനോടുകൂടി നമ്മളെ ഭരണം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടുള്ള എല്ലാ ലോധി ഡൈനാസ്റ്റി റൂളേഴ്സിനെ നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. ഇനിയാണെങ്കിൽ അപ്പോൾ ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ലാസ്റ്റ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സൂഫി സൈന്റിനുകളെ കുറിച്ച്, സൂഫി സിൻസിലെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സൂഫി സിൻസിലാസുകൾ ഏതൊക്കെയായിരുന്നു? ഇന്ത്യ ഹാസ് എ റിച്ച് ഹിസ്റ്ററി ഓഫ് ദ സൂഫി സൈന്റ് അക്രോസ് വേരിയസ് ഓർഡേഴ്സ്. സിൽസില ലൈക്ക് ചിസ്തി, ഷുഹർവന്തി, ഖോദിരി ആൻഡ് നക്ഷബന്തി. ഒന്നും കൂടെ: ചിസ്തി സിൻസില, ഷുഹർവന്തി സിൻസില, ഖോദിരിയ സിൻസില, നക്ഷബന്തി സിൻസില. ഇതൊക്കെയായിരുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സൂഫി സൈന്റുകൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് അവരിലേക്ക് ഒന്ന് കടന്നു പോകാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ചിസ്തി സിൻസിലയെ കുറിച്ചിട്ടാണ്, സൂഫി സൈന്റുകൾ. അപ്പൊ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് മാത്രമേ പഠിച്ചു പോകുന്നുള്ളൂ. അതിലാദ്യം നമ്മൾ നോക്കുന്ന കീ ഫിഗേഴ്സ് ഓഫ് ദി പിന്നെ ചിസ്തി സിൻസില. ചിസ്തി സിൻസിലയിലെ കീ ഫിഗേഴ്സ് ആരൊക്കെയാണ് നോക്കാം. കീ ഫിഗേഴ്സ് ഇൻക്ലൂഡിംഗ് ഖ്വാജ മൊയ്തീൻ ചിസ്തി, അജ്മീറിലെ ഖ്വാജ മൊയ്തീൻ ചിസ്തി, കുത്തബുദ്ദീൻ ബക്തിയാർ കാക്കി ഡൽഹി, ബാബ ഫരീദ് പഞ്ചാബ് ആൻഡ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹി. ഇവരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ചിസ്തി സിൻസിലയിലെ സന്യാസി വര്യന്മാരെന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ? ഇനി സോഷ്യൽ ഇമ്പാക്ട്. ചിസ്തി സൈന്റ് ലീവ്ഡ് എമംഗ് ദ കോമൺ. സാധാരണ മനുഷ്യനെ പോലെയാണ് അവർ ജീവിച്ചിരുന്നത്. ഓഫൻ യൂസ് ഇൻ ദ ലോക്കൽ ലാംഗ്വേജ് അവർ യൂസ് ചെയ്തിരുന്നു. സ്പ്രെഡ് ദിയർ മെസ്സേജ് ആൻഡ് വെൽക്കമിങ് ഇൻഡിവിജ്വൽ ഫോർ. എല്ലാ മതവിശ്വാസികളും സൂഫി സിൻസിലയിലേക്ക്, ആക്ച്വലി ചിസ്തി സിൻസിലയിലേക്ക് അവർ സ്വാഗതം ഉണ്ടായിരുന്നു. ജാതി മത വർണ്ണ വർഗ ഭേദമില്ലാത്തൊരു പ്രസ്ഥാനമാണ് ആക്ച്വലി സൂഫിസം എന്ന് പറയുന്നത്. വിച്ച് ഹെൽപ്ഡ് മേക്ക് എ ഓർഡർ ഹൈലി പോപ്പുലർ ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ അവർക്ക് ഒരു ഹൈലി പോപ്പുലാരിറ്റി ചിസ്തി സിൻസിലയ്ക്ക് ഇതുമൂലം ലഭിക്കുകയുണ്ടായി. അപ്പൊ ഇതിന്റെ കീ ഫിഗേഴ്സ് ഖ്വാജ മൊയ്തീൻ ചിസ്തി, കുത്തബുദ്ദീൻ ബക്തിയാർ കാക്കി, ബാബ ഫരീദ്, നിസാമുദ്ദീൻ ഔലിയ. ദെൻ ഇനി വരുന്നത് ആഫ്റ്റർ ബാബ ഫരീദിന് ശേഷം ഓർഡർ സ്പ്ലിറ്റ് ഇൻടു 2 മെയിൻ ബ്രാഞ്ചസുകളായിട്ട് ചിസ്തി സിൻസില തിരിഞ്ഞു. അതിൽ ഒന്ന് നിസാമുദ്ദീന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള നിസാമുദ്ദീൻ ഔലിയയുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ളവരും, സബരിയ അതിനെ വിളിച്ചിരുന്നത്. പിന്നെ അതുപോലെ തന്നെ സബരിയ ഫോളോവേഴ്സ് ആയിരുന്ന അലാവുദ്ദീൻ സബീർ. അപ്പൊ 2 ഫോളോവേഴ്സ് ആയിട്ട് മാറി. ഒന്ന് നിസാമുദ്ദീന്റെ ഫോളോവേഴ്സും മറ്റൊന്ന് സബറിയയുടെ ഫോളോവേഴ്സും. നിസാമുദ്ദീന്റെ ഫോളോവേഴ്സ് നിസാമുദ്ദീൻ ഔലിയയും അതിന്റെ സബരിയ ഫോളോവേഴ്സ് അലാവുദ്ദീൻ സാബിറുമായിരുന്നു. അലാവുദ്ദീൻ സാബിർ. സബരിയ ഫോളോവേഴ്സും നിസാമുദ്ദീൻ ഫോളോവേഴ്സുമായിട്ട് 2 സെക്ടുകളായിട്ട് തിരിഞ്ഞുപോയി. ഇതാണ് ചിസ്തി സിൻസില. ഇനി വരുന്ന ഷുഹർവന്തി സിൻസിലയെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഏതാണ്? ഷുഹർവന്തി സിൻസിലയെ കുറിച്ച്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി വരുന്നത് സുഹർവർത്തി സിൻസില.
Bahabuddin Zakaria played the major role in organizing the socio-cultural history of the northwestern India and was given to the title Sheikhul Islam by Sultan Iltutmish. A prominent saint, Sheikh Bahabuddin Zakaria, introduced the order and establishing the strong base in the Multan. മുൾട്ടാനിൽ ഇവർക്ക് ഒരു സ്ട്രോങ് ബേസ് ഷുഹർവർത്തി ഓർഡറിന് ലഭിച്ചത് ബഹാബുദ്ദീൻ സക്കറിയയിലൂടെയായിരുന്നു. ഇദ്ദേഹത്തിന് ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ ഒക്കെ ലഭിച്ചു. ആരിൽ നിന്നും? സുൽത്താൻ ഇൽത്തുമിഷ്. ഞാൻ പറഞ്ഞു സുൽത്താൻ ഇൽത്തുമിഷ് ഈ സൂഫി സാന്റിനെയൊക്കെ വളരെയധികം പാട്രണൈസ് ചെയ്തിട്ടുള്ള ഒരു റൂളറായിരുന്നു. അങ്ങനെ ഷേഖുൽ ഇസ്ലാം എന്നൊരു പേര്, എന്നൊരു ടൈറ്റിൽ ഇൽത്തുമിഷിൽ ആർക്ക് കൊടുത്തു? ബഹാബുദ്ദീൻ സക്കറിയയ്ക്ക് കൊടുത്തു. ബഹാബുദ്ദീൻ സക്കറിയ, മറന്നുപോലെ ബഹാബുദ്ദീൻ സക്കറിയ. ഇത് ആരാ? ഷുഹർവർത്തി ഓർഡർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഷുഹർവർത്തി ഓർഡർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഷേഖ് റുക്നുദ്ദീൻ, റുക്നി അൽമാൻ, റുക്ഇ അലം, ഗ്രാൻഡ് ഓഫ് സക്കറി. ഈ സക്കറിയയുടെ ഗ്രാൻഡ് ആയിരുന്നു ഷേഖ് റുക്നുദ്ദീൻ. അദ്ദേഹത്തെ അറിയപ്പെടുന്ന, അദ്ദേഹത്തിന് ആക്ച്വലി വിളിക്കുന്ന പേര് റുക്ഇ അലാം. റുക്ഇ അലാം എന്നായിരുന്നു അറിയപ്പെടുന്നത്. ഷേഖ് റുക്നുദ്ദീൻ അണ്ടർ ഓൺ ദ ഓർഡർ റീച്ച്ഡ് ദ പിനാക്കിൾ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പിന്നെ സുഹർവർത്തി ഓർഡർ എത്തിച്ചേരാവുന്നിടത്തോളം ഏറ്റവും ഉയർന്ന ഒരു പിനാക്കിൾ ഓർഡറിലേക്ക് വരെ എത്തിച്ചേർന്നു. ആക്ച്വലി ഈസ് ഡാഡ് ഇൻ 335 1335 അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അതിനുശേഷം സെയ്ദ് ജലാലുദ്ദീൻ ആയിരുന്നു നെക്സ്റ്റ് ഷുഹർവർത്തി സിൽസിലയുടെ അടുത്ത ഫിഗർ എന്നറിയപ്പെടുന്നത്. ഷുർക്ക് പോഷ് ബുഖാരി, അതിനുശേഷം ഷുർക്ക് പോഷ് ബുഖാരി, പ്രോമിനന്റ് സെയിന്റ് ഹൂ സെറ്റിൽഡ് ഇൻ ഉർച്ചിലായിരുന്നു അദ്ദേഹം സെറ്റിൽ ചെയ്തിരുന്നത്. ഷുർക്ക് പോഷ് ബുഖാരി ആരായിരുന്നു? ഷുർക്ക് പോഷ് ബുഖാരി ഉച്ചിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഒരു ഷുഹർവർത്തി സിൽസില ലീഡർ ആയിരുന്നു. പിന്നെ ജലാലുദ്ദീൻ മുഖദ്ദിം ഇ ജഹാനിയ, എ നോട്ടബിൾ സൈന്റ് ഓഫ് ദ ഉർച്ച്. പിന്നെ ജലാലുദ്ദീൻ മുഖദ്ദിം ഇ ജഹാനിയ, എ നോട്ടബിൾ സൈന്റ് ഓഫ് ദ ഉർച്ചിലെ മറ്റൊരു പ്രമുഖനായിട്ടുള്ള ലീഡർ ആയിരുന്നു. ഇനി ബ്രാഞ്ച് ഓഫ് ലാൽ ഷഹാഷ് ഖ്വാലന്തർ അസോസിയേറ്റഡ് വിത്ത് ദ ഷുഹർവർത്തി ഓർഡർ ഇൻ ദ സിന്ധ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മുഖ് ഇ ജഹായിദ്ദീൻ നമ്മൾ പറഞ്ഞു, ഉച്ചിലെ ലീഡർ ആയിരുന്നു. മുഖ് ഇ ജലായിദ്ദീൻ പറഞ്ഞില്ല, ഉർച്ചിലെ മുഖി ജലായിദ്ദീൻ മുഖീൻ എങ്കിൽ ജലായിദ്ദീൻ മുഖീൻ ഇൻ ജഹാനരിയ ഉച്ചിലെ ഒരു ശ്രദ്ധേയനായ ലീഡർ ആയിരുന്നു. ഇനി ലാൽ ഷഹബാസ് കലന്തർ ബ്രാഞ്ച്. അപ്പൊ ബ്രാഞ്ചിലെ ലാൽ ഷഹബാസ് കലന്തർ അസോസിയേറ്റഡ് വിത്ത് ദ ഷുഹർവർത്തി ഓർഡർ ഇൻ ദ സിന്ധ്. അപ്പൊ അദ്ദേഹം പിന്നെ ബ്രാഞ്ച് ലാൽ ഷഹർബന്ദി കലന്തർ സിന്ധിലെ ഒരു സുഹർവർത്തി ഓർഡർ ആണ്. സിന്ധിലെ ഒരു സുഹർവർത്തി ഓർഡറിലെ ഒരു കീ ഫിഗർ ആയിരുന്നു ബ്രാഞ്ചിലെ ലാൽ ഷഹബാസ് കലന്തർ. ക്ലിയർ ആണ്. ഇനി ഉർച്ചിലെ ആരായിരുന്നു? ജലാലുദ്ദീൻ മുഖദ്ദിം ഇ ജഹാനിയ, അദ്ദേഹം ഉർച്ചിലായിരുന്നു സെറ്റിൽ ചെയ്തിരുന്ന നോട്ടബിൾ ഫിഗർ ഇൻ ഉർച്ച്. പിന്നെ ഷുഹർവർത്തി ഓർഡറിൽ സിന്ധിന് വളരെ പ്രാധാന്യം കിട്ടിയിട്ടുള്ള ബ്രാഞ്ച് ലാൽ, അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പേര് മാത്രമാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലാൽ ഷഹബാസ് കലന്തർ, പേര് മാത്രം നോക്കുക. ഇതൊരു നൈമാണ്, അതിനെ പഠിച്ചു പോകേണ്ട ആവശ്യമില്ല. ലാൽ ഷഹബാസ് കലന്തർ. ജലാലുദ്ദീൻ, അദ്ദേഹത്തിന്റെ പേര് ജലാലുദ്ദീൻ മുഖദ്ദിം ഇ ജഹാനിയ, പൂർണ്ണമായ പേരാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഷുർക്ക് പോഷ് ബഖാരി, സെയ്ദ് ജലാലുദ്ദീൻ, ഇവരൊക്കെയായിരുന്നു ഷുഹർവർത്തി ഓർഡേഴ്സിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ എന്നറിയപ്പെടുന്നത്. ഇനി നമ്മൾ ഷുഹർവർത്തി ഓർഡർ പഠിച്ചു കഴിഞ്ഞ് ഇനി നമ്മൾ നോക്കുന്നത് ഖാദിരിയ ഓർഡർ ആണ്. ഓർഡർ ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് ഡിസ്പൈഡ് സുന്നി സൂഫി ഓർഡർ ആണ് കേട്ടോ. ഇത് താരിഖ് ഫൗണ്ടഡ് ഇൻ 12th century ഹംബലി സെക്ടർ. മുസ്ലിം സൂഫി ആൻഡ് ഹനബി സെക്ടർ ഉണ്ടല്ലോ, സൂഫി ഹനബി ഹംബലി, അതിൽ ഹംബലി സ്കോളേഴ്സ് ആയിരുന്നു ആക്ച്വലി ഖാദിരിയ സെക്ടർ എന്നറിയപ്പെടുന്നത്. സുന്നി സൂഫി ഓർഡർ ആയിരുന്ന താരിഖ ഫൗണ്ടഡ് ബൈ ദ 12th century ഹനബലി സ്കോളർ, ഒരു ഹാൻബലി സ്കോളർ ആയിരുന്നു. ഹനബലി സ്കോളർ ആൻഡ് മിസ്റ്റിക് ആയിരുന്നു. ഇതിന്റെ തുടക്കക്കാരൻ ആരായിരുന്നു? അബ്ദുൽ ഖാദരി ജിലാനി. അപ്പൊ ഖാദിരിയ സിൽസില ആരായിരുന്നു? അബ്ദുൽ ഖാദരി ജലാനി ആയിരുന്നു ഫൗണ്ടഡ് ബൈ ഷേഖ് അബ്ദുൽ ഖാദരി ജലാനി. വാസ് റിവേർഡ് ദി മേജർ സെയിന്റ് ഇൻ ദ സൂഫിസം. ഹി റിവേർഡ് ദി മേജർ, അദ്ദേഹം പിന്നെ സൂഫിയിലെ അതായത് വളരെ പ്രമുഖനായിട്ടുള്ള ഖാദിരിയ സൂഫി സൈന്റ് എന്നറിയപ്പെടുന്ന ഒരു നാമധേയം അദ്ദേഹത്തിന് കിട്ടിയ ഹു ഈസ് റിവേർഡ് ആസ് ദ മേജർ സെയിന്റ് ഇൻ ദ സൂഫിസം. സൂഫിസത്തിൽ തന്നെ ഒരു മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു പിന്നെ സൂഫി സെക്ടുകളിൽ ഒരു പ്രമുഖനായിരുന്നു ആരെന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ ഖാദരി ജിലാനി. അപ്പൊ അങ്ങനെ സൂഫി സൈന്റ് എന്ന് പറഞ്ഞ് ചോദിച്ചാലും നിങ്ങൾ അദ്ദേഹത്തിന്റെ പേരെഴുതാം. അതല്ല, കുറച്ച് ഡീപ്പസ്റ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഖാദിരിയ സൈന്യം കൂടിയായിരുന്നു. അബ്ദുൽ
Qadri Jilani, who revered as the major saint in the Sufism. He revered as the മേജർ സൂഫീസ് പിന്നെ സയന്റിന്റെ സൂഫിസം. സൂഫി സയന്റിലെ തന്നെ മേജർ ആയിട്ടുള്ള ഒരു സൂഫി സയന്റ് ആയിരുന്നു അബ്ദുൽ ഖാദറി ജിലാനി. അപ്പൊ അത്രയും കിട്ടിയിട്ടുണ്ടല്ലോ, അബ്ദുൽ ഖാദറി ജിലാനി. അപ്പൊ ഇനി ഇത്രയും പേരാണ് നമ്മൾ പഠിച്ചു പോയത്. ഖാദരി സിൻസില നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും, തീർന്നില്ല. ഇനി അബു മൈദിൻ അൽ ഖവദ്ദി ആരാണ് അടുത്ത് വരുന്നത്? അബു സയ്യിദ് മുബാറക് മഖ്സൂദി അബ്ദുൽ ഖാദർ ഗിലാനിയുടെ അധ്യാപകൻ കൂടിയായിരുന്നു. അപ്പൊ ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഗിലാനിക്ക് ശേഷം ഇനി വരുന്ന അബ്ദു മൈദിൻ അൽ ഖവദി, എ ക്രൂഷ്യൽ സ്പ്രെഡിങ് ഇൻ ഖാദിരിയ ഓർഡർ ഇൻ ദ മഗ്റബ് അല്ലെങ്കിൽ നോർത്ത് ആഫ്രിക്ക. മഗ്റബ് എന്ന് പറയുന്ന സ്ഥലം നോർത്ത് ആഫ്രിക്കയിലൊക്കെ ഈ ഖാദിരിയ സിൻസിലേക്ക് വളരെയധികം സ്പ്രെഡ് ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു പ്രമുഖനായിട്ടുള്ള ഒരു ഖാദിരിയ സിൻസിലയിലെ വ്യക്തിയായിരുന്നു അബു മൈദിൻ അൽ ഖവാദി. അബു മൈദിൻ അൽ ഖവാദി മനസ്സിലായി. ഖാദിരിയ ഓർഡർ ഇൻ ദ മഗ്രിബ് ഇൻ നോർത്ത് ആഫ്രിക്ക. അബു സെയ്ദ് മുബാറക് മഖ്സൂമി, അബു സെയ്ദ് മുബാറക് മഖ്സൂമി, അദ്ദേഹം മറ്റൊരു പ്രമുഖനായിട്ടുള്ള ലീഡർ ആയിരുന്നു. അബു സെയ്ദ് മഖ്ദാമി, അബു സെയ്ദ് മുബാറക് മഖ്സൂമി, അബു സെയ്ദ് മുബാറക് മഖ്സൂമി എന്നത് ടീച്ചർ ഓഫ് ദ അബ്ദുൽ ഖാദർ ഗിലാനി. അബ്ദുൽ ഖാദർ ഗിലാനിയുടെ അധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹം. അബ്ദുൽ ഖാദർ ഗിലാനിയുടെ അധ്യാപകനായിരുന്നു അബു സെയ്ദ് മുബാറക് മഖ്സൂമി. അദ്ദേഹം ഈസ് ദ ടീച്ചർ ഓഫ് ദ അബ്ദുൽ ഖാദർ ഗിലാനി. അബ്ദുൽ ഖാദർ ഗിലാനി അറിയാലോ, നമ്മൾ തുടക്കക്കാരൻ, അതായത് ഈ ഒരു സിൻസിലയുടെ തുടക്കക്കാരൻ, ഖാദിരിയ സിൻസില. അപ്പൊ ഇങ്ങനെ ഇത്രയും പേരായിരുന്നു ഈ ഖാദിരിയ സിൻസിലയുടെ മോസ്റ്റ് ഫേമസ് ആയിട്ട്. ഇനി ഇവരുടെ പ്രോമിനന്റ് ഫിഗർ സൗത്ത് ഏഷ്യയിലെ പ്രോമിനന്റ് ഫിഗർ ആരൊക്കെയാണെന്ന് നോക്കാം. ആരൊക്കെയായിരുന്നു? മിയാൻമീർ, ദാരാഷിക്കോ, ഷാ നിയാമത്തുള്ള ഖാദിരി. ഖാദിരിയ സിൻസിലയാണെന്ന് ശ്രദ്ധിക്കണമേ, ഖാദിരിയ സിൻസില. അപ്പൊ ഖാദിരിയ സിൻസിലയിലെ സൗത്ത് ഏഷ്യയിലെ മിയാൻമീർ, ദാരാഷിക്കോ, ഷാ നിയാമത്തുള്ള ഖാദിരി, മുഹമ്മദ് ഖാവത്ത്, ഷേഖ് ഉയാസ്, അഹമ്മദ് അൽ ബർവായി, അഹമ്മദ് ഖായത്ത് അൽ, ലാസ്റ്റ് നമുക്ക് നോക്കേണ്ടിയിട്ടുള്ള അഹമ്മദ് ഖാദിബ് അൽ മിനങ്കബാവി, അഹമ്മദ് ഖാദബ് അൽ മിനങ്കബാവി. ഒന്നും കൂടെ ആ പേരുകൾ ഒന്ന് നോക്കി പോണമേ. ഒന്നും കൂടെ നോക്കാം. പ്രോമിനന്റ് ഫിഗേഴ്സ്, ഖാദിരിയ ഫിഗേഴ്സ് ഇൻ ദ സൗത്ത് ഏഷ്യ, മിയാൻമീർ, ദാരാഷിക്കോ, ഷാ നിയാമത്തുള്ള ഖാദിരി, മുഹമ്മദ് ഖാവത്ത്, ഷേഖ് ഉയാസ്, അഹമ്മദ് അൽ ബർവായി, അഹമ്മദ് ഖത്തീബ് അൽ മിനങ്കബാവി, ഇവരെല്ലാം ഖാദിരിയ സിൻസില ഓർഡർ ആണ്. ഇനി നമുക്ക് ലാസ്റ്റ് നക്ഷബന്ദി ട്രഡീഷൻ കൂടെ പഠിക്കണം. കീ സയൻസ് ആൻഡ് പ്രോമിനന്റ് ഫിഗേഴ്സ് ഓഫ് ദ ഖ്വാജ അബ്ദുൽ ഖാലിബ് ജഗത്വാനി, ഖ്വാജ അബ്ദുൽ ഖാലിബ് ഖജത്വാനി. അപ്പൊ ആരായിരുന്നു? നക്ഷബന്ദി സിൻസിലയിലെ ഓർഡേഴ്സ്, നക്ഷബന്ദി സിൻസില ഓർഡേഴ്സിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനി അതിൽ നോക്കേണ്ടിയിട്ടുള്ളത് ആരായിരുന്നു? ഖ്വാജ അബ്ദുൽ ഖാലിബ്. He prosecute or the ഖവാജാൻ early നക്ഷബന്ദി ട്രഡീഷൻ. ഖവാജാൻ മീൻസ്, ഖവാജാൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ നക്ഷബന്ദി ട്രഡീഷനിലെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, നക്ഷബന്ദി റൂളർ ആയിരുന്നു ഖ്വാജ അബ്ദുൽ ഖാലിബ് ഗജത്വാനി എന്നാണ് പറയുന്നത്, ഗജത്വാനി. പിന്നെ ഇതിന്റെ ഏറ്റവും മോസ്റ്റ് ഫേമസ് ആയിരുന്നു ബാക്കിബുള്ള, ഖ്വാജ ബാക്കിബുള്ള നക്ഷബന്ദി ഓർഡറിലെ മറ്റൊരു പ്രമുഖനായിട്ടുള്ള നേതാവായിരുന്നു ഖ്വാജ ബാക്കിബുള്ള. ആരായിരുന്നു? ഖ്വാജ ബാക്കിബുള്ള. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ, ഖ്വാജ ബാക്കിബുള്ള. ഷേഖ് അഹമ്മദ് സിർഹിന്ദി. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് കൂടെ, ഷേഖ് അഹമ്മദ് സിർഹിന്ദി ഓക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഷേഖ് അഹമ്മദ് സിർഹിന്ദി, ഇതും ഇതിന്റെ മേജർ ആയിട്ടുള്ള റീലാണ്. ഇൻസ്ട്രുമെന്റൽ ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് നക്ഷബന്ദി ഓർഡർ ഇൻ ഇന്ത്യ, അറൈവിംഗ് ഡൽഹി ഇൻ ദ ലേറ്റർ 60. ഈ നക്ഷബന്ദി ഓർഡർ ഇന്ത്യയിൽ വന്നത് 16ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ ഷേഖ് അഹമ്മദ് ഷിർഹിന്ദി, മറക്കലെ, ഈ ഫിഗർ ഹു അഡ്വക്കേറ്റഡ് ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ദ സൂഫി പ്രാക്ടീസ് ആൻഡ് സ്ട്രിക്റ്റ് അഡ്ഹറൻസ് ടു ഷെറിയ എന്നാണ് റിനീവർ, അല്ലെങ്കിൽ ഈ റിനീവറിനെ വിളിച്ച പേര് മുജാദിദ് നിങ്ങൾ മുജാദിദ് എന്നറിയപ്പെടുന്ന അവരുടെ ഒരു ആചാരത്തെ പ്യൂരിഫിക്കേഷൻ, സൂഫി പ്രാക്ടീസിനെ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു അഡ്ഹറൻസ് ആയിട്ടുള്ള ശരീഅത്ത് ഈസ് നോൺ ആസ് റിനീവർ അല്ലെങ്കിൽ മുജാദിദ് ഓൺ ദ 2nd മില്ലേനിയം. അതുപോലെ സുൽഫിക്കർ അഹമ്മദ് നക്ഷബന്ദി, മോഡേൺ ലീഡർ ആയിരുന്നു നാസിം അൽ ഹക്കാനി. ഒരു പുതിയ, അതായത് ആധുനിക കാലഘട്ടത്തിലെ നക്ഷബന്ദി പിന്നെ ലീഡർ ആയിരുന്നു, മോഡേൺ ലീഡർ ആയിരുന്നു നസീം അൽ ഹക്കാനി, മറക്കൽ, നസീം അൽ ഹക്കാനി. സുൽഫിക്കർ അഹമ്മദ് നക്ഷബന്ദി, അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഷേഖ് അഹമ്മദ് സിർഹിന്ദി, ഷേഖ്
അഹമ്മദ് സിർഹിന്ദി നോക്കിപ്പോണം. ഷേഖ് അഹമ്മദ് സിർഹിന്ദി. ഖ്വാജ അബ്ദുൽ ഗ്വാലിബ് ഗജദ്വാനി. ഖ്വാജ അബ്ദുൽ ഖാദർ ഗജദ്വാനി, അതാണ് തുടക്കക്കാരൻ അല്ലെ. ഖ്വാജ അബ്ദുൽ ഗ്വാലിബ് ഗജദ്വാനി. പിന്നെ ഈ ഖ്വാജാഗൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇയാളി നക്ഷബന്ദി ട്രഡീഷൻ ആണ് ഖ്വാജാഗൻ ട്രഡീഷൻ. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കും. ഖ്വാജാഗൻ ട്രഡീഷൻ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഖ്വാജ ബാക്കിബുള്ള, അവർ ഇത്രയും കിട്ടിയല്ലോ. ഇത്രയുമാണ് നക്ഷബന്ദി ഓർഡേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ നേരെ പഠിക്കാൻ പോകുന്ന ഭക്തി മൂവ്മെന്റിലേക്ക് ഒന്ന് കടക്കാൻ പോവാണ്. ഭക്തി മൂവ്മെന്റ് ഒറിജിൻ, റൈസ്, ഭക്തി സയൻസ്, സിഗ്നിഫിക്കൻസിലേക്ക് നമ്മൾ പോകും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് തന്നെ ഇന്ത്യയിലെ സൂഫി പ്രസ്ഥാനത്തെ, സൂഫി വര്യന്മാരെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഇല്ല ഡയറക്റ്റ്ലി ഒരു ക്വസ്റ്റ്യനും ചോദിക്കാനൊന്നും ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അത്രയും കീ ഫിഗേഴ്സിനെ ഓരോരുത്തരായിട്ട് എടുത്ത് പഠിച്ച്, വെറുതെ കുറെ ഫിഗറിനെ മാത്രം പഠിക്കല്. ഈ ഓരോ സിൻസില ഓർഡേഴ്സ് ആയിട്ട് തന്നെ പഠിക്കുക, സിൻസിലാസുകളെ തന്നെ പഠിക്കുക. ഭക്തി മൂവ്മെന്റ് ഒറിജിൻ, ബേസ്, ഭക്തി സയൻസിന്റെ ഇമ്പോർട്ടൻസ്. ഭക്തി ഒരു 17th and 7th സെഞ്ചുറിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ് വാസ് എ ട്രാൻസ്ഫോർമേറ്റീവ് മൊണാസ്ട്രിക് ആൻഡ് ഇഗൽറ്ററിയൻ റിലീജിയസ് റിഫോർമേഷൻ ഇൻ ദ മിഡീവൽ ഇന്ത്യ. ഇറ്റ് ഒറിജിനേറ്റ് സൗത്ത് ഇന്ത്യയിലാണ് തുടക്കം കുറിച്ചത്. ആൾവാർമാരിലൂടെയും നായനാറും. ആൾവാർമാർ എന്ന് പറയുമ്പോൾ വൈഷ്ണവ ഭക്തന്മാരും നായനാർമാർ എന്ന് പറയുമ്പോൾ ശിവഭക്തന്മാരുമാണ്. സ്പ്രെഡിങ് നോർത്ത് ടു എംഫസൈസ് പേഴ്സണൽ ഡിവോഷൻ. ഭക്തി ഒരു ദൈവത്തിനോടുള്ള ഒരു ആരാധനയുടെ ഭാഗമായിട്ടാണ് ആരംഭിച്ചത്. ഓവർ റിച്വലിസം ഒരു റിച്വലിസത്തിന്റെ ഒരു ആചാര നടപടികളുടെ ഭാഗമായിട്ടും പിന്നെ ദൈവത്തിനോടുള്ള അമിത ഭക്തിയുടെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഭക്തി പ്രസ്ഥാനം ആരംഭിച്ചത്. കീ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ദ യൂസ് ഓഫ് ദ റീജിയണൽ. പിന്നെ ഈ കാലഘട്ടത്തിന് മറ്റൊരു പ്രാദേശിക ഭാഷകൾക്കൊക്കെ തന്നെ ഒരുപാട് പ്രാധാന്യം ഒക്കെ കൊടുത്തിരുന്നു. റിജക്ഷൻ ഓഫ് ദ കാസ്റ്റ് ഹെറാർക്കി. ഈ കാലഘട്ടം ഈ സൂഫിസത്തെ പോലെ കാസ്റ്റ് ഹെറാർക്കി സിസ്റ്റം ഒന്നും തന്നെ ഈ ഭക്തി പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നില്ല. അതിന്റെ റിച്വലിസത്തിനൊക്കെ, അതായത് നമ്മൾ യഥാർത്ഥ ഹിന്ദുമതത്തിൽ ഉണ്ടായിരുന്ന ആചാര അനുഷ്ഠാനങ്ങളൊക്കെ അങ്ങോട്ട് മറികടന്നുകൊണ്ട് ദൈവത്തിനോടുള്ള യഥാർത്ഥ ഭക്തി, ഭജൻസുകളും ഭക്തിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇവരൊക്കെ. അതിന്റെ നെസസിറ്റീസ് ഗുരുവിനോടുള്ള ആരാധന, നെസസിറ്റീസ് ഓഫ് ദ ഗുരു ആൻഡ് കാസ്റ്റ് ഹെറാർക്കി സിസ്റ്റം ഒന്നും തന്നെ ഭക്തി പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നില്ല. ജാതിമത വർണ്ണത്തിന് അതീതമായിട്ടായിരുന്നു. ഇനി മഹാരാഷ്ട്രയിൽ ഈ ആരംഭിച്ച ഭക്തി പ്രസ്ഥാനമായിരുന്നു വർക്കാരി സെക്ട്. നാമദേവ് മഹാരാഷ്ട്രയിൽ ആരംഭിച്ച പ്രധാനപ്പെട്ട വർക്കാരി സെക്ട് ആയിരുന്നു. എവിടെ ആരംഭിച്ചത്? മഹാരാഷ്ട്രയിൽ ആരംഭിച്ചത്. അപ്പൊ മഹാരാഷ്ട്രയിൽ ആരംഭിച്ച വർക്കാരി സെക്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പോയിട്ടുള്ളത്. അപ്പൊ എന്തായിരുന്നു പ്രധാനമായിട്ടും നോക്കാം നമുക്ക്. അതിൽ പ്രധാനപ്പെട്ട വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തികളിലേക്കും കൂടി നമുക്കൊന്ന് കടന്നു പോകാം. മഹാരാഷ്ട്രയിൽ ആരംഭിച്ച പ്രധാനപ്പെട്ട വർക്കാരി സെക്ടുകളെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ, മഹാരാഷ്ട്ര വർക്കാരി സെക്ടുകളായിരുന്നു തുക്കാറാം, ഏകനാഥ്, നാമദേവ്, വർഷിപ്പിംഗ്, വിനോദാബയൊക്കെ ഇതിൽപ്പെട്ടാണ്. വിതോബ വർഷിപ്പിംഗ് വിതോബ, നാമദേവ്, ദാനേശ്വർ, തുക്കാറാം, ഏകനാഥ്. ഇവരുടെ പേര് തെറ്റിപ്പോയില്ല. അപ്പോൾ വർക്കാരി സെക്ടിൽ വരുന്നവരാണ് നാമദേവ്, ദാനേശ്വർ, തുക്കാറാം, ഏകനാഥ്, വർഷിപ്പിംഗ്, വിനോദാബ. ഓക്കെ, അതാണ് വർക്കാരി സെക്ടിന്റെ അകത്ത് വരുന്നത്. അപ്പൊ അവിടെ ഒന്ന് നമ്മൾ നോക്കി പോകുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ബംഗാള് വർക്കാരി സെക്ടിന് മുമ്പ് നമ്മളൊരു ചെറിയ കാര്യം വിട്ടിട്ടാണ് പോയത്. അതൊന്ന് നോക്കാം. അതായത് നമ്മൾ പിന്നെ എന്താ നായനാർമാരെ കുറിച്ചും ആൾവാർമാരെ കുറിച്ചും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ട് നമ്മൾ ഇവിടെ ഒന്ന് നോക്കി പോണം. അതായത് ഒന്ന് നോക്കൂ, ഒറിജിനേഷൻ ഓഫ് ദി, അതായത് നമ്മൾ പറഞ്ഞു ഈ പിന്നെ ഭക്തി പ്രസ്ഥാനത്തിന്റെ തുടക്കം കുറിച്ചത് തമിഴ്നാട്ടിലായിരുന്നു. 7th സെഞ്ചുറി 9th സെഞ്ചുറി ലീഡിങ് ടു നായനാർസും ശൈവ ഭക്തന്മാരും പിന്നെ എന്താ ആൾവാർ ഭക്തന്മാരിലൂടെ, വിഷ്ണു ഭക്തന്മാരുടെയും ശൈവ ഭക്തന്മാരിലും. ഇത് എക്സ്പാൻഡ് പിന്നെ ഭാഗവത പുരാണം. ഇതിന്റെ തുടക്കം കുറിച്ചത് ഭഗവത പുരാണത്തിലൂടെയാണ്. ഫിലോസഫിയിലേക്കും രാമാനുജ. അതിന്റെ തുടക്കക്കാരൻ ആരായിരുന്നു? രാമാനുജനായിരുന്നു. 2 മെയിൻ ഐഡിയോളജി സ്ട്രീംസ്. ഇപ്പൊ ഈ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള 2 പ്രധാനപ്പെട്ട ആദർശങ്ങളായിരുന്നു സഗുണയും നിർഗുണയും. ഏതാണ് സഗുണവും നിർഗുണം? ദ മെയിൻ ഐഡിയോളജി സ്ട്രീംസ് സഗുണ എന്ന് പറയുമ്പോൾ വർഷിപ്പ് ഗോഡിനെ വർഷിക്കുന്നവർ വിത്ത് ആട്രിബ്യൂട്ട്സ് ഫോം. രാമനെയും കൃഷ്ണനെയും ഒക്കെ തന്നെ അതിന്റെ ഐഡിയലിനെ വർഷിപ്പിക്കുന്ന ആൾക്കാരായിരുന്നു സഗുണ ഭക്തന്മാരെന്ന് അറിയപ്പെടുന്നത്. കീസ് ആൻഡ് രാമാനന്ദ, തുളസീദാസ്, സൂർദാസ്, മീരാബായ് എന്നിവരടക്കമുള്ളവർ. ഇനി നിർഗുണ ഭക്തന്മാരെന്ന് പറയുമ്പോൾ ദേ വർഷിപ്പിന്റെ ഫോംലെസ്, അതായത് ദൈവത്തിന് ഒരു ഫോംലെസ് ആയിട്ടുള്ള വിഗ്രഹാരാധന ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ പറയുന്നത് ശരീരമില്ലാത്ത ദൈവങ്ങളെ ഉള്ള വിശ്വാസം. ഫോംലെസ് ഗോഡ്, യൂണിവേഴ്സലിസം. പിന്നെ
പ്രപഞ്ച ശക്തിയെ വിശ്വസിക്കുന്ന ആൾക്കാർ. കീ സയന്റ് കബീർ, ഗുരു നാനാക്ക്, ഇന്ത്യൻ നോർത്ത് പ്രോപ്പഗേറ്റേഴ്സ് എന്ന് വെച്ചാൽ ഇന്ത്യൻ നോർത്ത് പ്രോപ്പഗേറ്റേഴ്സ് ആയിരുന്ന രാമാനന്ദ, ഇനിഷ്യലി സൗത്ത് സ്പ്രെഡ് ടു നോർത്ത്, കബീർ പ്രീച്ചർ ഹിന്ദു മുസ്ലിം യൂണിറ്റി, ഗുരു നാനാക്ക് ഫൗണ്ടർ ഓഫ് ദ സിഖിസം, രവിദാസ്, ദാദാദയാൽ എന്നിവരായിരുന്നു, ദാദു ദയാൽ, ഇത്തരമുള്ളവരായിരുന്നു നിർഗുണ ഭക്തിയിൽ വിശ്വസിക്കുന്നവർ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭക്തി കൾട്ടായിരുന്നു. ഭക്തി കൾട്ടിന് തുടക്കം കുറിച്ചത് സൗത്ത് ഇന്ത്യയിലായിരുന്നു 7ഉം 9ഉം നൂറ്റാണ്ടിൽ. അപ്പൊ ഇത് നായനാർമാരിലൂടെയും ആൾവാർമാരിലൂടെയും ആയിരുന്നെങ്കിൽ പിന്നെ ഇതിന് കുറച്ച് വളരെയധികം എക്സ്പാൻഡ് ചെയ്തു. അതാണ് ഭഗവത പുരാണ. എക്സ്പാൻഡഡ് ബൈ ദ ഭഗവത പുരാണ ആൻഡ് ഫിലോസഫീസിലേക്ക് രാമാനുജനിലൂടെയൊക്കെ തന്നെ ഇത് വളരെയധികം വിപുലീകരിച്ചു. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ഐഡിയോളജിക്കൽ സ്ട്രീംസ് ഭക്തികട്ടിലേക്ക് വന്നു. അതാണ് സഗുണ ആൻഡ് നിർഗുണ. സഗുണ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വർഷിപ്പ്, അതായത് വിഗ്രഹങ്ങളിലൂടെയുള്ള ആരാധന, വിഗ്രഹാരാധന, രാമനെയും കൃഷ്ണനെയും ഒക്കെ തന്നെ വിശ്വസിച്ചു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൈവവിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ദൈവത്തിനൊരു രൂപമുണ്ട്, ആ രൂപത്തെ വിശ്വസിച്ചിരുന്നു. എന്നാൽ രൂപമില്ലാത്ത ആരാധനയായിരുന്നു നിർഗുണ ഭക്തിയിൽ ഉണ്ടായിരുന്നത്. അവരൊരു ഫോംലെസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സലിസത്തെ വിശ്വസിച്ചിരുന്ന ഗുരു നാനാക്കും നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ഒക്കെ അതിന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിലായിരുന്നു രാമാനന്ദ, ഇനി കബീർ, ഗുരു നാനാക്ക്, രവിദാസ്, ദാദുദയാൽ എന്നിവരിലൂടെ. അത്രയും കാര്യം ക്ലിയർ ആയിട്ടല്ലോ. ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ടതാണ് ആൾവാർമാർ. ആൾവാർമാരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 12 സൗത്ത് ഇന്ത്യൻ സൈന്റ് പോയിറ്റ്സ്, അതായത് 12ഓളം വരുന്ന ഇന്ത്യൻ സൈന്റ് പോയിറ്റ്സുകളായിരുന്നു ഓൾ തമിഴ് ഹൈംസ് ആയിട്ടുള്ള 4000 ദിവ്യ പ്രബന്ധം എഴുതിയിട്ടുള്ള ലേഡ് ദ ഫൗണ്ടേഷൻ. ഇവരായിരുന്നു ആൾവാർമാർക്ക് തുടക്കം കുറിച്ചത്. ആചാര്യർ, വേദാന്ത സ്കോളേഴ്സ് ആയിട്ടുള്ള രാമാനുജ, വൈഷ്ണവെത്തി, മാധവാചാര്യ, അതായത് ദ്വൈത മതവിശ്വാസം, ദ്വൈത സെക്ട് ആയിരുന്നു. അത് നിഗംബരാചാര്യ, നിംബാക്കരാചാര്യ, അല്ലെങ്കിൽ ദ്വൈത പ്രസ്ഥാനം, വല്ലഭാചാര്യ, ശുദ്ധ ദ്വൈത പ്രസ്ഥാനം, ചൈതന്യ മഹാപ്രഭു ഫൗണ്ടഡ് ദ ഗൗധിയ വൈഷ്ണവിസം ഇൻ ബംഗാൾ, emphasizing the chanting the Hare Krishna mantra. North Indian saint Ramananda promoted the Rama Bhakti, തുളസീദാ, രാമചരിതമാനസ, സൂർദാസ് ആൻഡ് മീരാബായി. എന്ന് വെച്ചാൽ ഇവരൊക്കെ ഏതാണ് സഗുണ ഭക്തന്മാരായിരുന്നു, ആൾവാർമാരെന്നറിയപ്പെടുന്നത്. ആൾവാർമാർക്ക് തുടക്കം കുറിച്ച് 12ഓളം വരുന്ന സൗത്ത് ഇന്ത്യൻ സൈന്റ് പോയിറ്റ് ആയിട്ടുള്ള തമിഴ് ഹൈംസ് രചിച്ചിട്ടുള്ള 4000 ദിവ്യപ്രബന്ധം രചിച്ചിട്ടുള്ള സന്യാസി വര്യന്മാർ. മനസ്സിലായിട്ടുള്ളത്. അപ്പൊ ഇവര് സഗുണ ഭക്തന്മാരായിരുന്നു. അപ്പൊ നമുക്ക് അവരെ ഒന്ന് നോക്കി പോകേണ്ടതായിട്ടുണ്ട്. അവരിൽ വരുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ ആരായിരുന്നു നമ്മൾ പറഞ്ഞ്? ദക്ഷിണേന്ത്യയിലെ സന്യാസി വര്യന്മാരായിരുന്ന ഒരു തമിഴ് കീർത്തനങ്ങൾ രചിച്ചിട്ടുള്ള 4000 ദിവ്യപ്രബന്ധങ്ങൾ രചിച്ചിട്ടുള്ള സന്യാസി വര്യന്മാരായിരുന്നു ഈ ആൾവാരന്മാരിൽ വരുന്നത്. കൂടാതെ ലേ ഫൗണ്ടേഷൻ ഓഫ് ദ ആചാര്യസ്, ഇവരായിരുന്നു ഈ ആൾവാർ ഭക്തി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. അതിന്റെ ആചാര്യന്മാരായിരുന്ന വേദാന്ത സ്കൂളിന്റെ തുടക്കക്കാരായിരുന്ന രാമാനുജ, അദ്ദേഹമാണ് വിശിഷ്ടദ്വൈത. അത് ചോദിക്കും, ആരാണ് വിശിഷ്ടദ്വൈത? രാമാനുജ. ഇനി മാധവാചാര്യർ, ദ്വൈത പ്രസ്ഥാനം, ദ്വൈതത്തിന് തുടക്കം കുറിച്ചത് ആരായിരുന്നു? മാധവാചാര്യർ, ദ്വൈത. ഇനി നിഗംബരാചാര്യർ, നിംബാർക്കർചാര്യർ, ദ്വൈത, നിംബാർക്കർചാര്യ, നിംബാർക്കർചാര്യ, ദ്വൈത, വല്ലഭാചാര്യ ശുദ്ധദ്വൈത. ഇനി ചൈതന്യമുണ്ട്, ചൈതന്യ മഹാപ്രഭു. അദ്ദേഹം ബംഗാളിലെ ഗൗഡ വൈഷ്ണവിസ പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരായിരുന്നു. ചൈതന്യ മഹാപ്രഭു ഫൗണ്ടഡ് ദ ഗൗഡ വൈഷ്ണവിസം. ഇത് വൈഷ്ണവിസം ആണേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ആൾവാർമാരും നായനാർമാര് ശിവഭക്തരും ആൾവാർമാര് വിഷ്ണു ഭക്തരുമായിരുന്നു. ഇത് എപ്പോഴും ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ 4000 ദിവ്യപ്രബന്ധം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സൗത്ത് ഇന്ത്യയിലെ 12ഓളം വരുന്ന സൗത്ത് ഇന്ത്യൻ പോയിന്റ്സ് വരെ രചിച്ച ഒരു ഹൈംസ് ആയിരുന്നു 4000 ദിവ്യപ്രബന്ധം. ഇനി ചൈതന്യ മഹാപ്രഭു അദ്ദേഹം ഗൗഡ വൈഷ്ണവിസ പ്രസ്ഥാനം ബംഗാളിൽ ആരംഭിച്ചു. ഇതിന്റെ ഇടയിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വേദാന്ത സ്കൂൾ ആചാര്യ രാമാനുജ വിശിഷ്ടദ്വൈത, മാധവാചാര്യ ദ്വൈത, നിംബാർക്കർചാര്യ ദ്വൈത, വല്ലഭാചാര്യ ശുദ്ധദ്വൈത. ഇത്രയൊക്കെയാണോ? പിന്നെ ചാൻഡിങ് ദ ഹരേ കൃഷ്ണ മന്ത്ര, ഇവര് അറിയാലോ. പിന്നെ ഇവര് എന്താ പറയുന്നത്, മഹാവിഷ്ണുവിൽ വിശ്വസിച്ചിരുന്ന, കൃഷ്ണനെ വിശ്വസിച്ചിരുന്നവരെ കൊണ്ട് തന്നെ ചാൻഡിങ് മഹാവിഷ്ണുവിന്റെ ചരിതങ്ങളും ഒക്കെ ചാൻഡ് ജപിച്ചുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു. എംഫസൈസ് ചാൻഡിങ് ഹരേ കൃഷ്ണ മന്ത്ര. നോർത്ത് ഇന്ത്യൻ സൈന്റുകളായിട്ടുള്ള രാമാനന്ദ പ്രൊമോട്ടിംഗ് ദ രാമഭക്തിയെ പ്രൊമോട്ട് ചെയ്തിട്ടിരുന്ന നോർത്ത് ഇന്ത്യയിലെ ഒരു ആൾവാർ സൈന്റ് ആയിരുന്നു രാമാനന്ദ. പിന്നെ തുളസീദാസ്, പിന്നെ രാമചരിതമാനസം, സൂർദാസ്, മീരാബായി, ഇവരൊക്കെ ഇത്തരത്തിലുള്ള ആൾവാർ മത ഭക്തി കൾട്ടിന്റെ പാർട്ടായിരുന്നു. ഇവരൊക്കെ തന്നെ മഹാവിഷ്ണുവിൽ, അതായത് കൃഷ്ണ കൾട്ടിൽ വിശ്വസിച്ചിരുന്ന
ആൾക്കാരാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ചാന്റിങ് മീൻസ് ചൊല്ലുക അല്ലെങ്കിൽ ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലുന്നതിനൊക്കെ അവര് വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന ആൾക്കാരായിരുന്നു. ഇതാണ് ആൾവാർ സാന്റുമാരെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടിയുള്ളൂ. അപ്പൊ നിങ്ങൾ ഏകദേശം ഒരു ക്ലിയർ ആയിട്ട് ആൾവാർമാരെ കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ആൾവാർമാരും നയനാർമാരുമാണ്. 4000 ദിവ്യപ്രബന്ധം ചോദിക്കും. കൂടാതെ ഈ മാച്ച് ദ ഫോളോയിങ്ങിൽ രാമാനുജ ദ്വൈത പ്രസ്ഥാനം ഇല്ലെങ്കിൽ പിന്നെ പ്രസ്ഥാനം ഫൗണ്ടേഷൻസ് ശുദ്ധദ്വൈതത്തിന് തുടക്കം കുറിച്ചതാര്, വല്ലഭാചാര്യ ശുദ്ധ, അതെല്ലാം ചോദിക്കും. പിന്നെ ചൈതന്യ മഹാപ്രഭു എന്താ പറയുന്നത് അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഗൗഡ വൈഷ്ണവിസ്ത പ്രസ്ഥാനം അല്ലെ, ശുദ്ധ വൈഷ്ണവ പ്രസ്ഥാനം ആരംഭിച്ചത് ശുദ്ധദ്വൈത ചൈതന്യ മഹാപ്രഭു ബംഗാളിൽ ഗൗഡീയ വൈഷ്ണവ പ്രസ്ഥാനം ആരംഭിച്ചത്. ഇത്രയും കാര്യം നിങ്ങൾക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കിടക്കാം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി കാണും. ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിന്റെ ഓർഡേഴ്സ് ആയിട്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഇൽബാരി ഡൈനാസ്റ്റി, അത് കഴിഞ്ഞിട്ട് ഖിൽജി ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റി, സെയ്ദ് ഡൈനാസ്റ്റി, ലോധി ഡൈനാസ്റ്റി. ഓക്കെ, അതൊന്ന് ക്ലിയർ ആയിട്ട് അതിന്റെ ഇയർ ബേസ് ആയിട്ട് ഒന്ന് പോവുക. ഇനി അതിനുശേഷം ഞാൻ സൂഫിസം സൈന്റിനെയും ഭക്തി കൾട്ടിനെയും ശൈവിസവും വൈഷ്ണവിസവും അതും കൂടെ ഒന്ന് പറഞ്ഞു പോയി. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറിലേക്കും കൂടെ കടന്നൊന്ന് പോയിട്ട് വരാം. ആദ്യ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വെയർ നോട്ട് കൺസ്ട്രക്റ്റഡ് ദ ഡൽഹി സുൽത്താനേറ്റ് പീരീഡ്? ഡൽഹി സുൽത്താനേറ്റിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടില്ലാത്ത കൺസ്ട്രക്ഷൻ ഏതാണ്? അപ്പൊ നമുക്ക് നോക്കാം. ജമാഅത്ത് ഖാ മോസ്ക് ആണോ ഫസ്റ്റ് വരുന്നത്, ദൗലതാബാദ് ഫോർട്ട് ആണോ, കോത്തുൽ ഇസ്ലാം മോസ്ക് ആണോ, ബീബി കാ മക്ബറ ഔറംഗാബാദ്, അടുത്ത ലാസ്റ്റ് വരുന്നത് സഫ്ദർജദ് ടോംബ് ഡൽഹി. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? അതായത് ഇവരുടെ ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തിൽ പണിയാത്ത നമ്മൾ എല്ലാ ആർക്കിടെക്ചർ ഫീൽഡും ഇൽബാരി ഡൈനാസ്റ്റിയിലെ കൂത്തൽ അല്ലെ, കുത്തബുദ്ദീൻ ഐബക്കിന്റെ കാലഘട്ടത്തിലെ കൂത്തൽ ഇസ്ലാം മോസ്ക് മുതൽ എല്ലാം ഇങ്ങനെ പഠിച്ചു. സിരി ഫോർട്ട് ഒക്കെ പഠിച്ചു പോയി ഖിൽജി ഡൈനാസ്റ്റിയിൽ. അപ്പൊ അതിന്റെ കാലഘട്ടത്തിൽ പണിയാത്തത് ഏതായിരുന്നു? ജമാഅത്ത് ഖാൻ മോസ്ക് ആണോ, ദൗലതാബാദ് ഫോർട്ട് ആണോ, കൂത്തുൽ ഇസ്ലാം മോസ്ക് ആണോ, ബീബി കാ മക്ബറ ആണോ, അതുപോലെ തന്നെ സഫ്ദർജദ് ടോംബാണോ, സഫ്ദർജദ് ടോംബാണോ? ഉത്തരം ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത്? ഡി ഇയും ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് ബീബി കാ മക്ബറ ടോംബ് പണി കഴിപ്പിച്ചത് ആരുടെ കാലഘട്ടത്തിലല്ല? ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തിലല്ല ബീബി കാ മക്ബറ പണി കഴിപ്പിച്ചത്. അത് ഔറംഗസീബിന്റെ കാലഘട്ടത്തിലാണ് കേട്ടോ. 1660 കാലഘട്ടത്തിൽ, ഔറംഗസീബിന്റെ കാലഘട്ടത്തിൽ, മുഗൾ കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ചതാണ് ഇനി എന്തെന്നറിയപ്പെടുന്നത് ബീബി കാ മക്ബറ. ഇനി അടുത്തത് ലാസ്റ്റ് നമ്മൾ പഠിച്ചിട്ട് പോയത് ഏതാണ്? സഫ്ദർജംഗ് ശവകുടീരം. അതൊരു ടോംബായിരുന്നു സഫ്ദർജംഗ്. ഈ സഫ്ദർജംഗ് ടോംബ് പണി കഴിപ്പിച്ചത് മുഗൾ കാലഘട്ടത്തിലായിരുന്നു കേട്ടോ. ആരുടെ കാലഘട്ടത്തിലായിരുന്നു? മുഗൾ കാലഘട്ടത്തിലായിരുന്നു. ദ ടോംബ് ബിൽറ്റ് ഇൻ ദ മിഡ് 18th century 754 സിയിലായിരുന്നു സഫ്ദർജംഗ് ടോംബ് പണി കഴിപ്പിച്ചത്. ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ദ ഡിക്ലൈൻ, അതായത് മുഗൾ കാലഘട്ടത്തിലും ഡൽഹി സുൽത്താനേറ്റിന്റെ അവസാന കാലഘട്ടം. അതുകൊണ്ട് അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ഭരണത്തിന്റെ കഴിഞ്ഞു, മുഗൾ ഭരണം സ്റ്റാർട്ട് ചെയ്ത സമയത്തായിരുന്നു സഫ്ദർജംഗ് ടോംബ് പണി കഴിപ്പിച്ചത്. അപ്പൊ ഡിയും ഇയുമാണ്. ബാക്കിയൊക്കെ നിങ്ങൾ ജമാഅത്ത് ഖാൻ മോസ്ക് ഒക്കെ നമ്മൾ പറഞ്ഞു. ദൗലതാബാദ് ഫോർട്ട് ആരുടെ കാലഘട്ടത്തിലാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ. കോത്തുൽ ഇസ്ലാം മോസ്കിന്റെ കാലഘട്ടം നമ്മൾ പറഞ്ഞു. അല്ലെ, ഖിൽജി ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലായിരുന്നു പണി കഴിപ്പിച്ചത്. ജമാഅത്ത് ഖാ പള്ളി, ജമാഅത്ത് ഖാ മോസ്ക് എല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് അറിയാം, ജമാഅത്ത് ഖാൻ മോസ്ക് പണി കഴിച്ചത് സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തിലാണ് ജമാഅത്ത് ഖാൻ മോസ്ക് പണി കഴിപ്പിച്ചത്. ഇനി ദൗലതാബാദ് ഫോർട്ട് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ്. കൂത്തുൽ ഇസ്ലാം മോസ്ക് ആരുടെ? കൂത്തുൽ ഇസ്ലാം മോസ്ക് കുത്തബുദ്ദീൻ ഐബക്കിന്റെ കാലഘട്ടത്തിലാണ് കൂത്തുൽ ഇസ്ലാം മോസ്ക്. കുത്തബുദ്ദീൻ ഐബക്കിന്റെ കാലഘട്ടത്തിലാണ് കൂത്തുൽ ഇസ്ലാം മോസ്ക്. മറക്കരുത്, കുത്തബുദ്ദീൻ ഐബക്കിന്റെ കാലഘട്ടത്തിൽ കൂത്തുൽ ഇസ്ലാം മോസ്ക്. ഓക്കെ, അപ്പൊ ഇത്രയെല്ലാം കിട്ടിയല്ലോ നിങ്ങൾക്ക്. ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻസുകൾ വരുന്നത് ആർക്കിടെക്ചറിന്റെ അകത്ത്. ഇനി അടുത്തത് അറേഞ്ച് ദ ഫോളോയിങ് സുൽത്താൻ ഡൽഹിയിലെ സുൽത്താൻമാരെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇൽബാരി ഡൈനാസ്റ്റിയുടെ റുക്നുദ്ദീൻ, ബാൾബൻ, ഇൽത്തുമിഷ്, റസിയ, നസറുദ്ദീൻ മുഹമ്മദ്. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത്? കറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ആദ്യം വരുന്നത് ഇൽത്തുമിഷ് ആയിരിക്കും. കാര്യം കുത്തബുദ്ദീൻ ഐബക്കിന് ശേഷം ആരം ഷാ ആണ് വരുന്നത്. അത് ഇവിടെ കാണിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ പോകുന്നില്ല. നെക്സ്റ്റ് നമ്മൾ ഇൽത്തുമിഷിലേക്കേ പോകത്തുള്ളൂ. അപ്പൊ ഓപ്ഷൻ സി ആണ് ആദ്യം വരുന്നത്. അപ്പൊ നമുക്ക് ഇത് രണ്ടിലും ഡൗട്ട് ഉണ്ട്. സി ആണോ 2 ആണോ 4 ആണോ ഡൗട്ട് ഉണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് നോക്കേണ്ടിയിട്ടുള്ളത് ആരായിരിക്കും? ഇൽത്തുമിഷിന് ശേഷം ഇവിടെ നമുക്ക് വരാൻ പോകുന്നത് റുക്നുദ്ദീൻ ആണ്. ഞാൻ പറഞ്ഞു, ഇൽത്തുമിഷിന്റെ മരണത്തിന് ശേഷം പിന്നെ റുക്നുദ്ദീൻ അല്ലേ നമ്മൾ പറഞ്ഞു പോയത്, അദ്ദേഹത്തിന്റെ പുത്രനായ റുക്നുദ്ദീൻ.
അപ്പൊ എ അല്ലേ ഉത്തരം സ്വാഭാവികമായിട്ട് വരത്തുള്ളൂ. രുക്നുദ്ദീൻ. പിന്നെ വരുന്ന ഡി ആണ്. അതെ, രുക്നുദ്ദീന്റെ ഭരണശേഷം ആരാ? റസിയ സുൽത്താനയാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇ ആണ്, നസറുദ്ദീൻ മുഹമ്മദ്. പിന്നെ നസറുദ്ദീൻ മുഹമ്മദിനെയാണ് നമ്മൾ ആ ഓർഡറിൽ കണ്ടത്. കണ്ടോ? നസറുദ്ദീൻ മുഹമ്മദ് ആണ് വന്നത്. പിന്നെ നസറുദ്ദീൻ മുഹമ്മദിന് ശേഷം ലാസ്റ്റ് വരുന്നത് ബാൾബൻ. അപ്പൊ സി ആണ് കറക്റ്റ് ആൻസർ. സി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അത് കൊണ്ടുവന്ന് പഠിപ്പിച്ചത്. അപ്പൊ അത് നിങ്ങൾ നോക്കാതെ നിങ്ങൾ ഒരിക്കലും പോവരുത്. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. The Sultan himself used to take a keen personal interest to development of agriculture. He abolished the zakat import duty on grain and introduced the measurement of standard which continued to prevail till the Mughal period. Who is the Sultan? അതായത് ഏതൊരു സുൽത്താന്റെ കാലഘട്ടത്തിലാണ് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഡെവലപ്മെന്റ് അഗ്രികൾച്ചറിന് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്തത്? അതായത് പിന്നെ കാർഷിക വൃത്തിയിലൊക്കെ ഏർപ്പെടുന്നതിന് വളരെയധികം പ്രാധാന്യം, പേഴ്സണൽ ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്തൊരു ഭരണാധികാരി. അതായത് സക്കാത്ത് ഇമ്പോർട്ട് ഡ്യൂട്ടി അദ്ദേഹം നിർത്തലാക്കി. ടു ഓൺ ഗ്രെയിനിൽ ഉണ്ടാകുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടി അദ്ദേഹം പിന്നെ നിർത്തലാക്കി. ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ദ മെഷർമെന്റോ, ഒരു സ്റ്റാൻഡേർഡ് മെഷർമെന്റ്സ് അദ്ദേഹം കൊണ്ടുവന്നു. വിച്ച് കണ്ടിന്യൂ ടു പ്രിവീൽ ടിൽ ദ മുഗൾ. എന്നാൽ ഇദ്ദേഹം കൊണ്ടുവന്ന ഈ അഗ്രികൾച്ചർ റിഫോം മെഷർമെന്റും ഈ സ്റ്റാൻഡേർഡ് മെഷർമെന്റും ഒക്കെ തന്നെ മുഗൾ കാലഘട്ടത്തിൽ പിന്തുടർന്നു എന്നാണ് പറയപ്പെടുന്നത്. ആരായിരുന്നു ഡൽഹി സുൽത്താനേറ്റിലെ ഈ റൂളർ എന്ന് അറിയപ്പെടുന്നത്? ബാൾബൻ ആണോ? ഇൽബാരി ഡൈനാസ്റ്റിയുടെ ബാൽബർ ആണോ? അലാവുദ്ദീൻ ഖിൽജി ഡൈനാസ്റ്റിയുടെ അലാവുദ്ദീൻ ഖിൽജി ആണോ? ഫിറോസ് തുഗ്ലക് ആണോ? സിക്കന്ദർ ലോധിയാണ്? സ്വാഭാവികമായിട്ടും നമ്മളെ ഉത്തരം നമ്മൾ എല്ലാവരും പറയാൻ പോകുന്നത് ഫിറോസ് തുഗ്ലക് ആണല്ലോ. ഒരുപാട് അഗ്രികൾച്ചർ റിഫോംസ് ആക്ടുകളും ഇറിഗേഷൻ കനാൽ സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഫിറോസ് തുഗ്ലക്കിലേക്ക് കടക്കും. പക്ഷേ ശരിയായ ഉത്തരം സിക്കന്ദർ ലോധിയാണ്. ആരാണ്? സിക്കന്ദർ ലോധി. ആഗ്ര പട്ടണം പണി കഴിപ്പിച്ച സിക്കന്ദർ ലോധി ഉണ്ടല്ലോ, അദ്ദേഹമാണ് ഇത്തരത്തിലുള്ള ഒരു അഗ്രികൾച്ചർ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്ത് ഒരുപാട് സക്കാത്തൊക്കെ നിർത്തലാക്കി ഒരു ഭരണാധികാരി. അപ്പൊ അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് അമംഗ് ദ ഫോളോയിങ് സൈന്റ് വാസ് ഫോളോവർ ഓഫ് ദ വൈഷ്ണവിസ? തന്നിരിക്കുന്നതിൽ വൈഷ്ണവ, നമ്മൾ വൈഷ്ണവ ട്രഡീഷനും ശൈവ ട്രഡീഷനും ഒക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടല്ലോ. ഇതിൽ ആരാണ് വൈഷ്ണവ ട്രഡീഷനിൽ ഉള്ളവര്? ആരാണ് വൈഷ്ണവ ട്രഡീഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ്. ആരാണ്? ദേവരഥ ശിമ്മയ്യ. നമ്മാൾവർ, അപ്പർ, അല്ലമാ പ്രഭു. ഒന്നും കൂടെ. ദേവരശ ശിമ്മയ്യ, നമ്മാൾവർ, അപ്പർ, അല്ലമാ പ്രഭു. ആരായിരുന്നു കറക്റ്റ് ആൻസർ? നമ്മാൾവർ ആണ് കറക്റ്റ് ആൻസർ. ഒരു വളരെ ശ്രദ്ധിക്കണം. വൈഷ്ണവ ട്രഡീഷൻ വരുന്ന ആരാണ്? നമ്മാൾവർ ആണ് വൈഷ്ണവാസ് ട്രഡീഷനിനകത്ത് വരുന്നത്. നമ്മാൾവർ വാസ് എ പ്രോമിനന്റ് പോയിറ്റ് സൈന്റ് ഇൻ ആൾവാർ ട്രഡീഷൻ. വൈഷ്ണവിസം എന്ന് പറയുമ്പോൾ ആരാണ്? ആൾവാർ അല്ലേ? ആൾവാർ, വിഷ്ണുവിനെ വിശ്വസിക്കുന്നവർ. ആൾവാർ ട്രഡീഷനിൽ വരുന്നത് കേട്ടോ. ഒരു സൈൻ പോയിന്റ് ആയിരുന്നു വൈഷ്ണവിസം. ഹിന്ദുവിസം സെന്റേഡ് വർഷിപ്പോ ലോർഡ് വിഷ്ണുവിനെ വന്ദിച്ചവർ നമ്മാൾവർ. ഓക്കെ ആണല്ലോ? അപ്പൊ മറ്റവരെയും കൂടി നമുക്കൊന്ന് ദേവരശ ശിമ്മയ്യെ കൂടെ ഒക്കെ ഒന്ന് നോക്കണമല്ലോ. ദേവരശ ശിമ്മയ്യ ഈസ് നോൺ ആസ് ദി ആൾസോ ദ ഫോളോവർ ഓഫ് ദ വൈഷ്ണവിസം. ലിംഗായുസ പ്രസ്ഥാനത്തിന്റെ ഒരു വ്യക്തിയായിരുന്നു ദേവരശ ശിമ്മയ്യ. 11th century മൂവ്മെന്റ് ഡെഡിക്കേറ്റഡ് ടു വർഷിപ്പ് ഓഫ് ശിവ. അതായത് ശ്രദ്ധിക്കുക, ലിംഗായിസം. അദ്ദേഹം ഒരു ശിവഭക്തനാണ്. ശിവയിസം. ഈസ് നോട്ട് എ വൈഷ്ണവിസം. വൈഷ്ണവിസം അല്ല, ശൈവ സെക്ട് ആയിരുന്നു. വൈഷ്ണവിസത്തിൽപ്പെട്ട ഈസ് നോട്ട് എ ഫോളോവർ ഓഫ് ദ വൈഷ്ണവിസം. വൈഷ്ണവിസത്തിന്റെ ഫോളോവർ അല്ല, ശൈവ ഫോളോവർ ആയിരുന്നു. അല്ലെങ്കിൽ ഓർ ദ 11th century മൂവ്മെന്റ് ഡെഡിക്കേറ്റഡ് ടു വർഷിപ്പ് ഓഫ് ശിവ പറയും. ബാക്കി എല്ലാവരും ശിവ വർഷിപ്പർ ആണല്ലോ. ഇനി അപ്പർ എന്ന് പറയുന്ന ആരാണ്? അപ്പർ, അത് ചിലപ്പം ചോദിക്കും. അപ്പർ നയനാരാണ്. നയനാർ എന്ന് പറയുമ്പോൾ ഏത് മതവിശ്വാസിയാണ്? ശിവ സെക്ട് ആണ്. ആൾവാർ എന്ന് പറയുമ്പോൾ വിഷ്ണുവിനെ വിശ്വസിക്കുന്നവരും, നയനാർ എന്ന് പറയുമ്പോൾ ശിവനെ വിശ്വസിക്കുന്നവർ. ഇതെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പർ ചോദിക്കും. അപ്പർ ഒരു നയനാർ വിശ്വാസിയാണ്. നയനാർ എന്ന് പറയുമ്പോൾ ശിവനെ വിശ്വസിക്കുന്നവര്. അല്ലമ പ്രഭു ആരായിരുന്നു? അല്ലമ പ്രഭു ബിക്കേം എ ട്രിനിറ്റി ഓഫ് ദ മൂവ്മെന്റ് അലോങ് സൈഡ് ബാസവണ്ണ. അദ്ദേഹം ഒരു ലിംഗായുസത്തെ വിശ്വസിക്കുന്ന ആളാണ്. ലിംഗായുസം അല്ലെ? ഒരു ലിംഗായുസ വിശ്വാസിയായിരുന്നു അദ്ദേഹം. ഒരു ലിംഗായുസ വിശ്വാസിയാണ് അദ്ദേഹം. ഒരു വൈഷ്ണവിസം അല്ല, അല്ലെങ്കിൽ ശിവനെ വിശ്വസിക്കുന്ന ആൾ. ലിംഗായുസ വിശ്വാസികൾ. ലിംഗായുസം മീൻസ് എന്താ പറയുന്നത്, ശൈവ ഭക്തർ, ശിവനെ ആരാധിക്കുന്നവരായിരുന്നു. ലിംഗായുസത്തിന്റെ വിശ്വാസിയായിരുന്നു. അതില് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ദേവരശ ശിമ്മയ്യയും ഒരു ലിംഗായുസത്തിന്റെ വിശ്വാസിയായിരുന്നു കേട്ടോ. അതിനെയാണ് വീരശൈവിസം എന്നറിയപ്പെടുന്നത്. എന്താണ് വീരശൈവിസം? ലിംഗായുസത്തെ ചിലപ്പോ അങ്ങനെയും ചോദിക്കും. വീരശൈവിസം അല്ലെങ്കിൽ ലിംഗായുസം, അല്ലെങ്കിൽ ശിവനെ വിശ്വസിക്കുന്നവര്, അല്ലെങ്കിൽ നയനാർമാർ, അല്ലെങ്കിൽ വീരശൈവിസം, അല്ലെങ്കിൽ ലിംഗായുസം. ക്ലിയർ ആണല്ലോ? അപ്പൊ ദേവരശ ശിമ്മയ്യ ഒരു വീരശൈവിസം. അതിൽ തെറ്റിപ്പോലെ വീരശൈവിസം എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ലിംഗായുസം, ഇല്ലെങ്കിൽ നയനാർമാർ. പിന്നെ
പിന്നെ അതുപോലെ തന്നെ നമ്മാൾവർ പറയുകയാണെങ്കിൽ അദ്ദേഹം ആൾവാർ, അല്ലെങ്കിൽ വൈഷ്ണവിസം. അപ്പർ മീൻ അദ്ദേഹം ഒരു നയനാറാണ്, അല്ലെങ്കിൽ ലിംഗായുസത്തിന്റെ വിശ്വാസി അല്ല അദ്ദേഹം. അദ്ദേഹം ഒരു ലിംഗായുസം അല്ല, നയനാർമാരാണ്. ഈസ് ഓൺലി എ നയനാർ. ഇനി അല്ലമ്മ പ്രഭുവിനെ പറയുകയാണെങ്കിൽ വീരശൈവിസം അഥവാ ലിംഗായുസ വിശ്വാസിയായിരുന്നു. വൺ ഓഫ് ദ ട്രിനിറ്റി ഓഫ് ദ മൊമെന്റ്. അതായത് ഈ പിന്നെ വീരശൈവ പ്രസ്ഥാനത്തിന്റെ ഒരു ട്രിനിറ്റിയിൽ ഒരാളായിരുന്നു അല്ലമ്മ പ്രഭു എന്നറിയപ്പെടുന്നത്. ആരാണ്? അല്ലമ്മ പ്രഭു. അപ്പൊ അത്രയും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് ചിന്തിക്കുകയാണ്. മനസ്സിലായിട്ടുണ്ടല്ലോ? അവല്ലമ്മ പ്രഭുവിനെയൊക്കെ മനസ്സിലായിട്ടുണ്ടാവുന്നു കരുതുന്നു. വീരശൈവ പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരന്മാരെന്ന് ട്രിനിറ്റീസ് ഒന്ന് നോക്കുമ്പോൾ ബാസവണ്ണ, അക്ക, മഹാദേവി. അക്ക ആൻഡ് മഹാദേവി ആരൊക്കെയായിരുന്നു? കൺസിഡർ ആസ് ദ സ്പിരിച്വൽ അതോറിറ്റി ആൻഡ് സെൻട്രൽ ഫിഗർ ഓഫ് ദ ലിംഗായിസം ട്രിനിറ്റി അലോങ് സൈഡ് ബാസവണ്ണ, അക്ക. ബാസവണ്ണയായിരുന്നു ഈ മൂവ്മെന്റിന്റെ ഫൗണ്ടർ എന്ന് അറിയപ്പെടുന്നത്. ആൻഡ് അക്ക ആൻഡ് മഹാദേവി, പ്രോമിനന്റ് പോയിന്റ്സ്. അക്ക ആൻഡ് മഹാദേവി അവരാണ് ട്രിനിറ്റീസ് എന്നറിയപ്പെടുന്നത്. ബാസവണ്ണ വൺ ഓഫ് ദ ട്രിനിറ്റീസ് ആണ് ഞാൻ ഈ പറഞ്ഞു പോയത്. അതിലൊരു ട്രിനിറ്റിയിലുള്ള ഒരാളായിരുന്നു അല്ലമ്മ പ്രഭു. ആരൊക്കെയായിരുന്നു? അക്ക, മഹാദേവി, ബാസവണ്ണ ആൻഡ് അല്ലമ്മ പ്രഭു. ഓക്കെ ആണ്. അക്ക, മഹാദേവി, ബാസവണ്ണ നിങ്ങളൊന്ന് പഠിച്ചു വച്ചോണം. ലിംഗായുസം, സൗത്ത് ഇന്ത്യയിലെ ലിംഗായുസത്തിന് തുടക്കം കുറിച്ച, കർണാടകയിലെ ലിംഗായുസ പ്രസ്ഥാനത്തിന്, വീരശൈവ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ബാസവണ്ണ. അത് മേ ബി നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകാം. അടുത്തൊരു ഭാഗത്തിലേക്ക് ഒന്ന് കടന്നു പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനേക്ക് നോക്കാം. വിച്ച് among the following is celebrated as the fifth Veda in the Tamil? തമിഴിലെ ഫിഫ്ത് വേദ എന്നറിയപ്പെടുന്നത് എലോങ് ആൻഡ് ആൾസോ റിമെയിൻസ് ദ 12th ഓഫ് ദ ശൈവ കാനോൺ. ശൈവ കാനോണിലെ 12th ബുക്ക് എന്നും അഞ്ചാമത്തെ വേദമെന്നും അറിയപ്പെടുന്ന ബുക്ക് ഏതാണ്? വിച്ച് among the following were celebrated as the fifth Veda in the Tamil? തമിഴിലെ ഫിഫ്ത് വേദമെന്നും ആൻഡ് ആൾസോ റിമെയിൻസ് ദ 12th ബുക്ക് ഇൻ ദ ശൈവ കാനോൺ. ശൈവ കാനോണിലെ അഞ്ചാമത്തെ, എത്രാമത്തെ? 12ാമത്തെ പുസ്തകമെന്നും അറിയപ്പെടുന്ന, 12ാമത്തെ ഗ്രന്ഥമായിട്ട് അറിയപ്പെടുന്ന ബുക്ക് ഏതാണ്? അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. തിരുത്തൊണ്ടാർ തിരുവാണ്ടാടി, തിരുവാണ്ടാടിയാണ്. തിരുനേറ്റൽ ടുഗറാണ്, തിരുനേറ്റൽ ടുഗറാണോ? തിരുവി സെപ്പയാണോ? തിരുത്തുണ്ടർ പുരാണമാണ്. ഒന്നും കൂടി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് ക്ലിയർ ആയിട്ട് നോക്കൂ. തിരുത്തോണ്ടർ തിരുവണ്ടാടി, തിരുത്തൊണ്ടൽ ടുഗർ, തിരുവി സെപ്പ, തിരുണ്ടർ പുരാണം. ഉത്തരം ഏതായിരിക്കും? തിരുണ്ടർ പുരാണം ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഈ തിരുണ്ടർ പുരാണം ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. തിരുണ്ടർ പുരാണത്തെയാണ് അഞ്ചാമത്തെ തമിഴ് വേദമായിട്ടും ശൈവ കാനോണിലെ 12ാമത്തെ പുസ്തകമായിട്ടും കരുതപ്പെടുന്ന തിരുണ്ടർ പുരാണമാണ്. ഏതാണ്? തിരുണ്ടർ പുരാണം. അപ്പൊ തിരുണ്ടർ പുരാണം ഈസ് ആൾസോ വൈഡ്ലി നോൺ ആസ് ദ പെരിയ പുരാണം. ഈ തിരുണ്ടർ പുരാണത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ചിലപ്പം ചോദിക്കാം. പെരിയ പുരാണം എന്നറിയപ്പെടുന്നതും തിരുണ്ടർ പുരാണം. സിഗ്നിഫിക്കന്റ് തമിഴ് പോയിറ്റ് എപ്പിക് ദാറ്റ് റീകൗണ്ട് ദ ലൈഫ് സ്റ്റോറീസ് ഓഫ് 3 നയനാർ. ആദ്യത്തെ 6 നയനാർമാരെ കുറിച്ച്. നയനാർ എന്ന് പറയുമ്പോൾ ഏത് വിശ്വാസികളാണ്? ശിവവിശ്വാസികളാണ്. ശിവവിശ്വാസികളാണ്. മനസ്സിലാക്കുക. അപ്പൊ നമ്മളെ ആൾവാർമാരെ നയനാർമാരെ പഠിച്ചു. അതിൽ പ്രധാനപ്പെട്ട മോസ്റ്റ് ഫിഗേഴ്സ് ഇങ്ങനെ പറഞ്ഞു പോയി. അതില് പിന്നെ നയനാർമാരെന്ന് പറയുമ്പോൾ ഈ തിരുത്തൊണ്ടാർ പുരാണം എന്നറിയപ്പെടുന്ന ശിവ കാനോണിൽ വരുന്ന 12ാമത്തെ പുസ്തകമാണ് തിരുത്തൊണ്ടർ പുരാണം. ഈ തിരുത്തൊണ്ടർ പുരാണത്തെയാണ് പെരിയ പുരാണം എന്നറിയപ്പെടുന്നത്. 3 നയനാർസ് ഈ തമിഴ് എപ്പിക്കിൽ പറഞ്ഞു പോകുന്നിരിക്കുന്ന റീ അക്കൗണ്ട് ഓഫ് ദ ലൈഫ് സ്റ്റോറീസ് ഓഫ് ദ ആദ്യത്തെ 6 ഫേമസ് ആയിട്ടുള്ള 63 അതായത് 63 നയനാർമാരെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ആദ്യത്തെ ദ സ്റ്റോറീസ് ഓഫ് ദ 63 നയനാർ ഹു റിവേർഡ് ശൈവ സൈൻഡ്, അല്ലെങ്കിൽ ശൈവ സൈൻഡ് എന്നുള്ള അർത്ഥത്തിൽ വളരെയധികം പ്രഗത്ഭന്മാരായിട്ടുള്ള ആദ്യത്തെ 63 ശൈവ സന്യാസിമാർ, അതായത് ശിവസന്യാസിമാരെ കുറിച്ച് 63 ശിവസന്യാസിമാരെ കുറിച്ച് ഈ പെരിയ പുരാണത്തിൽ, തിരുത്തൊണ്ടർ പുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതിനെ തമിഴിലെ ഫിഫ്ത് വേദമെന്നും ശിവ കാനോണിലെ 12ാമത്തെ പുസ്തകമെന്നും അറിയപ്പെടുന്ന തിരുത്തൊണ്ടർ പുരാണമാണ്. എന്താണ്? തിരുത്തൊണ്ടർ പുരാണം. മറ്റേ ഓരോന്നിനും, ഈ തന്നിരിക്കുന്ന ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. തിരുവണ്ടായി നമ്മൾ ആദ്യം പഠിച്ച തിരുത്തൊണ്ടർ തിരുവണ്ടാടി ദ വർക്ക് ഈസ് ഏർലിയസ്റ്റ് ഓഫ് നയനാർ. ഇതും ഒരു നയനാർ സെറ്റിന്റെ അകത്ത് ഉള്ള ഒരു ബുക്ക് തന്നെയാണ്. നയനാർ സൈൻഡ് ഓഫ് ദി നമ്പിയാർ നമ്പി എഴുതിയ ഒരു പുസ്തകമാണ് തിരുമുറൈ.
ആ പുസ്തകം എന്നറിയപ്പെടുന്നത്. തിരുത്തൊണ്ടർ തിരുവണ്ടാടി ദ വർക്ക് ഈസ് ഏർലിയസ്റ്റ് ലിസ്റ്റ് ഓഫ് നയനാർ സൈൻഡ് ബൈ ദ നമ്പിയാർ നമ്പി. നമ്പിയാർ നമ്പി എഴുതിയ ഒരു പുസ്തകമാണ് തിരുത്തൊണ്ടർ തിരുവണ്ടാടി. ഇനി അടുത്ത ഒരു തിരുത്തൊണ്ടൽ ടുഗർ. തിരുത്തൊണ്ടൽ ടുഗർ ആരാണ് എഴുതിയത്? ടൈറ്റിൽ ഡസ് നോട്ട് റിഫേഴ്സ് ടു വൈഡ്ലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഒന്നും അല്ല, ഒരു ശൈവ കാനോണിന്റെ അകത്ത് വരുന്നതാണ് എന്ന് തന്നെ പഠിച്ചു. ഇത് ശൈവ കാനോണിന്റെ അകത്ത് വരുന്നതാണ്, പക്ഷെ 5ാമത്തെ വേദമല്ല, ശൈവ കാനോൺ ആണേ. തിരുസൈവപ്പ. ദിസ് ദ കളക്ഷൻ ഓഫ് ദ ഹൈംസ്. ഇത് കുറച്ച് ഹൈംസ് ആണ്. ഹൈംസ് ഫൗണ്ട് ഇൻ ദ 9th ബുക്ക് ഓഫ് ദ തിരുമുറൈ. തിരുമുറയിലെ 5ാമത്തെ 9ാമത്തെ പുസ്തകമാണ് തിരുമുറയിലെ 9ാമത്തെ. ഇറ്റ് ഈസ് നോട്ട് എ കൺസിഡർഡ് ദ 12th ശൈവ കാനോണിന്റെ അകത്ത് വരുന്നതല്ല, പക്ഷെ ഇതൊരു ശൈവ കാനോണിന്റെ അകത്ത് വരുന്നതാണ്. ദിസ് ഇസ് എ കളക്ഷൻ ഓഫ് ഹൈംസ് ഫൗണ്ട് ഇൻ ദ 9th ബുക്ക് ഓഫ് ദി തിരുമുറൈ. തിരുമുറയിലെ 9ാമത്തെ പുസ്തകമാണ്. അപ്പൊ ശൈവ കാനോൺ എന്ന് പറയുമ്പോൾ എത്ര സന്യാസി വര്യന്മാരാണ് അതിലുള്ളത്? 63 സന്യാസി വര്യന്മാരുടെ ജീവചരിത്രമാണ് ഇതിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്, നായനാർമാരുടെ. അടുത്ത, ഹൂം ദ ഫോളോയിങ് വാസ് ദ ടീച്ചർ ഓഫ് ദ രാമാനുജ. രാമാനുജന്റെ ടീച്ചർ, അധ്യാപകൻ ആരാണ്? രാമാനുജന്റെ ടീച്ചർ ആരാണ്? ഗുരു ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ആരായിരിക്കും. നമുക്ക് നോക്കാം. ശങ്കരാചാര്യ, നാദാമുനി, നാമല്ലുവർ, മാധവാചാര്യ. നാമൾവർ ശങ്കര. നാമൾവറിനെ നാമൾവർ ആരാ? നാമൾവറിനെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. നാമൾവർ ഒരു വൈഷ്ണവ ട്രഡീഷനിൽപ്പെട്ട ആളാണ് അല്ലെ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ആൾവാർ സൈന്റ് ആണ്. നാമൾവർ ഒരു ആൾവാർ സൈന്റ് ആണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് രാമാനുജന്റെ അധ്യാപകൻ ആരാണ്? ടീച്ചർ ആരാണ്? ശങ്കരാചാര്യരാണോ, എന്താ പറയുന്നത്, നാദാമുനിയാണോ, നാമൾവർ ആണോ, മാധവാചാര്യനാണോ? ഉത്തരം ആരായിരിക്കും? നാദാമുനിയാണ് രാമാനുജന്റെ ടീച്ചർ എന്നറിയപ്പെടുന്നത്. നാദാമുനി. മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നാദാമുനി ബിക്കേം ദ ടീച്ചർ ഓഫ് രാമാനുജ. നാദാമുനി ആണ് രാമാനുജന്റെ ടീച്ചർ എന്നറിയപ്പെടുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ. ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. രാമാനുജരുമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ബുക്കാണ് ഞാൻ ഈ പറഞ്ഞു പോയത്. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ എന്താ പറയുന്നത്, സൂഫി സൈന്റുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഒന്ന് കടന്നു പോകാം. നോക്കൂ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. ഷേഖ് ഹമീദ്ദീൻ നാഗൂരി വാസ് ദ ചിസ്റ്റി സൈന്റിന്റെ, അതായത് ചിസ്റ്റി ഓർഡർ സൈന്റ് ആണോ, ചിസ്റ്റി സിൻസിലയുടെ സൈന്റ് ആണോ ഷേഖ് ഹമീദ്ദീൻ നാഗൂരി? ദ ഏർലി ചെസ്റ്റീസ് ഡിസപ്രൂവ് ദ മിറക്കിൾ. ആദ്യ കാലഘട്ടത്തിൽ ചെസ്റ്റികൾ മിറക്കിൾ ഡിസപ്രൂവ് ചെയ്തിരുന്നു. അതായത് വിവിധ തരത്തിലുള്ള മിറക്കിൾസുകളൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള മിറക്കിൾസുകളിലൊന്നും തന്നെ അവർ അത്രയധികം അംഗീകരിച്ചിരുന്നില്ല, അത്ഭുതങ്ങൾ അവർ അംഗീകരിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. ദ ചിസ്റ്റി ഓർഡർ ഓറിജിനേറ്റഡ്, ഇന്ത്യയിലാണ് ചിസ്റ്റി ഓർഡർ ഒറിജിനേഷൻ ചെയ്തതാണോ? ഷേഖ് ബഹൌദ്ദീൻ സക്കറിയ ആൻഡ് ഹീസ് ഖാൻക ഇൻ പാട്ന. ഷേഖ് ബഹാറുദ്ദീൻ സക്കറിയ, അദ്ദേഹത്തിന്റെ ഖാൻക എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാട്നയിലാണ് അദ്ദേഹത്തിന്റെ ഖാൻക സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ആരാധനാലയം, അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തെയാണ് ഖാൻക എന്നറിയപ്പെടുന്നത്. സ്ഥിതി ചെയ്തിരുന്ന എവിടാണ്? പാട്നയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതൊക്കെയാണ്? ഷേഖ് ഹമീദ്ദീൻ നാഗൂരി ചിസ്റ്റി ഓർഡറിൽപ്പെട്ട ആളാണോ? യെസ് ആണ്. ഇനി ഷേഖ് ബഹൌദ്ദീൻ സക്കറിയ ആൻഡ് ഹിസ് ഖാൻഖൂൻ ഇൻ പാട്ന, അത് ശരിയാണ്. ഇനി ആദ്യകാലത്തെ ചിസ്റ്റി ഓർഡേഴ്സ് മിറക്കൽ എന്നും വിശ്വസിച്ചിരുന്ന തെറ്റായിട്ടുള്ള വിശ്വാസമാണ്. ഈ ചിസ്റ്റി ഓർഡർ ഒറിജിനേഷൻ ചെയ്തത് ഇന്ത്യയിലല്ല, അത് നിങ്ങൾക്കറിയാം. അപ്പൊ ഈ 2 സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്.